ജി എൽ ക്രിയേഷന് വേണ്ടിയിട്ട് നമ്മുടെ അക്കൗണ്ടിങ്ങിൽ യൂസർ ലെവലാണ് നമ്മളിത് ചെയ്യുന്നത്. ഡൗട്ട് ചോദിച്ചാണ് ജി എൽ അക്കൗണ്ടിൽ ഡൗട്ട് ചോദിച്ചത്. യൂസർ ലെവലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അക്കൗണ്ടിങ് എടുത്തിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ജി എൽ ജനറൽ ലെഡ്ജർ, മാസ്റ്റർ റെക്കോർഡ്സ്, ജി എൽ അക്കൗണ്ട്സ്, ഇൻഡിവിജ്വൽ പ്രോസസ്സിംഗ്, FS00 ഇവിടെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആക്ച്വലി ചെയ്യാനുള്ളത് ഞാൻ ഓൾറെഡി തന്ന ലിസ്റ്റ് ഉണ്ട്, ആ ലിസ്റ്റ് നമുക്കൊന്നെടുക്കാം. ഇവിടെ ജി എൽ അക്കൗണ്ട് എന്ന് പറയുന്ന ജി എൽ അക്കൗണ്ട് മാസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു പേജ് എടുത്താൽ മതി. ഈ പേജിൽ ഏറ്റവും താഴെ ഞാൻ കുറച്ച് സാമ്പിൾ ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഏറ്റവും താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുക, അവിടെ വെർട്ടിക്കലായിട്ട് കുറച്ച് ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിലാണ് നിങ്ങൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഞാനിവിടെ കോളം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ജി എൽ അക്കൗണ്ട് നമ്പർ, ജി എൽ അക്കൗണ്ട് ടൈപ്പ്, അതുപോലെ അക്കൗണ്ട് ഗ്രൂപ്പ്, ഷോർട്ട് ടെക്സ്റ്റ്, ലോങ് ടെക്സ്റ്റ്, അക്കൗണ്ട് കറൻസി, പിന്നെ ബാലൻസ് ഇൻ ലോക്കൽ കറൻസി എന്ന ഒരു ചെക്ക് ബോക്സ് നമുക്കുണ്ട്. അതുപോലെ ടോളറൻസ് ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ ഓപ്പൺ ഐറ്റം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഒരു ചെക്ക് ബോക്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ ഷോർട്ട് കീ ഉണ്ട്. കോസ്റ്റ് എലമെൻറ്റ് കാറ്റഗറി എന്നൊരു ഫീൽഡുണ്ട്. അതുപോലെ ഫീൽഡ്, സ്റ്റാറ്റസ് ഗ്രൂപ്പ്, ഇത്രയും കാര്യങ്ങളാണ് നോർമലി ഉള്ളൊരു അക്കൗണ്ടുകൾക്ക് ഫില്ല് ചെയ്യേണ്ടിയിരുന്നത്. അതിന് ഇതെല്ലാ കാര്യങ്ങളും എല്ലാ അക്കൗണ്ടുകൾക്കും വേണ്ട, നമ്മൾ സെലക്റ്റീവാണ് ഇതിൻ്റെ ഇവിടെയുള്ള കാര്യങ്ങൾ. അപ്പം നമുക്കിവിടെ ഒരു നോർമൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ക്യാഷ് അക്കൗണ്ട് ഞാനിപ്പം ക്യാഷ് ഇൻ ഹാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയതായിട്ട് മറ്റൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ക്യാഷ് പെറ്റി ക്യാഷ് എന്നൊരു അക്കൗണ്ട് എനിക്ക് 001 ചെയ്യണമെന്ന് വിചാരിക്കാം. എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടേക്കാം പെറ്റി ക്യാഷ് അക്കൗണ്ട്. പെറ്റി ക്യാഷ് അക്കൗണ്ട് നോർമലി വേണ്ട നമുക്ക്. $100,001 ഇതൊരു ബാലൻസ് ഷീറ്റ് അക്കൗണ്ട് തന്നെയാണ്. ഒരു ബാലൻസ് ഷീറ്റ് അക്കൗണ്ട് തന്നെയാണ്. ഡഫിൻ ഗുഡ് മോർണിംഗ് കേൾക്കാമല്ലോ അല്ലേ? ഡഫിൻ കേൾക്കാമല്ലോ? ഓക്കെ, ഞാൻ ഒരു ചെറിയ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്തത്. ജി എൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഡൗട്ട്സ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ്. ഒരു 5 മിനിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു അക്കൗണ്ട് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഞാനിവിടെ ക്യാഷ്, ഇതിന് പേര് കൊടുക്കുന്നത് ക്യാഷ് വിത്ത് ക്യാഷ് ആണ്. എനിക്ക് പെറ്റി ക്യാഷ് അക്കൗണ്ട് വേണ്ട, ക്യാഷ് വിത്ത് എന്നൊരു അക്കൗണ്ട് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതാണ് അക്കൗണ്ടിൻ്റെ പേര്, ക്യാഷ് വിത്ത് ക്യാഷ്. ക്യാഷ് ഇൻ ഹാൻഡ് ഓൾറെഡി എനിക്കുണ്ട്. ഈ ഒരു അക്കൗണ്ട് നമ്പർ ഞാൻ നെക്സ്റ്റ് നമ്പറാണ് കൊടുത്തേക്കുന്നത്. ബാക്കി എല്ലാ ടേംസും സെയിം തന്നെയാണ്. അപ്പം ഇത് എങ്ങനെയാണ് നമ്മുടെ ജി എൽ അക്കൗണ്ടിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ഇതാരോ എൻ്റെ ഗ്രൂപ്പിൻ്റെ ടെക്സ്റ്റ് ആരോ ഡിലീറ്റ് ചെയ്ത്, ഞാൻ ആ ഗ്രൂപ്പ് ടെക്സ്റ്റ് ഒന്ന് ആഡ് ചെയ്തോട്ടെ, എന്നിട്ട് എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ കോമൺലി എല്ലാവർക്കും ആക്സസിബിൾ ആയതുകൊണ്ട് ചിലവർ കയറിയിട്ട് ആ ഫുൾ ഗ്രൂപ്പ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നീട് ഗ്രൂപ്പ് ടെക്സ്റ്റ് കിട്ടില്ല. എന്നാൽ ഗ്രൂപ്പിൻ്റെ ടെക്സ്റ്റ് നമ്മളിത് ഓൾറെഡി പറഞ്ഞൊരു ടോപ്പിക്കാണ്. ജി എൽ അക്കൗണ്ട് പ്രിപ്പറേഷൻസ്, ചാർട്ട് ഓഫ് അക്കൗണ്ട് ലിസ്റ്റ് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡിഫൈൻ അക്കൗണ്ട് ഗ്രൂപ്പാണ്. എൻ്റെ അക്കൗണ്ട് ഗ്രൂപ്പ് ആരോ ഡിലീറ്റ് ചെയ്ത്. അപ്പം എന്താ കുഴപ്പമെന്ന് വെച്ചാൽ എനിക്ക് അക്കൗണ്ട് ഗ്രൂപ്പില്ല. അതായത് TT00 എടുത്താൽ അക്കൗണ്ട് ഗ്രൂപ്പ് ഉണ്ടല്ലോ. അത് കമ്പനി കോഡ് മാറിയിട്ടാണ്.
FS00. ഞാൻ ഈ കമ്പനി ഒന്ന് സ്വിച്ച് ചെയ്യുന്നുണ്ട്. TT01. ക്രിയേറ്റ് കൊടുത്തിട്ട് ചെയ്യാം. ഞാൻ 100 എന്ന ഇത് കൊടുത്തിട്ടുണ്ട്. 001 എന്ന് കൊടുത്തിട്ടുണ്ട്. കമ്പനി കോഡ് TT01 ആണ്. ടൈപ്പ് ബാലൻസ് ഷീറ്റ് അക്കൗണ്ട്. ഇവിടെ കറണ്ട് അസറ്റ് സെലക്ട് ചെയ്തു. ഞാൻ ഇതിന് കൊടുത്ത ഡിസ്ക്രിപ്ഷൻ ക്യാഷ് വിത്ത് ക്യാഷർ എന്ന ഡിസ്ക്രിപ്ഷനാണ് ഞാനിത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ടെക്സ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ക്യാഷറുടെ കയ്യിലുള്ള ക്യാഷ്, ആ ടെക്സ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ലോങ് ടെക്സ്റ്റ് സെയിം ടെക്സ്റ്റ് ആയതുകൊണ്ട് ലോങ് ടെക്സ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യേണ്ട. കൺട്രോൾ ഡാറ്റയിൽ വരാം. കൺട്രോൾ ഡാറ്റയിൽ കൊടുക്കേണ്ട ഫീൽഡുകൾ കറൻസി. നോർമലി നമ്മൾ കറൻസി ചേഞ്ച് ചെയ്യേണ്ട, അക്കൗണ്ട് കറൻസി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് അക്കൗണ്ട് കറൻസി കമ്പനി കോഡ് കറൻസി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ കറൻസി തന്നെ. അത് അല്ല, നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് ഈ ഫോൾഡറിലേക്ക് അത് എഫക്റ്റ് ആവുക ചെയ്യുന്നത്. ഈ ഫോൾഡർ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഞാൻ ഒന്നും കൂടെ ഇനീഷ്യൽ സ്ക്രീനിൽ തന്നെ വരാം. ഈ FS00 എടുത്തിട്ട് നിങ്ങൾ നേരെ ക്രിയേറ്റ് എന്ന ഓപ്ഷൻ ഇവിടെ കാണാം. മുകളിൽ ക്രിയേറ്റ് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് വേണ്ട നമ്പർ, ഇപ്പോൾ എനിക്ക് വേണ്ടത് 100001 എന്ന നമ്പറാണ് വേണ്ടത്. ഇത് ക്രിയേറ്റ് ചെയ്യേണ്ട കമ്പനി TT01 എനിക്ക് വേണ്ടി. ഇത്രയും കാര്യങ്ങൾ മാത്രം കൊടുത്ത് എൻ്റർ കൊടുത്താൽ മതി. ഇത് ക്രിയേറ്റഡ് ആകുമ്പോൾ സിസ്റ്റം അത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫോൾഡറിലേക്ക് അത് റിഫ്ലക്റ്റ് ആയിക്കോളും. അപ്പോൾ ഇവിടെ ഞാൻ ഇതിന് ശേഷം ബാലൻസ് ഷീറ്റ് അക്കൗണ്ട് സെലക്ട് ചെയ്തു. പിന്നെ കറണ്ട് അസറ്റ് എടുത്ത് കഴിയുമ്പോൾ ടെക്സ്റ്റോടെ കൊടുത്തേക്കുക ക്യാഷ് വിത്ത് ക്യാഷ്. അതിനുശേഷം ഇവിടെ വേണ്ട ഇൻഫർമേഷൻ ലോക്കൽ കറൻസി എന്ന ഓപ്ഷൻ ചെക്ക് ചെയ്യാം. ഇവിടെ പിന്നെ ഷോർട്ട് കീ മാത്രം മതി നമുക്ക്. തൽക്കാലം വേറെ ഓപ്ഷൻസ് ഒന്നും ആവശ്യമില്ല. ഷോർട്ട് കീ മാത്രം മതി. അപ്പോൾ ഷോർട്ട് കീ 001 കൊടുത്തു. പിന്നെ ക്രിയേറ്റ് ബാങ്ക് ഇൻട്രസ്റ്റിൽ G001 എന്ന ഓപ്ഷൻ കൊടുത്തു. ഇത്രയും ഓപ്ഷൻസ് മതി നമുക്കിത് സേവ് ചെയ്യാൻ പറ്റും. സേവ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഫോൾഡറിലേക്ക് റിഫ്ലക്റ്റ് ആവുകയാണ് ചെയ്യുക. ഇപ്പോൾ കമ്പനി കൊടുന്ന് സ്വിച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ആ ഫോൾഡറിൽ വന്നതായിട്ട് കാണാൻ പറ്റും. കറണ്ട് അസറ്റിൽ ഇത് വന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കോപ്പി എടുത്തിട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമ്മളിവിടെ പോകേണ്ട ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ അഡീഷണൽ അക്കൗണ്ട് വേണമെങ്കിൽ, ഇപ്പോൾ എനിക്ക് ഒരു അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് അക്കൗണ്ട് വേണമെങ്കിൽ എനിക്ക് എഗെയിൻ ഇവിടെ ക്രിയേറ്റ് ഓപ്ഷൻ തന്നെ കൊടുത്താൽ മതി. ഇനി എക്സാമ്പിൾ പറയുവാണെങ്കിൽ ബാങ്കിൻ്റെ എനിക്ക് ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് വേണം, ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഇവിടെ ഇപ്പോൾ ഓൾറെഡി 2 അക്കൗണ്ട് ഉണ്ട്. ഞാൻ അടുത്തൊരു അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ഫെഡറൽ ബാങ്കിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റൊരു ബാങ്കിന് വേണ്ടിയിട്ട്. വൺ എന്ന് കൊടുത്തിട്ടുണ്ട്. കറണ്ട് അസറ്റ് തന്നെ. ICICI കറണ്ട് അക്കൗണ്ട് INR ആണ് അത്, അല്ലെങ്കിൽ GBP, നിങ്ങൾക്ക് ഏതാണ് വേണ്ട അക്കൗണ്ട് കൊടുക്കാം. GBP കൊടുക്കാം. അക്കൗണ്ട് നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് നമുക്കിവിടെ കൊടുക്കാം. ICICI കറണ്ട് അക്കൗണ്ട് INR. ഇത് GBP അക്കൗണ്ട്. ഓക്കെ, ഇങ്ങനെ ഈ ഒരു അക്കൗണ്ടാണ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ക്രിയേറ്റ് കൊടുക്കണം. അക്കൗണ്ട് നമ്പർ 110 ആണെന്ന് തോന്നുന്നു അല്ലേ. 100-111 ആണ് അക്കൗണ്ട് നമ്പർ. 111 ആണ് അക്കൗണ്ട് നമ്പർ. കമ്പനി കോഡ് TT0 ആണ്. എൻ്റർ കീ കൊടുക്കാം. നേരെ ടൈപ്പ് ഡിസ്ക്രിപ്ഷൻ കോളത്തിലേക്ക് വന്നിട്ട് ബാലൻസ് ഷീറ്റ് അക്കൗണ്ട് സെലക്ട് ചെയ്യാം. അക്കൗണ്ട് ടൈപ്പ് സെലക്ട് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ കറസ്പോണ്ടിങ് അക്കൗണ്ട് ഗ്രൂപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്ത അക്കൗണ്ട് ഗ്രൂപ്പ് കൊടുക്കുക. അതിൻ്റെ ടെക്സ്റ്റ് കൊടുക്കുക. ടെക്സ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് കോപ്പി എടുത്ത് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി. ലോങ് ടെക്സ്റ്റും അതുപോലെ തന്നെ ഇവിടുന്ന് കോപ്പി എടുത്ത് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഡിഫറൻ്റ് ആണെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ ഞാൻ ഫുൾ അക്കൗണ്ട് നമ്പർ കൊടുത്തത് കൊണ്ടാണ് ലോങ് ടെക്സ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നത്. സെയിം ടെക്സ്റ്റ് ആണെങ്കിൽ നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഇവിടേക്ക് വരാം. ക്രിയേറ്റ് കൺട്രോൾ ഡാറ്റയിൽ വരാം. ഇത് GBP ആയതുകൊണ്ട്
എനിക്കെന്ത് ചെയ്യേണ്ട, ഇവിടെ എനിക്ക് ലോക്കൽ കറൻസി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതർ കറൻസി ആകുമ്പോൾ നമുക്ക് ലോക്കൽ കറൻസി ചെക്ക് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടില്ല. പിന്നെ ഷോർട്ട് കീ നോർമലി ഇതിൻ്റെ കേസിൽ 001 തന്നെയാണ് ഷോർട്ട് കീ കൊടുക്കുന്നത്. ബാങ്ക് ആയതുകൊണ്ട് G005 അത് ആ ഇതിൽ കൊടുത്തിട്ടുണ്ട്, G005 ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വാല്യൂ ഡേറ്റ് ഒബ്ലിഗേറ്ററി ആവും, വേറെ വ്യത്യാസമൊന്നുമില്ല, വാല്യൂ ഡേറ്റ് ഒബ്ലിഗേറ്ററി ആവും. അത് സേവ് ചെയ്യുമ്പോൾ അതിവിടെ ക്രിയേറ്റഡ് ആവും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചേഞ്ചസ് വരുള്ളൂ. അതായത് അക്കൗണ്ട് ടൈപ്പ് മാറ്റം വരാം, അക്കൗണ്ട് ഗ്രൂപ്പ് മാറ്റം വരാം, ടെക്സ്റ്റ് തന്നിരിക്കുന്ന ഗിവൺ ടെക്സ്റ്റ് കൊടുക്കാം. പിന്നെ നോർമലി എല്ലാ അക്കൗണ്ടുകൾക്കും നമ്മൾ കറൻസി സെയിം, നമ്മുടെ കമ്പനി കോഡ് കറൻസി തന്നെയായിരിക്കും. ബാലൻസ് ഷീറ്റ് അക്കൗണ്ടുകൾക്കെല്ലാം ഓൾമോസ്റ്റ് എല്ലാ അക്കൗണ്ടുകൾക്കും നമ്മൾ ബാലൻസിൽ ലോക്കൽ കറൻസി എന്ന ഓപ്ഷൻ ചെക്ക് ചെയ്യും. അല്ലാത്ത കേസിൽ നമ്മൾ ഇൻ കേസ് ചെക്ക് ചെയ്ത് പോയാലും സിസ്റ്റം തന്നെ വേണ്ടാത്ത കേസിൽ വാർണിംഗ് തരും. നമുക്ക് P&L അക്കൗണ്ടിൽ പൊതുവേ അത് റെഫർ ചെയ്യുന്നില്ല, കാരണം P&L അക്കൗണ്ടിന് ബാലൻസസ് ഇല്ലല്ലോ. നമ്മൾ ഈ ക്ലോസിംഗ് ബാലൻസ് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന കേസിലാണ് ഇതൊക്കെ വരുന്നത്. അപ്പം P&L അക്കൗണ്ട് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യാത്തത് കൊണ്ട് ആ ഒരു കേസിൽ ബാലൻസിൻ്റെ കേസ് ആവശ്യം വരാത്തതുകൊണ്ടാണ് അതിനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. ഷോർട്ട് കീ നോർമൽ കേസുകൾ 001 ആയിരിക്കും, അപ്പോൾ അത് കൊടുക്കാം. ചില കേസുകൾ നിങ്ങൾ ഓപ്പൺ ഐറ്റം മാനേജ്മെൻറ്റ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഞാനിവിടെ നോട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, എവിടെയാണ് ഓപ്പൺ ഐറ്റം മാനേജ്മെൻറ്റ് കൊടുക്കേണ്ടത്. അപ്പം അതിവിടെ ഈ ലൈൻ ഐറ്റത്തിന് നേരെ താഴേക്ക് നോക്കി, ആ കോളം നേരെ താഴോട്ട് നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ചില കേസിൽ മാത്രം നമ്മളത് കൊടുക്കുന്നുണ്ട്, കാരണം അൺഅക്രൂഡ് പോലെയുള്ള ടൈപ്പിന് മാത്രം നമ്മളത് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്രിയേറ്റ് ബാങ്ക് ഇൻട്രസ്റ്റ് എന്ന ടാബിൽ പോയി കഴിഞ്ഞാൽ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പിൽ ഡിഫറെൻറ്റ് ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് നമ്മൾ നോർമലി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് ഏതാണോ ആ ഗ്രൂപ്പ് നോക്കിയിട്ട് അത് അസൈൻ ചെയ്ത് കൊടുക്കും. അത് ലാസ്റ്റ് കോളാണ് ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ്. ഇത്രയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾ ഇൻ കേസ് തെറ്റിപ്പോയാലും നിങ്ങൾക്കത് പിന്നീട് ചേഞ്ച് ചെയ്യാനും പറ്റും. നമുക്ക് ഈ പ്രൈം ഇൻഫർമേഷൻ മാത്രമേ മാറ്റാൻ പറ്റാതെ ഉള്ളൂ, ബാക്കി എല്ലാ ഇൻഫർമേഷനും എഡിറ്റബിൾ ആണ്. ഇപ്പോൾ ഞാനത് എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇത് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും എനിക്ക്. അപ്പോൾ ഈ എഡിറ്റ് ചെയ്യുമ്പോൾ ഈ നമ്പറും കമ്പനി കോഡും മാത്രമേ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ട്രാൻസാക്ഷനിലേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ചില ലിമിറ്റേഷൻസ് വരും. അതും പക്ഷേ ഈ അഡീഷണൽ ഇൻഫർമേഷനിലൊന്നും കുഴപ്പമില്ല. ഈ ഫണ്ടമെൻ്റൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ചാർട്ട് ഓഫ് അക്കൗണ്ട് ലെവൽ ഇൻഫർമേഷനിൽ മാത്രമേ സിസ്റ്റം അവിടെയും ബ്ലോക്ക് ചെയ്യുള്ളൂ. ടെക്സ്റ്റൊക്കെ മാറ്റാൻ പറ്റും, ടെക്സ്റ്റും ബാക്കിയുള്ള കൺട്രോൾ ഡാറ്റ ഇൻഫർമേഷനും അതായത് കമ്പനി കോഡ് ലെവൽ ഇൻഫർമേഷൻ നമുക്ക് മാറ്റാൻ പറ്റും. ഈ ബേസിക് ഇൻഫർമേഷനിൽ ചില കാര്യങ്ങൾ ചിലപ്പോൾ ഈ നമ്മുടെ എന്താ പറയുക അക്കൗണ്ട് ടൈപ്പ് ചില സമയങ്ങളിൽ മാറ്റാൻ പറ്റില്ല, വൺസ് നിങ്ങൾ ട്രാൻസാക്ഷൻ അപ്ലൈ ചെയ്താൽ. അപ്പോൾ അല്ലാത്ത കേസൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് സംശയം ഉണ്ടെങ്കിൽ പിന്നെ അത് 1 by 1 ചെക്ക് ചെയ്താൽ മതി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ GL അക്കൗണ്ട് ക്രിയേറ്റ് ഡെഫിന് ചെയ്യാൻ പറ്റിയായിരുന്നോ? ഡെഫിൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നോ GL അക്കൗണ്ട് ക്രിയേഷൻ? ഓക്കെ, ഇത് ചെയ്തിട്ട് ഓക്കെ ആണോ സിനി? ഓക്കെ ആണോ? ട്രൈ ചെയ്ത് നോക്കിയിട്ട് സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ. ഈ കോളം കറസ്പോണ്ടിങ് ഞാനതിൻ്റെ ഹെഡേഴ്സ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഇതാണ് ഹെഡർ ഫീൽഡ്. ഈ ഹെഡർ ഫീൽഡ് നോക്കിയിട്ട് ആ കറസ്പോണ്ടിങ് ഫീൽഡുകൾ കണ്ടുപിടിച്ചിട്ട് അവിടെ ഡാറ്റ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പോകേണ്ടത് GL അക്കൗണ്ട് ലെവലിലേക്കാണ് പോകേണ്ടത്. GL അക്കൗണ്ട് ക്രിയേഷനിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ട്രാൻസാക്ഷനിലേക്കാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയ സ്റ്റെപ്പും അത് തന്നെയായിരുന്നു, ട്രാൻസാക്ഷൻ ആയിരുന്നു. അപ്പോൾ എൻ്റെ കമ്പനി കോഡിൽ ഞാൻ ഒരു GL അക്കൗണ്ട് കൂടെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ബാലൻസ് ഷീറ്റ് കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി 2 GL അക്കൗണ്ട് ഓൾറെഡി എനിക്കുണ്ട്. SBI ഇല്ല, SBIയുടെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഞാൻ 2-3 GL അക്കൗണ്ടുകളോട് ഒന്ന് ക്രിയേറ്റ് ചെയ്യട്ടെ. 100 ടൈപ്പ് ബാലൻസ് ഷീറ്റ്, കറണ്ട് അസറ്റ്,
SBI current account 1234. ഓക്കെ, G005 കൊടുക്കുക. G001 5 തമ്മിൽ എന്താണ് വ്യത്യാസം? 5 ആണ്. ബാങ്ക് ആയതുകൊണ്ട് ഞാൻ G005 ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു അക്കൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് 3000000 ആണ്. ഇക്വിറ്റി ആണ് അക്കൗണ്ട് 3000000. ഇക്വിറ്റി കോമൺ സ്റ്റോക്ക്. ബാലൻസ് ഷീറ്റ് ഓപ്ഷൻ ചെക്ക് ചെയ്തു. സോർട്ട് കീ 001 കൊടുത്തിട്ടുണ്ട്. ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് G001 തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി. നോർമലായിട്ടുള്ള അക്കൗണ്ടുകൾക്ക് ഇത്രയും ഓപ്ഷൻസ് മതി സേവ് ചെയ്യാൻ പറ്റും. ബാലൻസ് ഷീറ്റ് അക്കൗണ്ടുകൾക്ക് മറ്റു ഓപ്ഷൻസ് ആവശ്യമില്ല. കാരണം ഞാനിപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്തപ്പോൾ സിസ്റ്റം ആ ഒരു ഫോൾഡർ കൂടെ ഓപ്പൺ ആയിട്ട് അതിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഫോൾഡറിൻ്റെ ഓപ്ഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ച ഫോൾഡറിലേക്ക് ആ GL അക്കൗണ്ടുകൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് സിസ്റ്റം ചെയ്യുക. അപ്പോൾ അതിനകത്ത് നമ്മളുടെ റോളില്ല. ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യുക ക്ലോസ് ചെയ്ത് നമുക്ക് റോളില്ല. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത GL അക്കൗണ്ട് ഗ്രൂപ്പുകളാണ് ഈ ഫോൾഡറായിട്ട് ഇവിടെ സിസ്റ്റം കാണിക്കുന്നത്. ബേസിക് ആ ട്രാൻസാക്ഷനുള്ള GL അക്കൗണ്ട് എനിക്ക് ഇവിടെ ഓൾറെഡി റെഡിയാണ്. അപ്പം ഞാനിവിടെ ഓൾറെഡി ഒരു ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ട്രാൻസാക്ഷൻ. അപ്പോൾ ഇവിടെ കുറച്ച് ട്രാൻസാക്ഷൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പറയുന്നത് ഡോക്യുമെൻ്റ് റെഫറൻസ് നമ്പർ TMCAP001 മീൻസ് അത് സിസ്റ്റം തന്ന റെഫറൻസ് ആണ്. ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ ബൈ ടാറ്റ സൺസ് വയ ക്യാഷ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്ര എമൗണ്ട് ക്യാപിറ്റൽ വന്നിട്ടുണ്ട്. ഡെബിറ്റ് ചെയ്യേണ്ട GL അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ടും ക്രെഡിറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടും ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ട് നമുക്കൊരു 5 crore ആണെന്ന് തോന്നുന്നു. 5 crore തന്നിട്ടുണ്ട്. ചെക്ക് നമ്പറില്ല, ക്യാഷ് ആയതുകൊണ്ട് ചെക്ക് നമ്പർ തന്നിട്ടില്ല. ടോട്ടൽ ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ ബൈ പ്രൊമോട്ടേഴ്സ് എന്ന് ഒരു നറേഷനും നമുക്ക് തന്നിട്ടുണ്ട്. ബാങ്ക് റെഫറൻസ് അല്ലെങ്കിൽ നറേഷനിൽ നമുക്ക് ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം സിംപിളി പറഞ്ഞാൽ ഒരു ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു എൻട്രി നമുക്ക് ചെയ്യണം. എൻട്രി ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യേണ്ടത് ഓൾറെഡി സിസ്റ്റം തന്നെ നമുക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ നോട്ടിൽ തന്നെ നമുക്ക് റെഫറൻസ് തന്നിട്ടുണ്ട്. ഡെബിറ്റ് ചെയ്യേണ്ട GL അക്കൗണ്ട് 100000 എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്ന അക്കൗണ്ട് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രെഡിറ്റ് ചെയ്യേണ്ട GL അക്കൗണ്ട് നമ്മുടെ കോമൺ സ്റ്റോക്ക് അക്കൗണ്ട് ആണ് അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് എന്നും ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, അതിൻ്റെ ഡോക്യുമെൻ്റ് റെഫറൻസ് ഡീറ്റെയിൽസും ഉണ്ട്. ഇത്രയും ഇൻഫർമേഷൻ നമുക്കുണ്ട്. ഹെഡർ ടെക്സ്റ്റിൽ ഈ ഒരു നറേഷൻ തന്നിട്ടുണ്ട്. അപ്പം ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഡോക്യുമെൻ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഡോക്യുമെൻ്റ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളതിന് ചെയ്യുന്നത് ഒരു യൂസർ ലെവൽ റോളാണല്ലോ ഈ ഡോക്യുമെൻ്റ് ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം നമുക്ക് യൂസർ ലെവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ SAP മെനുവിലേക്ക് പോകണം, അല്ലെങ്കിൽ നമ്മൾ SAPയുടെ ഫിയോറി സ്ക്രീനിലേക്ക് പോകണം. SAP മെനുവിൽ പോയിട്ട് നമുക്ക് അത് ചെയ്ത് നോക്കാം. ഫിയോറി സ്ക്രീൻ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് SAP മെനുവിലാണ് നമ്മൾ കോമൺ ആയിട്ട് ട്രഡീഷണൽ ആയിട്ട് നമ്മൾ SAP മെനു ആണ് നോർമലി അക്കൗണ്ട്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് SAP മെനുവിൽ എങ്ങനെയാണ് നമുക്കിത് ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിന് നമ്മുടെ SAP മെനു അല്ലെങ്കിൽ SAPയുടെ ഈസി ആക്സസ് സ്ക്രീനിൽ വരുമ്പോൾ യൂസർ മെനു ഉണ്ട്, SAP മെനു ഉണ്ട്. ഈ രണ്ട് മെനു ആണ് ഉള്ളത്. അപ്പോൾ SAP മെനു എടുക്കുകയാണെങ്കിൽ അക്കൗണ്ടിങ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന ഫോൾഡർ കാണാൻ പറ്റും. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിങ്ങൾക്ക് ജനറൽ ലെഡ്ജർ എന്ന ഓപ്ഷൻ കാണാം. അവിടെ ഡോക്യുമെൻ്റ് എൻട്രി എന്ന ഫോൾഡർ കാണാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ 2 T കോഡുകൾ നിങ്ങൾക്ക് കാണാം. ഒന്ന് FB50, പിന്നെ മറ്റൊന്ന് F.02. ഈ 2 T കോഡുകൾ നിങ്ങൾക്ക് കാണാം. ഈ 2 T കോഡും GL പോസ്റ്റിംഗ് ആണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്ന് എൻ്റർ GL അക്കൗണ്ട് ഡോക്യുമെൻ്റ്, മറ്റൊന്ന് GL പോസ്റ്റിംഗ്. ഇതിനെ ഈ ഫസ്റ്റ് സ്ക്രീനിനെ SAP വിളിക്കുന്നത് എൻജോയ് സ്ക്രീൻ എന്നാണ് വിളിക്കുക. എൻജോയ് സ്ക്രീൻ മീൻസ് അത് പുതിയ സ്ക്രീനാണ്. അതിന് ഒരു എക്സലൊക്കെ എൻ്റർ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് നമുക്ക് അവിടെ എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് നമ്മുടെ പഴയ ക്ലാസിക് ഡിസ്പ്ലേ ആണ് ഈ F.02. അത് പണ്ട് ECCയുടെ
ഫസ്റ്റ് വേർഷൻ തൊട്ടേ ഉപയോഗിക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഈ F.02 എന്ന് പറയുന്നത്. രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷെ ചെയ്യുന്നതിൻ്റെ ഔട്ട്പുട്ട് സെയിം ആയിരിക്കും. നമ്മളത് ട്രാൻസാക്ഷൻ ചെയ്യുമ്പം ഇത് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ് ഇത് ചെയ്യുന്നത്. രണ്ട് രീതി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ FB50 ആണ് ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. FB50 എന്ന് പറയുന്ന ടി കോഡ് ഓപ്പൺ ചെയ്തു. ടി കോഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോയെ കാണിക്കും. ഇവിടെ ഏറ്റവും ടോപ്പിൽ തന്നെ നിങ്ങൾക്ക് GL അക്കൗണ്ട് ഡോക്യുമെൻറ്റ് കമ്പനി കോഡ് TT01 എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഏത് കമ്പനി കോഡിലാണ് നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി പറ്റുക. ഇത് മറ്റ് പല സോഫ്റ്റ്വെയറിലും നിങ്ങളൊരു കമ്പനി കോഡ് ഓപ്പൺ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കമ്പനി ഓപ്പൺ ചെയ്തിട്ട് ആ കമ്പനിയിൽ ആണ് നിങ്ങൾ ട്രാൻസാക്ഷൻ ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻ പർച്ചേസും സെയിൽസും ജേണൽ എൻട്രി നിങ്ങൾ എടുക്കുന്നത്. പക്ഷേ SAP അങ്ങനെയല്ല. SAPയിൽ ഒരു നിങ്ങൾ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഡോക്യുമെൻ്റ് ടൈപ്പിൽ നിന്നിട്ടാണ് നിങ്ങൾ കമ്പനി കോഡ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കമ്പനി കോഡുകൾ സ്വിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൂടെ മുകളിൽ ഈ കമാൻഡ് ബാറിന് തൊട്ടടുത്ത് ഒരു ട്രീ ഓൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ട്രീ ഓഫാണ്. അപ്പോൾ ട്രീ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടെംപ്ലേറ്റുകൾ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടെംപ്ലേറ്റുകൾ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടെംപ്ലേറ്റുകൾ മാറ്റാം. നിങ്ങൾക്കിത് എൻ്റർ ചെയ്യുന്ന ടെംപ്ലേറ്റുകളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ടെംപ്ലേറ്റുകൾ കസ്റ്റമൈസ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇത് ആവശ്യമില്ല. അങ്ങനെ ട്രീ ഓപ്പൺ ആണെങ്കിൽ ഇവിടെ ട്രീ ഓഫ് എന്ന ഓപ്ഷൻ ഉണ്ട്. ട്രീ ഓഫ് കൊടുത്താൽ അത് നാവിഗേഷൻ ഓപ്ഷൻ നിങ്ങൾക്ക് അത് ഓഫായി കിട്ടും. നാവിഗേഷൻ അല്ല, അതിൻ്റെ എന്താ പറയുക സൈഡിൽ കാണുന്ന ഒരു ലിസ്റ്റ് ഉണ്ട് ട്രീയുടെ, ആ ലിസ്റ്റ് നിങ്ങൾക്ക് ഓഫ് ആയിക്കോളും. അപ്പോൾ അത് ട്രീ ഓൺ ട്രീ ഓഫ് അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. തൊട്ടടുത്ത് കമ്പനി കോഡ് എന്ന ഓപ്ഷൻ, അതിനുശേഷം ഹോൾഡ്, സിമുലേറ്റ്, പാർക്ക്, എഡിറ്റ് ഓപ്ഷൻസ്, മോർ എന്നിങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാം. അവിടെ നമുക്ക് കമ്പനി കോഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റർ കമ്പനി കോഡ് എന്ന ഓപ്ഷൻ കിട്ടും. ഇത് കമ്പനി കോഡ് സ്വിച്ച് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ എക്സാമ്പിൾക്ക് TT00 ചെയ്യുന്നെങ്കിൽ ഞാൻ TT00 എന്ന് കൊടുത്താൽ ഇവിടെ ടോപ്പിൽ അത് TT00 ആയിട്ട് മാറി. ഇനി എനിക്ക് TT11 ആണെങ്കിൽ TT01 ആണെങ്കിൽ TT01 ആയിട്ട് മാറും. TT02 ആണെങ്കിൽ TT02 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ആ ഇൻഫർമേഷൻ ഇവിടെ ഉണ്ട്. ആ കമ്പനിയുടെ പേര് ഇവിടെ താഴെയും കാണിക്കും. അപ്പോൾ എനിക്കിപ്പോൾ TT01 ചെയ്യേണ്ടത്. ഞാനതുകൊണ്ട് TT01 എന്ന കമ്പനി കോഡ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഡോക്യുമെൻ്റ് ഡേറ്റും പോസ്റ്റിംഗ് ഡേറ്റ്, രണ്ട് ഡേറ്റുകളാണ് നോർമൽ ഡോക്യുമെൻറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഡോക്യുമെൻ്റ് ഡേറ്റ് മീൻസ് ആ ഡോക്യുമെൻറ്റിൻ്റെ ഡേറ്റ് ആണ്. പോസ്റ്റിംഗ് ഡേറ്റ് ഈ ഡോക്യുമെൻ്റ് എന്നാണ് പോസ്റ്റ് ചെയ്യുന്ന ആ ഡേറ്റ് ആണ്. അപ്പം ഡോക്യുമെൻ്റ് ഡേറ്റ് എന്ന് പറയുമ്പം നിങ്ങൾക്കത് ഏത് ഡേറ്റും ആകാം. ആ ഡോക്യുമെൻറ്റിൽ വന്നിരിക്കുന്ന ഡേറ്റ് ആണ്, അത് ഏത് ഡേറ്റും ആകാം. അത് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തതിന് ബുദ്ധിമുട്ടുമില്ല. കാരണം ഡോക്യുമെൻ്റ് ഡേറ്റ് സിസ്റ്റം വെരിഫൈ ചെയ്യുന്നില്ല. നിങ്ങൾക്കത് നമ്മുടെ പോസ്റ്റിംഗ് പീരീഡുമായിട്ട് ഈ ഡോക്യുമെൻ്റ് ഡേറ്റിന് കണക്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് റിയൽ ഡോക്യുമെൻറ്റിൻ്റെ ഡേറ്റ് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ കഴിഞ്ഞ മാസത്തെ ഡോക്യുമെൻ്റ് ആണ്, പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴാണ് ആ ഡോക്യുമെൻ്റ് നിങ്ങൾക്കത് കൺഫേം ആയി കിട്ടിയത്. അപ്പോൾ ഇപ്പോഴാണ് നിങ്ങളിത് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഡോക്യുമെൻ്റ് ഡേറ്റ് ലാസ്റ്റ് എന്താ പറയുക മന്തിലെ ഡേറ്റ് ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ആണെങ്കിൽ ഞങ്ങളുടെ 16 ഇത് ജൂണിൻ്റെ ഡോക്യുമെൻ്റ് ആണ്. എക്സാമ്പിൾ പറയാൻ 1 ജൂണിൻ്റെ ഡോക്യുമെൻ്റ് ആണെങ്കിൽ ഇവിടെ കലണ്ടർ ഓപ്പൺ ചെയ്താൽ മതി. കലണ്ടർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ ജൂണിലേക്ക് പോയി 1 ജൂൺ എടുത്തു. അപ്പോൾ ഡോക്യുമെൻ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1 ജൂൺ ആണ്. പക്ഷേ ഞാനിതിവിടെ എൻ്റർ ചെയ്യുന്നത് ചിലപ്പോൾ 1 ജൂലൈ ആയിരിക്കും. കാരണം ഇവിടെ എൻ്റർ ചെയ്യുമ്പോൾ പോസ്റ്റിംഗ് ഡേറ്റ് എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് ആ ഡോക്യുമെൻ്റ് എൻ്റർ ചെയ്യുന്നത് ഏത് പീരീഡിലാണ്. അപ്പം നമ്മളിവിടെ ക്ലോസിംഗ് പീരീഡ് എന്നൊരു കോൺസെപ്റ്റ് നമ്മളത് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അവിടെ നമ്മൾ പറഞ്ഞു നമ്മളിവിടെ ഒരു പീരീഡിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. TT01 ആയിരിക്കണം കമ്പനി കോഡ്, അല്ലെങ്കിൽ TT00 ആണെന്ന് അറിയില്ല. ചെക്ക് ചെയ്തോട്ടെ. TT00 ആണ്. TT00 പറയുന്നത് പീരീഡ് 4th ആണ് നമ്മൾ ഓപ്പൺ ചെയ്തേക്കുന്നത്. ഫ്രമിലും ടൂലും പീരീഡ് 4th ആണ്. 2025 4th. നമ്മുടെ കമ്പനി കോഡ് V3 ആയിരിക്കും ഉപയോഗിക്കുക. നമുക്കതുകൂടെ ഒന്ന് നോക്കാം. OBY6 എടുത്താൽ മതി. OBY6 എടുത്താൽ നിങ്ങളുടെ കമ്പനി കോഡ് ഉപയോഗിക്കുന്ന പോസ്റ്റിംഗ് പീരീഡ് വേരിയൻറ്റും ഫിസിക്കൽ വേരിയൻറ്റും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇവിടെ TT01 ഇതൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്ത് ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കണം, ഇതൊക്കെ ഇങ്ങനെ തന്നെയാണോ എന്നുള്ളത്. അപ്പം നിങ്ങളിവിടെ ഉപയോഗിക്കുന്നത് V3 എന്ന ഫിസിക്കൽ വേരിയൻ്റ് ആണ്. V3 എന്ന് പറയുമ്പോൾ ഏപ്രിലാണ് 1st മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 4th എടുത്തുമ്പോൾ ജൂലൈ ആണിപ്പോൾ നിങ്ങൾക്ക്
ഓപ്പൺഡ് പീരീഡ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ജൂലൈയിൽ മാത്രമേ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ജൂണിൽ ചെയ്യണമെങ്കിൽ സിസ്റ്റം എനിക്ക് പെർമിഷൻ തരില്ല. ഇപ്പോൾ ഞാനിവിടെ ജൂൺ തന്നെയാണ് എടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ സാമ്പിളായിട്ട് ജൂൺ എന്ന് എടുക്കാം. ഞാൻ ജൂൺ 30 എടുത്തു. എൻ്റർ കൊടുക്കുമ്പോൾ സിസ്റ്റം പറയും പീരീഡ് 3/2025 ഈസ് നോട്ട് ഓപ്പൺ ഫോർ വേരിയൻറ്റ് TT00 അറ്റ് അക്കൗണ്ട് ടൈപ്പ് പ്ലസ്. അത് ഓപ്പൺ അല്ല എന്നാണ് വാണിംഗ് വരുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അതിനെ വേണമെങ്കിൽ നെക്സ്റ്റ് ഡേയിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും. ജൂലൈ 1 എനിക്കത് പോസ്റ്റ് ചെയ്യും. അപ്പോൾ സിസ്റ്റം അതിന് വാണിംഗ് ഇല്ല, മീൻസ് തന്നെ ഓവർകം ചെയ്തു. ആ ഒരു വാണിങ്ങിനെ സിസ്റ്റം ഓവർ റൈഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഇതാണ് ഈ 2 ഡേറ്റുകൾ. ഡോക്യുമെൻ്റ് ഡേറ്റ് മീൻസ് ആക്ച്വൽ ഡോക്യുമെൻ്റ് ഡേറ്റ് ആണ്. പോസ്റ്റ് ഡേറ്റ് മീൻസ് നിങ്ങളുടെ കമ്പനിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ അതെന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റും ആ ഡേറ്റ് ആണ്. അത് നിങ്ങളുടെ ഓപ്പൺഡ് ക്ലോസ്ഡ് പോസ്റ്റിംഗ് പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ജൂൺ മന്ത് നിങ്ങൾ ഓൾറെഡി ക്ലോസ് ചെയ്തു, അവിടെ ഓൾറെഡി നിങ്ങൾ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇനി ഡോക്യുമെൻറ്റ് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിന് എന്ത് ചെയ്യണം, നെക്സ്റ്റ് പീരീഡിൽ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ആകുമ്പം അതിൻ്റെ നെക്സ്റ്റ് പീരീഡിൻ്റെ ഫസ്റ്റ് ഡേ ആണ് പ്രാക്ടിക്കലി നമ്മൾ എടുക്കുക. ഞാൻ 7th 1 എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം ഞാൻ റിയൽ ഡോക്യുമെൻറ്റിൻ്റെ ഡേറ്റ് തന്ന് നോക്കി എടുക്കണം. ഇവിടെ ഡേറ്റ് ഇല്ലാന്ന് തോന്നുന്നു അല്ലേ, ഡേറ്റ് തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡേറ്റുകൾ ഞാൻ ആഡ് ചെയ്തേക്കാം, ഡേറ്റിൻ്റെ കോളം കൂടി ഇട്ടേക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഡേറ്റിൻ്റെ ഒരു കോൺസെപ്റ്റ് പറയുന്നത്. പിന്നെ കറൻസിൻ്റെ കേസ് ഞാൻ ഇന്നലെ പറഞ്ഞു. കറൻസി നിങ്ങൾക്ക് ഏത് കറൻസി വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എത്രയാണ് അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പീസിലായിരിക്കും പറഞ്ഞിട്ട് INR ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, INR നിങ്ങൾക്ക് ഇവിടെ ഇത്രയും എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കറൻസി INR എന്ന് കൊടുക്കുക. ഇത് ഓൾവൈസ് നമ്മുടെ കമ്പനി കോഡ് കറൻസി ആയിരിക്കും ഇവിടെ കാണിക്കുക. നിങ്ങൾക്കത് പക്ഷേ ഏത് കറൻസിയിലേക്ക് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാം. അപ്പം നിങ്ങളുടെ ഒരു ഇൻവോയ്സ് വന്നിരിക്കുന്നത് USD ആണ്, നിങ്ങൾക്ക് USD കൺവേർട്ട് ചെയ്യാം. അത് നിങ്ങളുടെ കമ്പനിയിൽ അത് ഡിഫൈൻ ചെയ്ത് വെക്കണമെന്നില്ല. കറൻസി എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മുടെ ക്ലയൻറ്റ് ലെവലിൽ ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ കമ്പനി കോഡ് ലെവലിൽ ഉണ്ടായാൽ മതി. അത് സിസ്റ്റം അത് ആക്സെപ്റ്റ് ചെയ്തോളും. കാരണം അത് നമ്മളൊരു പർട്ടിക്കുലർ കമ്പനിക്ക് അസൈൻ ചെയ്യുന്നിട്ടില്ല കറൻസികൾ എന്ന് പറയുന്ന ടൈപ്പ്. ഡോക്യുമെൻ്റ് കറൻസി നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. സിംപ്ലി അത്ര ഓർത്തിരിക്കുക. ഡോക്യുമെൻ്റ് കറൻസി ക്യാൻ ബി എനി എന്നുള്ള കോൺസെപ്റ്റ് ഓർത്തിരിക്കുക. റെഫറൻസിൽ നമുക്ക് എന്തെങ്കിലും ഡോക്യുമെൻ്റ് റെഫറൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ റെഫറൻസ് തന്നിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സ് ക്യാപിറ്റൽ 001 എന്നൊരു ഒരു റെഫറൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ റെഫറൻസ് തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഹെഡർ ടെക്സ്റ്റിൽ ഇവിടെ നമുക്ക് മാക്സിമം 25 ക്യാരക്ടേഴ്സ് വരെ പെർമിഷൻ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കുള്ള ഈ ഒരു ടെക്സ്റ്റിന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, മിനിമൈസ് ചെയ്തിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്യാപിറ്റൽ ടാറ്റ സൺ. ഇത്രയും ഡീറ്റെയിൽസ് മാത്രം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഫസ്റ്റ് കോൾ ആണെന്നോ അല്ലെങ്കിൽ അത് എന്താ പറയുക, അത് ഏത് ടൈപ്പ് ക്യാപിറ്റലാണ് എന്നുള്ള ഇൻഫർമേഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കും. ഇപ്പോൾ തൽക്കാലം ഇത്ര ഇൻഫർമേഷനേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ തൽക്കാലം ക്യാപിറ്റൽ ടാറ്റ സൺ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഇൻഫർമേഷനാണ് ഹെഡറിൽ നമ്മൾ കൊടുക്കേണ്ടത്. അതായത് ഡോക്യുമെൻ്റ് ഡേറ്റ് വേണം. ഞാൻ ഇന്നലെ ഓൾറെഡി പറഞ്ഞതുപോലെ ടാബ് കീയിൽ വേണം നമ്മളത് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഫ്രണ്ടിലേക്ക് നാവിഗേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി ടാബ് കീയും, പുറകോട്ട് പോകണമെങ്കിൽ ഷിഫ്റ്റ് ടാബും കൊടുത്താൽ മതി തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ടാബ് കീ, തിരിച്ചു വരാൻ വേണ്ടി ഷിഫ്റ്റ് ടാബ്. എൻ്റർ കീ എന്ന് പറയുമ്പോൾ വാലിഡേഷൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എൻ്റർ കീ ഉപയോഗിക്കാൻ SAP നോർമലി പ്രൊമോട്ട് ചെയ്യുന്നില്ല. നോർമലി നിങ്ങൾ പ്രാക്ടിക്കലി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ടാബ് കീ തന്നെ ഉപയോഗിച്ച് ശീലിക്കണം. ഓക്കെ, ഇത്രയും ഇൻഫർമേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടേക്ക് വരാം, താഴെ GL അക്കൗണ്ടിൻ്റെ ലൈൻ ഐറ്റത്തിലേക്ക് അല്ലെങ്കിൽ ഈ ലൈൻ ഐറ്റം ഇൻഫർമേഷനിലേക്ക് വരാം. ഈ ലൈൻ ഐറ്റം ഇൻഫർമേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ 999 999 ലൈൻ ഐറ്റങ്ങൾ തന്നിട്ടുണ്ടാവും. നോർമലി നമ്മുടെ ഈ എൻജോയ് സ്ക്രീനിൽ ഇത്രയും ലൈൻ ഐറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എക്സൽ പോലെ തന്നെ ഓൾമോസ്റ്റ് അത് എക്സലിൻ്റെ ഒരു സിമിലർ തന്നെയാണ് ഈ ഫോമിൻ്റെ ഇത് വന്നിട്ടുണ്ട്. നിങ്ങൾ എക്സൽ ടേബിൾ ക്രിയേറ്റ് ചെയ്ത പോലെയുണ്ട്. ഏകദേശം അതിൻ്റെ ആ എക്സലിൻ്റെ എല്ലാ രീതികളും ഇവിടെ ഉണ്ട്. കുറേ കാര്യങ്ങൾ ആ എക്സലിൻ്റെ രീതിയിൽ തന്നെയാണ് ചെയ്തത്. ഒരു ടേബിൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഫസ്റ്റ് ചോദിക്കുന്നത് GL അക്കൗണ്ടാണ്. GL അക്കൗണ്ട് നമ്മളോട് ഇപ്പോൾ ചെയ്യാൻ പറഞ്ഞത് ട്രാൻസാക്ഷൻ ഇതാണ്. ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത എൻട്രിയാണ്. അത് ക്യാഷായിട്ടാണ് കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡെബിറ്റ് ചെയ്യേണ്ടത് ക്യാഷിനെയും ക്രെഡിറ്റ് ചെയ്യേണ്ടത് ക്യാപിറ്റലിനെയാണ്.
നമുക്ക് അക്കൗണ്ട് നമ്പർ അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സെർച്ച് കൊടുക്കാൻ പറ്റും. സെർച്ച് കൊടുക്കുമ്പോൾ നമുക്ക് പല രീതിയിൽ സെർച്ച് ചെയ്യാം. ഒന്നുകിൽ ഈ നമ്പർ അറിയാമെങ്കിൽ, ആ പാറ്റേൺ അറിയാമെങ്കിൽ ആ പാറ്റേണിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം 1 എന്ന് കൊടുത്താൽ ഈ 1 സീരീസിലുള്ള എല്ലാ അക്കൗണ്ടുകളും ലിസ്റ്റ് ചെയ്യും. ഇനി 2 എന്ന് കൊടുത്താൽ 2 സീരീസിലുള്ള എല്ലാ അക്കൗണ്ടും ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അതിന് അല്ലെങ്കിൽ നമുക്കിവിടെ സെർച്ച് കൊടുത്താലും മതി. ഇവിടെ സെർച്ച് ബട്ടൺ എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സെർച്ച് കൊടുക്കുമ്പോഴും നിങ്ങൾക്ക് ഇതുപോലെ അക്കൗണ്ട് ലിസ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഇത് നിങ്ങളുടെ കമ്പനി കോഡിനുള്ളിൽ സെർച്ച് ചെയ്യാൻ വേണ്ടി നോക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് പല രീതിയിൽ സെർച്ച് ചെയ്യേണ്ട ഓപ്ഷൻ ഇതിന് ഈ സെർച്ച് ബാറിൻ്റെ അല്ലെങ്കിൽ സെർച്ച് മെസ്സേജിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പല രീതിയിൽ സെർച്ച് ചെയ്യേണ്ട ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു രീതി എടുക്കുക. അപ്പോൾ അവിടെ എപ്പോഴും ഈ കമ്പനി കോഡ് അല്ലെങ്കിൽ ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്ന വാല്യൂ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇല്ലെങ്കിൽ ഈ ലിസ്റ്റ് ക്ലയൻറ്റ് ലെവൽ സെർച്ച് ആയി പോകും. അപ്പോൾ ക്ലയൻറ്റ് ലെവൽ സെർച്ച് എന്ന് പറയുമ്പോൾ സാമ്പിൾ കമ്പനി ആയതുകൊണ്ട് ഒരുപാട് അക്കൗണ്ട് ലിസ്റ്റ് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമ്പനി കോഡ് ലെവൽ സെർച്ച് ചെയ്തതായിട്ടൊന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ വേണ്ടത് ക്യാഷ് അക്കൗണ്ടാണ്. ക്യാഷ് അക്കൗണ്ട് ഫസ്റ്റ് ഇതാ ക്യാഷ് ഇൻ ഹാൻഡ് ഇവിടെയുണ്ട്. ഞാൻ അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. 1000000. ടാബ് കൊടുക്കുമ്പോൾ ഈ ഷോർട്ട് ടെക്സ്റ്റിൽ നോർമലി കേസർ പോകില്ല. കാരണം ഷോർട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്രോസൺ കോളമാണ് നമ്മളെല്ലാം അവിടെ വാല്യൂ ചെയ്യുന്നത്. ഫ്രോസൺ കോളെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വാല്യൂ വരികയോ ചെയ്യുക. കാരണം നറേഷനാണ് അല്ലെങ്കിൽ ടെക്സ്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. ജിമെയിൽ അക്കൗണ്ട് ഡിസ്ക്രിപ്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇനി ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ അത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഡെബിറ്റ് ലൈനായിട്ടാണ്. അപ്പോൾ ഞാൻ ഡെബിറ്റ് സെലക്ട് ചെയ്തു. എമൗണ്ട് ഇൻ ഡോക്യുമെൻ്റ് കറൻസി ഞാനിവിടെ നിന്ന് കറൻസി എമൗണ്ട് എടുത്തിട്ടുണ്ട്. കറൻസി എമൗണ്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ സെപ്പറേറ്റേഴ്സ് ഇടരുത്. സെപ്പറേറ്റർ സിസ്റ്റം നോർമലി പെർമിറ്റ് ചെയ്യുന്നില്ല. സെപ്പറേറ്റർ ഇല്ലാതെ നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ടാബ് കൊടുക്കുക, ടാബ് കൊടുക്കുക, ടാബ് കൊടുക്കുക. സെപ്പറേറ്റർ ഇത് ഈ സെപ്പറേറ്റർ മീൻസ് സിസ്റ്റത്തിൻ്റെ സെപ്പറേറ്റർ നമ്മുടെ ഈ സെർവറിൻ്റെ സെപ്പറേറ്റർ തമ്മിൽ ക്ലാഷ് ആവും. പിന്നെ SAPക്ക് സെപ്പറേറ്ററിൻ്റെ കേസിൽ ഡെസിമലിന് കോമയും കോമ ഉപയോഗിക്കുന്ന ഡെസിമൽ ഉപയോഗിക്കും. ഉപയോഗിക്കുന്ന സിസ്റ്റം മാറ്റമുണ്ട്. അപ്പോൾ അത് സിസ്റ്റം രണ്ടും കൂടി ആകുമ്പോൾ ക്ലാഷ് ആവും. ഓട്ടോമാറ്റിക് ഞാനിപ്പോൾ എൻ്റർ കീ കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് അത് ആക്സെപ്റ്റ് ചെയ്തോളും. നമ്മൾ എൻ്റർ കീ കൊടുത്ത് ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പം അത് സിസ്റ്റം ഓട്ടോമാറ്റിക് എടുത്തോളും. ഓക്കെ, ഞാൻ ടെക്സ്റ്റ് കൂടെ കൊടുത്തിട്ട് അത് എൻ്റർ കീ കൊടുത്ത് കാണിക്കാം. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് കൂടെ ഫില്ല് ചെയ്യുന്നുണ്ട്. നമുക്ക് ടാബ് തന്നെ കൊടുത്തിട്ട് ടെക്സ്റ്റ് കീ കൂടെ ഒന്ന് കൊടുക്കാം. അപ്പോൾ ഇത്രയായപ്പോൾ എൻ്റെ ഫസ്റ്റ് ലൈൻ കംപ്ലീറ്റ് ആയി. ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റർ കീ കൊടുക്കുന്നുണ്ടേ. ഇവിടെ എന്തോ ഒരു വാണിംഗ് ഉണ്ട്. അതായത് എൻട്രി TT01 ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ ഇവിടെ ഒരു സംതിങ് നമ്മുടെ എവിടെയോ ഒരു കോൺഫിഗറേഷൻ സ്റ്റെപ്പ് മിസ്സിംഗ് ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കിയിട്ട് നമുക്കിത് കണ്ടിന്യൂ ചെയ്യണം. ഞാനിന്നലെ പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ അത് ഗൂഗിൾ ചെയ്ത് നോക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗ്ഗം. ഗൂഗിൾ ചെയ്യുമ്പോൾ നമുക്ക് SAP കമ്മ്യൂണിറ്റി കിട്ടും. ഡോക്യുമെൻ്റ് സ്പ്ലിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വാണിംഗ് ആണിത്. വാണിംഗ് ആദ്യം നോക്കട്ടെ. വായിസ്
ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൻ്റെ ഒരു വാണിംഗ് ആയിട്ടാണ് വരുന്നത്. ഇത് ആക്ച്വലി ആ അതെ ഇതെന്താ വെച്ചാൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത് ഓൾറെഡി ഉള്ളൊരു ചാർട്ട് ഓഫ് അക്കൗണ്ട്സാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതെ അതിലേക്ക് ആ കമ്പനിയിലേക്ക് അത് കോപ്പി ആയിട്ടില്ല. അപ്പോൾ അതാണ് സിസ്റ്റം വാങ്ങി തരുന്നത്. അപ്പോൾ കോപ്പി ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്. നമുക്ക് ജസ്റ്റ് കോപ്പി ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇത് ഈ കോപ്പി എന്ന ഓപ്ഷൻ, നമുക്ക് ഏത് ജി എൽ അക്കൗണ്ടാണോ സെലക്ട് ചെയ്യേണ്ടത് ആ ജി എൽ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഈ TT00 അല്ലേ ഇത് കിടക്കുന്നത് ഇപ്പോൾ. അപ്പം എനിക്ക് TT01 കൂടെ വേണം. കാരണം TT000 ഓൾറെഡി ഞാൻ മുമ്പ് ഈ സർവർ റെൻ്റിനെടുത്ത സമയത്ത് ഞാൻ അന്ന് ചെയ്ത് നോക്കിയ ഒരു സാമ്പിൾ കമ്പനിയാണ്. അപ്പം അതിനകത്ത് ഉള്ള ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഞാൻ ഓൾറെഡി അഡോപ്റ്റ് ചെയ്തുകൊണ്ട് അതിലുള്ള അക്കൗണ്ടുകളാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പം എന്ത് സിമ്പിൾ കോപ്പി എടുക്കാൻ വേണ്ടി നമുക്ക് രണ്ടാമത് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ TT00 കമ്പനി ഓപ്പൺ ചെയ്തിട്ട് ആ ജി എൽ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമുക്ക് അഞ്ചാമത്തെ ഓപ്ഷൻ ഇവിടെ കോപ്പി ആസ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ കോപ്പി എന്ന ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ കമ്പനി കോഡ് സിമ്പിളി ഒന്ന് മാറ്റി കൊടുക്കുക, 01 എന്ന് കൊടുക്കുക. അതായത് മുകളിൽ റെഫറൻസ് കമ്പനിയിൽ റെഫറൻസ് ജി എൽ അക്കൗണ്ടും റെഫറൻസ് കമ്പനി കോഡ് ഇവിടെയുണ്ട്. ഇവിടെ ജി എൽ അക്കൗണ്ട് നമ്പർ നമ്മൾ മാറ്റുന്നില്ല, കാരണം സെയിം അക്കൗണ്ട് നമ്പർ രണ്ടാമത്തെ കമ്പനിയിലേക്ക് കൂടെ നമ്മൾ കോപ്പി അഡോപ്റ്റ് ചെയ്യുന്നത് മാത്രമേ, അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സെലക്ട് ചെയ്യാം. ഇത് ഒന്ന് സേവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സേവ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിവിടെ വന്നിട്ടുണ്ട്, ഈ ഒരു ഗ്രൂപ്പിനകത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം, കമ്പനി ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം. TT01 അവിടെ ഗ്രൂപ്പുകൾ തമ്മിൽ ചെറിയ ക്ലാഷ് ആകുന്നുണ്ട്. കാരണം മുമ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ആരും ഡിലീറ്റ് ചെയ്ത് മാറ്റി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്ലാഷ് ആകുന്നത്. അപ്പോൾ ഇനി അത് വാണിംഗ് വരാൻ സാധ്യതയില്ല. അതുപോലെ ഇക്വിറ്റീൻ്റെ കേസും ഇക്വിറ്റി ഇവിടെ ഉണ്ട്. അത് TT00 ഉണ്ടോ എന്ന് നോക്കട്ടെ. അപ്പോൾ എനിക്കത് ഇഷ്യൂ ഇനിയിപ്പോൾ ഞാൻ ത്രൂ ഔട്ട് ഫേസ് ചെയ്യേണ്ടി വരും, കാരണം അത് ആ അക്കൗണ്ട് എടുത്തത് കൊണ്ടാണ്. ഇക്വിറ്റി കോമൺ സ്റ്റോക്ക് കോപ്പി TT01 ഓൾറെഡി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഇഷ്യൂ ഇല്ല. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഈ ഗ്രൂപ്പ് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത്. കാരണം ഇതൊരു ഈ ഗ്രൂപ്പ് ഡിലീറ്റ് ആയിപ്പോയി. അതൊരു ടെക്നിക്കൽ ഇഷ്യൂ ആണ് അതിൻ്റെ. ഞാനത് ആ ചാർട്ട് ഓഫ് അക്കൗണ്ട് അതിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തുകൊണ്ട് പറ്റിയതാണ്. ഓക്കെ, ഇനി അത് ഞാൻ പിന്നീട് ബാക്ക് എൻഡ് കറക്റ്റ് ചെയ്തോളാം. ഓക്കെ, നമുക്കിനി ഒന്നുകൂടെ ട്രാൻസാക്ഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ടോളറൻസ് ഗ്രൂപ്പ് നമ്മളിപ്പോൾ ചെയ്ത സ്റ്റെപ്പിൽ ചില കാര്യങ്ങൾ മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് നോ എമൗണ്ട് ടോളറൻസ് റേഞ്ച് എൻറ്റേർഡ് ഇൻ കമ്പനി കോഡ് TT01 എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ചെയ്തതിനകത്ത് വന്ന ഒന്ന് രണ്ട് എന്താ പറയുക കോൺഫിഗറേഷൻ മിസ്സിങ് ആയ കേസുകളാണ് പറയുന്നത്. അപ്പം ടോളറൻസ് ഗ്രൂപ്പിൻ്റെ കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് നിർബന്ധമായും ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ജി എൽ അക്കൗണ്ട് ലെവലിൽ ടോളറൻസ് ഗ്രൂപ്പ് വേണ്ടതാണ്. അപ്പോൾ ടോളറൻസ് ഗ്രൂപ്പ് കൂടെ എനിക്കിപ്പോൾ പാരലൽ ചെയ്താലേ പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ടോളറൻസ് ഗ്രൂപ്പ് ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? SIMGയിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ജനറൽ ലെഡ്ജർ അക്കൗണ്ടിങ്, ബിസിനസ് ട്രാൻസാക്ഷൻസ്, അവിടെ ഓപ്പൺ ഐറ്റം ക്ലിയറിംഗ്, ക്ലിയറിംഗ് ഡിഫറൻസസ്, ഡിഫൈൻ ടോളറൻസ് ഫോർ GL അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യണം ഫസ്റ്റ്. TT01 ഇല്ല, TT01 ഇല്ല. അപ്പോൾ ജസ്റ്റ് ഒരു ടോളറൻസ് വേണം. കമ്പനി കോഡ് TT01, ടോളറൻസ് ഗ്രൂപ്പ് ഫോർ TT01. എമൗണ്ട് ഞാൻ 500 ഡെബിറ്റും ക്രെഡിറ്റും 500 കൊടുത്തിട്ട് സേവ് ചെയ്യുന്നുണ്ട്. അത് എംപ്ലോയി ലെവലും വേണ്ടി വരും. രണ്ട് ടോളറൻസും വേണം. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. അത് ഞാനത് പുതിയ സെർവറിലേക്ക് കോൺഫിഗർ ചെയ്തപ്പോൾ എൻ്റെ ആ കോൺഫിഗറേഷൻ മിസ്സായതാണ്. അപ്പോൾ ഞാൻ ടോളറൻസ് ഗ്രൂപ്പ് ഫോർ അതും ചെയ്യുന്നുണ്ട്. അപ്പം ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ ഈ ഒരു സെറ്റിങ്ങും എനിക്ക് ആവശ്യമുണ്ട്. ഞാനിവിടെ TT01 കൊടുത്തിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സ് ലാർജ് എമൗണ്ടാണ് നമ്മൾ GL അക്കൗണ്ട് ലെവലിൽ കൊടുക്കുന്നത്.
ഇവിടെ നമ്മൾ ഡെബിറ്റ് ക്രെഡിറ്റ് പോസ്റ്റിങ്ങിനുള്ള ഡിഫറൻസ് കൊടുത്തിട്ട് അത് ഞാൻ സേവ് ചെയ്തു. ഓക്കെ, അപ്പം ആ ഒരു മിസ്സിംഗ് വാർണിങ്ങിൻ്റെ കേസ് അതും ക്ലിയർ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കതിനിപ്പോൾ അത് ഓവർ റൈഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഓക്കെ, സിസ്റ്റം അത് ആക്സെപ്റ്റ്. അപ്പോൾ ഈ 2 ഇഷ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്, ടോളറൻസിൻ്റെ വാർണിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പിൻ്റെ വാർണിങ്ങും. ഡോക്യുമെൻറ്റിലേക്ക് ഒന്നും കൂടെ പോകാം. യെസ്, അതെ അതെ. ഇല്ല, ഞാനിവിടെ ചെയ്തിട്ടില്ല. ഞാൻ ഒരു ലൈനേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് അടുത്ത ലൈൻ കൂടെ എൻ്റർ ചെയ്യാനുണ്ട്. ഇത് പോസ്റ്റിങ്ങിൻ്റെ ഡിഫറൻസ് പെർമിഷൻ കൊടുത്തേക്കുന്നല്ല പറയുക. ടോളറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ നമ്മളിപ്പോൾ എക്സാമ്പിൾ ചെയ്യുന്ന ഒരു 10,000 ഒരു പാർട്ടിക്ക് ഞാൻ കൊടുക്കാനുണ്ട്. 10,000 രൂപ എനിക്ക് ഓൾറെഡി കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ 9,800 ഞാൻ പേ ചെയ്തു. ഓൾറെഡി പേയബിൾ ബാലൻസ് 10,000 ആണ്. ഞാൻ 9,800 പേ ചെയ്തു. 200 ഡിഫറൻസ് ഉണ്ട്. അപ്പം ആ ട്രാൻസാക്ഷൻ ഡെബിറ്റ് ക്രെഡിറ്റ് വ്യത്യാസം വന്നിട്ടില്ല. അതായത് ട്രാൻസാക്ഷൻ വരുമ്പം 9,800 ഡെബിറ്റിലും ക്രെഡിറ്റിലും ഈക്വൽ എമൗണ്ടാണ് വരുന്നത്. എക്സാമ്പിൾ പറയാം, എന്താന്നൊക്കെ പറയാം, റെൻറ്റ് 10,000, ക്രെഡിറ്റ് റെൻറ്റ് പേയബിൾ 10,000. അപ്പം ഇതായിരുന്നു റെൻറ്റ് പേയബിൾ ആക്ച്വലി ഉള്ളത് 10,000 ആണ്. ഈ ലൈൻ ഐറ്റത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. റെൻറ്റ് പേയബിൾ ഇപ്പോൾ ഓൾറെഡി ഞാൻ കൊടുക്കാനുള്ള 10,000 ആണ്. പക്ഷേ ഞാൻ റെൻറ്റ് പേയബിൾ പേ ഓഫ് ചെയ്യുന്ന സമയത്ത് ഞാനത് ക്യാഷായിട്ട് കൊടുക്കുന്ന എമൗണ്ട് 9,800 ഉള്ളൂ. അതായത് ട്രാൻസാക്ഷൻ ഇങ്ങനെ വരും, ഡെബിറ്റ് റെൻറ്റ് പേയബിൾ 9,800, ക്രെഡിറ്റ് ബാങ്ക് 9,800. അപ്പോൾ ഓൾറെഡി കൊടുക്കാനുള്ള ബാലൻസ് 10,000 ആയിരുന്നു. ഞാൻ കൊടുക്കുന്നത് 9,800 ഉള്ളൂ. 200 മേ ബി ഒരു ഡിസ്കൗണ്ട് ആകാം. അത് കാരണം ഇത് ചെയ്ത് ചിലപ്പോൾ എംപ്ലോയി 1 ആയിരിക്കും. എംപ്ലോയി 1 ആണ് ഇതിൻ്റെ യൂസർ. ഇത് ബാക്ക് ഓഫീസ് അക്കൗണ്ടിൻ്റെ ഭാഗമായിട്ട് ചെയ്ത ട്രാൻസാക്ഷനാണ്. എംപ്ലോയി 1 ആണ്. ഇത് എംപ്ലോയി 10 ആണ് ഇതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യുന്ന എംപ്ലോയി. അപ്പോൾ ഈ എംപ്ലോയി 10നോട് നമ്മൾക്ക് കൊടുത്ത ഇൻസ്ട്രക്ഷൻ ഈ റെൻറ്റ് പേയബിൾ 9,800 ചെക്ക് ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് അതിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ചെക്ക് ചെയ്യാൻ പറഞ്ഞില്ല അയാളോട്. അയാളുടെ പറഞ്ഞത് അയാൾക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ, യൂസർ എന്ന രീതി അയാൾക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ ഇതാണ്, 9,800 ചെക്ക് ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റം ഇവിടെ ചെക്ക് ചെയ്യുന്നത് ഈ 9,800 എൻട്രി വരുമ്പോൾ സിസ്റ്റം ചെക്ക് ചെയ്യുക ഇവിടെ എത്ര ഓപ്പൺ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റം നോക്കുമ്പോൾ 10,000 ബാലൻസ് ഉണ്ട്. അപ്പോൾ സിസ്റ്റം അടുത്ത പ്രൊസീജിയർ ചെക്ക് ചെയ്യുന്നത് അതിൻ്റെ ടോളറൻസ് എത്രയുണ്ട്. അപ്പോൾ സിസ്റ്റം നോക്കുമ്പോൾ 500 ടോളറൻസ് കൊടുത്തിട്ടുണ്ട്, 500. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും, ഇതിൻ്റെ കൂടെ ഒരു പാരലൽ ഒരു എൻട്രി കൂടെ ഇടും. 200 നമ്മളിനി പേ ചെയ്യാൻ പോകുന്നില്ല, കാരണം അത് ഡിസ്കൗണ്ട് ആണ് എന്ന് സിസ്റ്റം അസ്യൂം ചെയ്തിട്ട് സിസ്റ്റം അതിൻ്റെ കൂടെ പാരലി ഈ ഓപ്പൺ ഐറ്റം ക്ലിയർ ചെയ്യാൻ ഒരു എൻട്രി കൂടി ഇട്ട് വെക്കും. ആ എൻട്രി ഇങ്ങനെ വരും, പാരലി പോകുന്ന എൻട്രി. ഈ 200ൻ്റെ ഒരു ഡെബിറ്റ് ലൈൻ ഐറ്റവും ഡിസ്കൗണ്ട് ക്ലിയറിംഗ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ടാവും, ക്ലിയറിംഗ് 200. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്ത് ഈ പേയബിളിനെ റൈറ്റ് ഓഫ് ചെയ്യും. ഈ ഓട്ടോമാറ്റിക് എൻട്രി ഇടുമ്പോൾ അത് എത്ര വരെ ഇടണമെന്നാണ് നമ്മൾ നമ്മുടെ ഈ പേയ്മെൻറ്റ് ഡിഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് സിസ്റ്റം 500 രൂപ വരെ വരുന്ന ഐറ്റംസ്, അല്ലെങ്കിൽ നമുക്ക് പെർസെൻറ്റേജിനും പറയാം, ഇത്ര ശതമാനം വരെയുള്ള ലൈൻ ഐറ്റത്തിൻ്റെ 1%, 2% ഒക്കെ നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ ഉള്ള പെർമിഷൻ സിസ്റ്റത്തിന് കൊടുക്കാൻ പറ്റും. അപ്പം ആ പെർമിഷൻ കൊടുക്കുമ്പോൾ തന്നെ യൂസർക്കുള്ള റൈറ്റ് കൂടെ നോക്കും. അപ്പോൾ യൂസർ അങ്ങനെ ഒരു ഡിസ്കൗണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ അയാൾക്കുള്ള ലിമിറ്റ് കൂടി. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. യൂസർക്ക് എത്ര വരെയുള്ള പേയ്മെൻറ്റ് ഡിഫറൻസസ്, ഇതാണ് പേയ്മെൻറ്റ് ഡിഫറൻസസ് എന്ന് പറയുന്നത്. 10,000 പേ ചെയ്യാനുണ്ടായിരുന്നു, നമ്മൾ 9,800 പേ ചെയ്തുള്ളൂ. ഇതാണ് ഡിഫറൻസസ് എന്ന് പറയുന്നത്. ആ ഡിഫറൻസ് എത്ര വരെ പെർമിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഈ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഈ ഒരു എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, ഇതാണ് എമൗണ്ട്.
നെക്സ്റ്റ് ക്രെഡിറ്റ് ലൈനും കൂടെ വേണം. അപ്പോൾ ക്രെഡിറ്റ് ലൈൻ എനിക്ക് വേണ്ടത് നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ഞാനിപ്പോൾ ക്യാപിറ്റൽ കോമൺ സ്റ്റോക്ക് അക്കൗണ്ട് എടുത്തു, ക്രെഡിറ്റ് ലൈൻ കൊടുത്തു. ഇവിടെ ഞാനിവിടെ സ്റ്റാർ കീ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ ബാലൻസ് ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം ഇത് ചെയ്തോളും, ബാലൻസ് ചെയ്തോളും. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ഫീൽഡ് പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം ഓട്ടോമാറ്റിക് അത് അവിടേക്ക് പോസ്റ്റ് ചെയ്തോളും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റും ഇവിടെയുള്ള ഈ എമൗണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ട്, താഴേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ നോർമലി പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ ടോപ്പിലുള്ള ഇൻഫർമേഷനിൽ ഡേറ്റുകൾ ഓൾറെഡി ഫ്രോസണായി, ഡേറ്റും കറൻസി ഓൾറെഡി ഫ്രോസണായി, റെഫറൻസ് കോളവും അതുപോലെ തന്നെ ഹെഡർ ടെക്സ്റ്റും ഓൾറെഡി ഓപ്പൺ ആണ്. ഇനി ഇവിടെ ടോട്ടൽ ഡെബിറ്റ് വാല്യൂ, ടോട്ടൽ ക്രെഡിറ്റ് വാല്യൂ, ഇവിടെ ഇത്രയും എമൗണ്ട് INR ഈക്വൽ ആയിട്ടുണ്ട്. ഈക്വൽ ആയതുകൊണ്ട് സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ട്, ബാലൻസ് ഈക്വൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈക്വൽ അല്ലെങ്കിലോ ബാലൻസ് നോട്ട് ഈക്വൽ എന്ന് വരും, ഇങ്ങനൊരു വാണിംഗ് വരും. ഇനി നിങ്ങൾ ബാലൻസ് എൻ്റർ ചെയ്തിട്ടുള്ള സിസ്റ്റം എമൗണ്ട് നോട്ട് എറ്റ് അല്ലെങ്കിൽ ബാലൻസ് നോട്ട് എറ്റ് ഡിറ്റർമൈൻ എന്ന് പറഞ്ഞൊരു മെസ്സേജ് കാണിക്കും. അത് ഒരു യെല്ലോ അലേർട്ട് ആയിരിക്കും. അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ റെഡ് ഒരു യെല്ലോ അലേർട്ട് ആയിരിക്കും. എൻ്റർ ചെയ്ത് കഴിഞ്ഞ് ബാലൻസ് മിസ്മാച്ച് ആണെങ്കിൽ റെഡ് അലേർട്ട് ആയിരിക്കും. ഇനി ബാലൻസ് ഈക്വൽ ആണെങ്കിൽ അത് ഗ്രീൻ ആയിരിക്കും. മീൻസ് അത് ബാലൻസിൻ്റെ കേസ് ചെക്ക് ചെയ്യും. ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും ഈക്വൽ ആണെങ്കിൽ സിസ്റ്റം എന്ത് ചെയ്യും, ഇത് ഇവിടെ ഒരു ഗ്രീൻ ഫ്ലാഗ് നിങ്ങൾക്ക് തരും, നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈൻ ഐറ്റത്തിൽ ഇൻഡിവിജ്വൽ ലൈൻ ഐറ്റവും ചെക്ക് ചെയ്യും. അപ്പോൾ ലൈൻ ഐറ്റം ഫസ്റ്റ് ലൈൻ ഐറ്റം ചെക്ക് ചെയ്തു എന്നുള്ളതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് കാണിച്ചിട്ടുണ്ടാകും, ലൈൻ ഐറ്റം ചെക്ക്ഡ്. അപ്പോൾ അവിടെ എറേഴ്സ് ഒന്നുമില്ല. മീൻസ് എറേഴ്സ് ഒന്നും ഇല്ല എന്ന് പറയുന്ന സിസ്റ്റം ഇതാ ചെക്ക് ചെയ്യുന്നത്. ആ ലൈൻ ഐറ്റത്തിൽ ലിക്വിഡായ എല്ലാ ഇൻഫർമേഷനും ഫില്ല് ചെയ്തിട്ടുണ്ടോ. അപ്പം ബേസിക് ഇൻഫർമേഷൻ ഇതൊക്കെയാണ് വേണ്ടത്. GL അക്കൗണ്ട് നമ്പർ വേണം, ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ ആ ഒരു ഇൻഡിക്കേറ്റർ വേണം, എമൗണ്ട് വേണം, ടെക്സ്റ്റ് വേണം. അപ്പോൾ ടെക്സ്റ്റ് നിങ്ങൾ റിക്കോർഡ് ആകണമെങ്കിൽ എവിടെ ചെയ്തിട്ടുണ്ടാകണം, നിങ്ങൾ ആ ഫീൽഡ് സ്റ്റാറ്റസ്, ഈ ഒരു GL അക്കൗണ്ടിൻ്റെ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പിനകത്ത് അതിൻ്റെ ഓപ്ഷൻ റെക്കോർഡ് എന്ന് കൊടുത്തിട്ടുണ്ടാണ്. ചിലപ്പോൾ അത് റെക്കോർഡ് ആയിരിക്കില്ല. റെക്കോർഡ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കാണിക്കാം. റെക്കോർഡ് ആണെങ്കിൽ നമുക്കിപ്പോൾ അത് വാല്യൂ ഇല്ലെങ്കിൽ അറിയാം. ഇല്ല, അത് റെക്കോർഡായിട്ട് കൊടുത്തിട്ടില്ല. റെക്കോർഡ് ആണെങ്കിൽ ഇപ്പോൾ അത് വാണിംഗ് വന്നേനെ. അപ്പം അത് നിങ്ങളുടെ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻറ്റിൽ റെക്കോർഡ് ഓപ്ഷണൽ അല്ലെങ്കിൽ ഡിസ്പ്ലേ എന്നൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നതനുസരിച്ചാണ് ഇത് ചെക്ക് ചെയ്യുമ്പോൾ ഈ റിസൾട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളിവിടെ റെക്കോർഡ് എന്ന് കൊടുത്ത ഫീൽഡുകളൊക്കെ റെക്കോർഡ് അല്ല എങ്കിൽ സിസ്റ്റം എന്ത് ചെയ്യും, അവിടെ വാണിംഗ് അത് ഇൻഫർമേഷൻ വന്നായിട്ട് അല്ലെങ്കിൽ ആ മിസ്സിംഗ് ആണെന്ന് നിങ്ങൾക്ക് കാണിക്കും. ഇപ്പോൾ ഡോക്യുമെൻ്റ് കറൻസിയും തൊട്ടടുത്ത് നിങ്ങൾക്ക് ലോക്കൽ കറൻസിയും കാണിച്ചിട്ടുണ്ടാവും. ഞാൻ ഇത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ലോക്കൽ കറൻസി എന്ന് പറയുന്നത് കമ്പനി കോഡ് കറൻസിനെയാണ് നിങ്ങൾക്ക് ലോക്കൽ കറൻസി എന്ന് വിളിക്കുക. ഇവിടെ നമ്മൾ കമ്പനി കോഡ് കറൻസി തന്നെ എൻ്റർ ചെയ്തുകൊണ്ട് ഇവിടെ വ്യത്യാസമൊന്നുമില്ല, സെയിം എമൗണ്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത് ഡിഫറെൻ്റ് എമൗണ്ട് ആയിരിക്കും. അതിൻ്റെ കൺവേർഷണൽ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വേറെ ഡോക്യുമെൻ്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ അത് കാണാൻ പറ്റും. പിന്നെയുള്ളത് ടെക്സ്റ്റാണ്. ഇവിടെ ഈ അസൈൻമെൻറ്റ് കോളം ബ്ലാങ്ക് ആണ്. കാരണം നിങ്ങളിത് കമ്പനി ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾ ഈ ഫീൽഡ് സ്റ്റാറ്റസ് എടുത്ത സമയത്ത് G001 എന്ന ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് ആയിരിക്കണം നിങ്ങളിത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. FS00 പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ GL അക്കൗണ്ടിൻ്റെ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്യാഷ് ഇൻ ഹാൻഡിൻ്റെ ഈ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് ഇതാണ്. ഇവിടെ നമ്മൾ ഇത് കൊടുത്ത് ഇതാണ് ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് എന്ന G001. ഇതാണ് നമ്മുടെ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ്. അവിടെ പറയുന്നത് വിത്ത് ടെക്സ്റ്റ് ആൻഡ് അസൈൻമെൻറ്റ് എന്നാണ് പറയുന്നത്. ഇനി എന്താണ് അതിൻ്റെ വാല്യൂ നമുക്കൊന്ന് നോക്കാം. ലെഡ്ജേഴ്സ് ഫീൽഡ് ഇവിടെയാണ് ഡിഫൈൻ ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻ്റ് തന്നെയാണ് നമുക്ക് ഈ വാല്യൂ കാണാൻ പറ്റും. അവിടെ നമ്മുടെ കമ്പനി കോഡും നമ്മൾ കൊടുത്ത ഫീൽഡ് സ്റ്റാറ്റസ് വേരിയൻ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യാൻ. 01 ആണ് കൊടുത്തതെന്ന് തോന്നുന്നു. 01 ഇല്ല, അപ്പം 00 ആയിരിക്കണം. TT00 ആണ്. ഈ TT00 എടുത്തിട്ട് ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് G001 ഇതാണിപ്പോൾ നമ്മൾ നമ്മുടെ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്ന GL അക്കൗണ്ട് ഡിഫൈൻ ചെയ്ത് G001 ആണ്. ഈ G001 നിങ്ങൾ എന്താണ് കോൺഫിഗർ ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഫീൽഡ് സ്റ്റാറ്റസ് എടുത്താൽ ജനറൽ ഡാറ്റയിൽ
അസൈൻമെൻറ്റ് നമ്പറും ടെക്സ്റ്റും ഓപ്ഷണൽ എൻട്രി ആണ്. അപ്പോൾ അതുകൊണ്ടാണ് സിസ്റ്റം അത് വേണമെന്ന് പറയാത്തത്. ശരിക്കും അത് റിക്വേർഡ് എൻട്രി ആയിരുന്നു വേണ്ടത്. പക്ഷേ ഇത് ഡെമോ കമ്പനികളായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മളത് ഓപ്ഷനിൽ കൊടുത്തു. അപ്പോൾ അത് ഓപ്ഷണൽ ആയതുകൊണ്ട് സിസ്റ്റം അത് ഓപ്ഷണലായിട്ടേ വരുള്ളൂ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ്, അസൈൻമെൻറ്റ് നമ്പറും ടെക്സ്റ്റുമാണ് നമുക്ക് നിർബന്ധമായി വേണ്ട. ബാക്കി എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും, സപ്രസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ കോമൺലി ഓപ്ഷനിലായിരിക്കും. അപ്പോൾ ഈ ഇൻഫർമേഷൻ ഒന്നുമില്ല, ബാക്കി നമുക്ക് റിക്വേർഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നുമില്ല. ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ എക്സാമ്പിൾ ഞാനിവിടെ ഇത് ടെക്സ്റ്റ് വാല്യൂ റിക്വേർഡ് എന്ന് കൊടുക്കുവാണെങ്കിൽ ഞാൻ അസൈൻമെൻറ്റ് നമ്പർ റിക്കോർഡ് കൊടുക്കുന്നില്ല, അത് ഓപ്ഷണൽ തന്നെയായിരിക്കും ഓൾവേസ്. ടെക്സ്റ്റ് വാല്യൂ ഞാൻ റിക്വേർഡ് എന്ന് കൊടുത്തിട്ട് ഞാനത് സേവ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്താണ് ചേഞ്ചസ് വരുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ വ്യത്യാസം വരാൻ പാടില്ല, കാരണം ഓൾറെഡി സിസ്റ്റം ലൈനായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ അടുത്ത തവണ തൊട്ട് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ സിസ്റ്റം അത് ചെക്ക് ചെയ്തേക്കാം. ഇവിടെ ഞാനൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം സിസ്റ്റം ചെക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ. ഇപ്പോൾ കാരണം ഓൾറെഡി വാലിഡേഷൻ കഴിഞ്ഞ് സിസ്റ്റം ടേബിൾ എടുത്തത് കൊണ്ട് സിസ്റ്റം ഇവിടെ ചെക്ക് ചെയ്യാം. അടുത്ത ട്രാൻസാക്ഷൻ തൊട്ട് ആ കോളവും റിക്വേർഡ് ആയിരിക്കും. അപ്പം ഇതാണ് ഈ ഒരു ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് അനുസരിച്ചാണ് നിങ്ങൾ ഈ ലൈൻ ഐറ്റത്തിൽ ചെക്ക് വരുമ്പോൾ അത് എറേഴ്സ് വരാൻ സാധ്യത. ഈ ലൈൻ ഐറ്റത്തിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾ ഉപയോഗിച്ച ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പിൻ്റെ കോൺഫിഗറേഷൻ അനുസരിച്ചാണ്. നിങ്ങൾ ഏതൊക്കെ റിക്വേർഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ ഓപ്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ ഡിസ്പ്ലേ എന്ന് കൊടുത്തതനുസരിച്ചാണ് ഈ ലൈൻ ഐറ്റം ഓക്കെ ആണോ അല്ലയോ എന്ന് സിസ്റ്റം പറയുക. ഇനി മറ്റൊരു കാര്യം, ഇവിടെ എന്തുകൊണ്ടാണ് ഈ അസൈൻമെൻറ്റിൽ വാല്യൂ ഒന്നും വരാത്തത്? അസൈൻമെൻറ്റ് വേണമെന്നാണ് പറയുന്നത്, പക്ഷേ അസൈൻമെൻറ്റിൽ എന്തുകൊണ്ടാണ് വാല്യൂ ഒന്നും വരാത്തത്? അത് ഞാൻ സേവ് ചെയ്തിട്ട് കാണിക്കും. അപ്പോൾ ഇത്രയാണ് ഒരു ഡോക്യുമെൻ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടത്. ഞാൻ ഈ ഡോക്യുമെൻ്റ് ചെയ്തത് എന്താണെന്ന് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സിമുലേറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ F9 ആണ് അതിൻ്റെ കീ. അപ്പോൾ സിമുലേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഡോക്യുമെൻ്റ് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ഓവർവ്യൂ കാണാൻ വേണ്ടിയിട്ടാണ്. ഓവർവ്യൂവിൽ സാധാരണഗതിയിൽ ഇത് എന്ത് ടൈപ്പ് ഡോക്യുമെൻ്റ് ആണ് സിസ്റ്റം പറയും, ഇതൊരു എസ് എ ഡോക്യുമെൻ്റ് ആണ്. കാരണം നമുക്കറിയാം എസ് എ ഡോക്യുമെൻറ്റിൻ്റെ പ്രത്യേകത നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ അത് GL അക്കൗണ്ട് ഡെബിറ്റും GL അക്കൗണ്ട് ക്രെഡിറ്റും ചെയ്യുന്ന ഡോക്യുമെൻ്റാണ് എസ് എ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അവിടെ ഡെബിറ്റിലും GL അക്കൗണ്ടാണ്, ക്രെഡിറ്റിലും GL അക്കൗണ്ടാണ്. അത് നോർമൽ ഡോക്യുമെൻ്റ് ആണെന്നതിന് എക്സ്പ്ലനേഷൻ നോക്കുക. ഡോക്യുമെൻ്റ് നമ്പർ സിസ്റ്റം എടുത്തിട്ടില്ല, കാരണം അത് ഫൈനൽ ചെയ്താൽ മാത്രമേ ഡോക്യുമെൻ്റ് നമ്പർ ജനറേറ്റ് ചെയ്യുള്ളൂ. ഡോക്യുമെൻ്റ് നമ്പർ എന്ന് പറയുമ്പോൾ ഡോക്യുമെൻ്റ് രണ്ട് പ്രോസസ്സ് കഴിയുമ്പോഴാണ് ഡോക്യുമെൻ്റ് നമ്പർ കിട്ടുക. ഒന്നുകിൽ ഡോക്യുമെൻ്റ് പോസ്റ്റ് ആകണം, അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് പാർക്ക് ആകണം. ഈ രണ്ട് കോൺസെപ്റ്റിലാണ് ഡോക്യുമെൻ്റ് നമ്പർ ജനറേറ്റ് ആവുകയുള്ളൂ. രണ്ട് പ്രോസസ്സ് ഇപ്പോൾ നടന്നിട്ടില്ല. ഇപ്പോൾ ഡോക്യുമെൻ്റ് നമ്മൾ ഇത് രണ്ടിൻ്റെയും മുമ്പത്തെ സ്റ്റേജിലാണ്, പോസ്റ്റിങ്ങും കഴിഞ്ഞിട്ടില്ല, പാർക്കിങ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഡോക്യുമെൻ്റ് നമ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കമ്പനി കോഡ് നിങ്ങൾ ഏത് കമ്പനിയിലാണ് ഈ ഡോക്യുമെൻ്റ് പോസ്റ്റ് ചെയ്തേക്കുന്നത്? നിങ്ങൾ TT01 ഇത് പ്രോസസ്സ് ചെയ്തേക്കുന്നത്. ഫിസിക്കൽ ഇയർ 2025 ആണ്. അതിൻ്റെ ഡോക്യുമെൻ്റ് ഡേറ്റ് ഇതാണ്, പോസ്റ്റ് ഡേറ്റ് ഇതാണ്, പീരീഡ് ഇതാണ്, 4th ആണ്. നമുക്കറിയാം അതിൻ്റെ പീരീഡ് 4th ആണ്. ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ റെഫറൻസസ് ആണ്, കറൻസി ഏതാ ഉപയോഗിച്ചിരിക്കുന്നത്, അതിൻ്റെ ഹെഡർ ടെക്സ്റ്റ് ആണ്. ഇത്ര ഇൻഫർമേഷൻ, ഹെഡർ ഇൻഫർമേഷൻ വന്നിട്ടുണ്ടാവും. ഇനി ഇവിടെ ലൈൻ ഐറ്റത്തിൽ നിങ്ങൾക്ക് രണ്ട് ലൈൻ ഐറ്റങ്ങളാണുള്ളത്. ഫസ്റ്റ് ലൈൻ ഐറ്റം, ഇതിനെ ലൈൻ ഐറ്റം എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഈ വിളിക്കുന്ന ലൈൻ ഐറ്റം എന്നാണെങ്കിൽ ഫസ്റ്റ് ലൈൻ ഐറ്റത്തിൽ അതിൻ്റെ പോസ്റ്റ് കീ 40 എന്ന് പറഞ്ഞ്, കാരണം GL അക്കൗണ്ട് ഡെബിറ്റ് ആണെങ്കിൽ 40 ആണെന്ന്, GL അക്കൗണ്ട് ക്രെഡിറ്റ് ആണെങ്കിൽ 50 ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. ഏതൊക്കെ അക്കൗണ്ടാണ് ഡെബിറ്റ് അയക്കുന്നത്, ഏതൊക്കെ അക്കൗണ്ടാണ് ക്രെഡിറ്റ് അയക്കുന്നത്, നമ്മുടെ കൊടുത്ത് ഷോർട്ട് ടെക്സ്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ടാകും. അസൈൻമെൻറ്റ് കോളം ഇവിടെയും ബ്ലാങ്ക് ആണ്. നിങ്ങൾ ടാക്സ് എടുക്കാത്തതുകൊണ്ട് ടാക്സ് റേറ്റ് കാണിക്കുന്നില്ല. ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് കാണിച്ചിട്ടുണ്ട്. ഇത്രയാണ് ഒരു ഡോക്യുമെൻ്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ഇത്രയാണ് ടേബിളിലേക്ക് ക്യാപ്ചർ ആകുന്ന വാല്യൂസ്. നറേഷൻ നോർമലി ഇവിടെ കാണിക്കില്ല, അത് ഇത്രയും ചെറിയ ഇൻഫർമേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡോക്യുമെൻ്റ് പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ Ctrl+S കൊടുത്ത് ഈ ഡോക്യുമെൻ്റ് സേവ് ആകും. ഞാൻ Ctrl+S കൊടുത്ത് ഡോക്യുമെൻ്റ്, ഇവിടെ താഴെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കാണാം, ഡോക്യുമെൻ്റ് 10000 മീൻസ് ടോട്ടൽ ഇത് 9 ഡിജിറ്റ് ഉണ്ടാവും. വാസ് പോസ്റ്റഡ് ഇൻ കമ്പനി കോഡ് TT01 മീൻസ് എൻ്റെ ഫസ്റ്റ് ഡോക്യുമെൻ്റ് ഈ ഒരു കമ്പനി പോസ്റ്റായി. അപ്പം വേറെ കാര്യമായ എറേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ 1-2 സ്റ്റെപ്പ് മിസ് ചെയ്തു പോയതിൻ്റെ എറേഴ്സ് മാത്രമേ. ഒന്ന് ഞാൻ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഓൾറെഡി ഉള്ള ചാർട്ട് ഓഫ് അക്കൗണ്ട്സിന് അത് ചെറിയൊരു ക്ലാഷ് ആയി കമ്പനിക്ക്. അപ്പോൾ ആ ഒരു എററും, അതുപോലെ തന്നെ ഞാൻ ആ 2 സ്റ്റെപ്പ്, അതായത് നമ്മുടെ എന്താ അതിന് പറയുക, ടോളറൻസ് ഗ്രൂപ്പ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 2 വാർണിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ക്ലിയർ ഓഫ് ചെയ്തപ്പോൾ എനിക്ക് ഡോക്യുമെൻ്റ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. മീൻസ് ഞാനൊരു സൈക്കിൾ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഈ ചെയ്ത ഡോക്യുമെൻറ്റിൽ നിങ്ങൾക്ക് ഇനി റീകോൾ ചെയ്യണമെങ്കിൽ, ഇത്രയാണ് നോർമൽ ഒരു സിമ്പിൾ ഡോക്യുമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി ഈ ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ തന്നെ വെച്ചൊന്ന് റീകോൾ ചെയ്ത് കാണണമെങ്കിൽ ഇത് ഇവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട്. ഈ ഡോക്യുമെൻ്റ് എന്ന ഓപ്ഷൻ ഇവിടെ കാണാം. ഡോക്യുമെൻറ്റിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ എന്ന ഓപ്ഷൻ, ഡോക്യുമെൻ്റ് ഡിസ്പ്ലേ, ഇതെടുത്താൽ നിങ്ങൾക്ക് ഈ ഡോക്യുമെൻ്റ് ഇവിടെ തന്നെ വെച്ച് കാണാൻ പറ്റും. അപ്പോൾ ഒരു ഡോക്യുമെൻ്റ് എടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് നമ്പർ ഓൾറെഡി ജനറേറ്റ് ആയത് ഇത് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 9 ഡിജിറ്റാണ് ഉണ്ടാവുക. 9 ഡിജിറ്റ് എന്ന് പറയാൻ കാരണം നിങ്ങൾ ഈ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിച്ച ഡോക്യുമെൻ്റ് ടൈപ്പ് ഉണ്ട്. അതായത്
നമ്മൾ ഡോക്യുമെൻ്റ് ടൈപ്പ് എന്ന കോൺസെപ്റ്റ് കണ്ടപ്പോൾ അതിൽ പറഞ്ഞൊരു കാര്യമാണ്. ഡോക്യുമെൻ്റ് ടൈപ്പ് എന്ന കോൺസെപ്റ്റ് കണ്ടു, നമ്മൾ കണ്ടു ഇത് എസ് എ ഡോക്യുമെൻ്റ് ആണെന്ന് കണ്ടു. ഞാനിവിടെ എസ് എ ഡോക്യുമെൻറ്റിൻ്റെ ടൈപ്പുകളാണ് എടുത്ത് നോക്കുന്നത്, അല്ലെങ്കിൽ അതിന് കിട്ടിയ ഇൻഫർമേഷനാണ് നമ്മൾ നോക്കുന്നത്. ഓൾറെഡി പ്രീ ഡിഫൈൻഡ് വാല്യൂ ആണെന്ന് നമുക്കറിയാം. ഇവിടെ എസ് എ നിങ്ങൾ എടുത്താൽ ഇവിടെ തന്നിരിക്കുന്നത് ഇതിൻ്റെ നമ്പർ റേഞ്ച് 01 ആണ് എന്നാണ് കൊടുക്കുക. അപ്പോൾ 01 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എടുത്താൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. 01-ൽ എന്താണ് നമ്പർ റേഞ്ച് ഉണ്ടാവുക. 01-ൽ സ്റ്റാർട്ട് ചെയ്ത നമ്പർ റേഞ്ചാണ് ഉണ്ടാവുക എന്ന് പറയുന്നു. അതിൽ ഫസ്റ്റ് ഡോക്യുമെൻ്റ് ജനറേറ്റ് ആയി എന്നും പറയുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ് ഡോക്യുമെൻറ്റ് 1000. ഈ ഡോക്യുമെൻ്റ് ആണ് ഇപ്പോൾ ഓൾറെഡി ജനറേറ്റ് നമ്പർ റേഞ്ച് സ്റ്റാറ്റസിൽ ഇപ്പോൾ ഉള്ളത്. ഈ ഡോക്യുമെൻ്റ് നമ്പറാണുള്ളത്. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ഈ നമ്പർ റേഞ്ചിനെ കുറിച്ച് പറയാനുള്ളത്. കമ്പനി കോഡ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഫിസിക്കൽ ഇയർ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഡോക്യുമെൻ്റ് ഡേറ്റും പോസ്റ്റ് ഡേറ്റും പറഞ്ഞു, പീരീഡ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ഡോക്യുമെൻറ്റിൽ ഇവിടെ താഴെ നമുക്ക് അതിൻ്റെ ഫീൽഡ് ഡീറ്റെയിൽസും കാണാൻ പറ്റും. ഫീൽഡ് ഡീറ്റെയിൽസിൽ അത് ഏത് കമ്പനി കോഡാണ് ചെയ്തേക്കുന്നത്, അതിൻ്റെ നേരത്തെ കണ്ട അതേ ഇൻഫർമേഷൻ, GL അക്കൗണ്ട്, ടെക്സ്റ്റ്, കറൻസി, അതുപോലെ തന്നെ അക്കൗണ്ട് ടൈപ്പ്, ഡോക്യുമെൻ്റ് നമ്പർ, ഇത്ര ഇൻഫർമേഷൻ ഡോക്യുമെൻറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഡോക്യുമെൻറ്റിൽ 2 ലെവൽ ഓഫ് ഇൻഫർമേഷൻ ഉണ്ടാവുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് 2 ലെവൽ ഇൻഫർമേഷൻ ഉണ്ട്. ഒന്ന് ഡോക്യുമെൻറ്റിൻ്റെ ഹെഡർ ഇൻഫർമേഷൻ, പിന്നെ ലൈൻ ഐറ്റം ഇൻഫർമേഷൻ. ഹെഡർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇതല്ല ഹെഡർ ഇൻഫർമേഷൻ. നിങ്ങൾക്ക് ഹെഡർ ഇൻഫർമേഷൻ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ ഡോക്യുമെൻ്റ് ഹെഡർ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഡിസ്പ്ലേ ഡോക്യുമെൻ്റ് ഹെഡർ. നിങ്ങൾ ചിലപ്പോൾ ഒരു ഹാറ്റിൻ്റെ ഐക്കൺ ആയിരിക്കും നിങ്ങളുടെ കമ്പനി നിങ്ങളുടെ സെർവറിലുണ്ടാകും. കാരണം ഞാൻ ടെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് എൻ്റെ ഡിസ്പ്ലേ മാറ്റിയിട്ടതുകൊണ്ടാണ് എനിക്കിത് ടെക്സ്റ്റിൽ കാണുന്നത്. ഈ ഹെഡർ ഇൻഫർമേഷൻ എടുത്താൽ ഡോക്യുമെൻറ്റിൻ്റെ ബ്രീഫ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കാണാം. അതായത് ഡോക്യുമെൻ്റ് ടൈപ്പ് എന്താണ്, അതിൻ്റെ ടെക്സ്റ്റ് എന്താണ്, അതിൻ്റെ ബ്രാഞ്ച് നമ്പർ, ഇങ്ങനെ കുറേ ഓപ്ഷൻസ്, മീൻസ് അതിൻ്റെ ജനറൽ ഇൻഫർമേഷൻസ് കുറേ നിങ്ങൾക്ക് കാണാം. അവിടെ അത് റെഫറൻസ്, അതിൻ്റെ ഡേറ്റ്, പോസ്റ്റിംഗ് ഡേറ്റ്, കറൻസി, ട്രാൻസാക്ഷൻസ്. ഈ BKPF എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ടേബിളിൻ്റെ വാല്യൂ ആണ്. ഓരോ ടേബിളിൻ്റെ വാല്യൂ ആണ് ഈ കാണിക്കുന്നത്. അക്കൗണ്ട് ഡോക്യുമെൻ്റ് BKPF എന്ന് പറയുന്നത്. ഇനി റെഫറൻസ് കീ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആരാണ് ഈ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, അതുപോലെ തന്നെ സിസ്റ്റം, ഏത് സിസ്റ്റം ലോഗിൻ ചെയ്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്, ഏത് സമയത്താണ് ഇത് എൻട്രി പാസ് ചെയ്തേക്കുന്നത്. ഇത് ഓഡിറ്റ് ട്രയലിന് പോലെയുള്ളൊരു ഇൻഫർമേഷനാണ്. ഡേറ്റ് എൻട്രി എന്നാണ്, ഏത് T കോഡാണ് ഉപയോഗിച്ചത്, ഇനി ആരാണ് ചേഞ്ച് ചെയ്തെങ്കിൽ അതെന്താണ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഏതാണ് ഉപയോഗിച്ചേക്കുന്നത്, ലെഡ്ജർ ഗ്രൂപ്പ് ഏതാണ്, ഇങ്ങനെ എല്ലാ ഇൻഫർമേഷനും. ഇതെല്ലാം ഇൻഫർമേഷൻ കിട്ടുന്ന ഇതാണ് ഈ ഡോക്യുമെൻ്റ് ഹെഡർ ടെക്സ്റ്റ്. അത് നിങ്ങൾക്ക് ഒരു ഹാറ്റിൻ്റെ ഐക്കണാണ് നോർമലി കൊടുത്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങളുടെ മൗസ് മൂവ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇങ്ങനെ ഡിസ്പ്ലേ കാണിക്കും. അപ്പം അതാണ് ഡോക്യുമെൻ്റ് ഹെഡർ ഇൻഫർമേഷൻ. ലൈൻ ഐറ്റം ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലൈൻ ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻഫർമേഷനാണ് ലൈൻ ഐറ്റം ഇൻഫർമേഷൻ. ലൈൻ ഐറ്റത്തിൽ സാധാരണ ഉണ്ടാകുന്നത് ഡോക്യുമെൻറ്റിൻ്റെ നമ്പർ കാണിക്കും, GL അക്കൗണ്ട് ഡീറ്റെയിൽസ്, കമ്പനി കോഡ്, എമൗണ്ട്, പിന്നെ അതിൻ്റെ സെഗ്മെൻറ്റ് ഡീറ്റെയിൽസോ, പ്രോഫിറ്റ് സെൻറ്റേഴ്സോ, പാർട്ണർ സെഗ്മെൻറ്റുകളോ, ഇങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ ഉണ്ടാവും. പിന്നെ പർച്ചേസിങ് ഗ്രൂപ്പൊക്കെ, ഇതൊക്കെ നമുക്ക് ആയിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻസാണ്. ടെക്സ്റ്റ്, പിന്നെ അസൈൻമെൻറ്റ്. ഈ അസൈൻമെൻറ്റ് നമ്പർ നേരത്തെ നമ്മൾ എൻട്രി പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് ബ്ലാങ്ക് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ അസൈൻമെൻറ്റിൽ ഒരു വാല്യൂ വന്നിട്ടുണ്ട്. ഈ വാല്യൂ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് വാല്യൂ വന്നിരിക്കുന്നത് 20250701 എന്നാണ് വന്നിരിക്കുന്നത്. 20250701. ഈ 20250701 എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിക്കഴിയാൻ നിങ്ങളുടെ പോസ്റ്റിംഗ് ഡേറ്റ് ആണ്. ഈ ഡേറ്റ് ആണത്. അപ്പോൾ സിസ്റ്റത്തിന് അതിനെ റിവേഴ്സിൽ ചെയ്തേക്കുന്നത്, അതായത് 20250701, അതായത് ഇയർ, മന്ത്, ഡേ ഓർഡറിൽ സിസ്റ്റം ഇട്ടതാണ് ഈ റെഫറൻസ് കീ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ അസൈൻമെൻറ്റ് വാല്യൂ ആയിട്ട് വന്നേക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണ് സിസ്റ്റം ജനറേറ്റ് ചെയ്തത്? നമ്മൾ കൊടുത്ത വാല്യൂ അല്ല, സിസ്റ്റം തന്നെ ഓണായിട്ട് ജനറേറ്റ് ചെയ്യുന്ന വാല്യൂ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ GL അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുത്ത ഒരു പോസ്റ്റിംഗ് കീ ഉണ്ട്. സോർട്ട് കീ. ഈ സോർട്ട് കീക്ക് നിങ്ങൾ കൊടുത്തത് പോസ്റ്റിംഗ് ഡേറ്റ് ആണ്. സോർട്ട് കീൻ്റെ വാല്യൂ കൊടുത്തത് അത് നോർമൽ GL അക്കൗണ്ടുകൾക്കെല്ലാം നമ്മൾ പറഞ്ഞു നമ്മൾ പോസ്റ്റിംഗ് ഡേറ്റ് ആണ് സോർട്ട് കീ ആയിട്ട് കൊടുക്കുന്നത്. അപ്പം ഈ വാല്യൂ കൊടുക്കുമ്പോൾ നമ്മൾ സിസ്റ്റത്തോട് പറയുന്നത്, ഈ ട്രാൻസാക്ഷൻ നിങ്ങൾ എവിടെയൊക്കെ ലിസ്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ലൈൻ ഐറ്റം വരുന്ന സ്ഥലങ്ങളിലെല്ലാം ആ ലൈൻ ഐറ്റം സോർട്ട് ചെയ്യേണ്ട ഓർഡർ പോസ്റ്റിംഗ് ഡേറ്റിൻ്റെ ഓർഡറിലാണ് സോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് സിസ്റ്റം എന്ത് ചെയ്യും, അവിടെ പോസ്റ്റിംഗ് ഡേറ്റ് അതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ സിസ്റ്റം ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്ത് വെക്കും. അത് ലിസ്റ്റ് നമ്മളിപ്പോൾ എക്സൽ പോലെ ലിസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഇതിൽ തന്നെ വരുന്ന റിപ്പോർട്ടുകളിലേക്കോ ആ ലൈൻ ഐറ്റങ്ങൾ വരുമ്പോൾ അത് ഏത് ഓർഡറിൽ
ഈ ട്രാൻസാക്ഷൻ ലിസ്റ്റ് ചെയ്യണമെന്നുള്ള ആ റെഫറൻസാണ് നമ്മൾ കൊടുക്കുന്നത്. അത് സിസ്റ്റമാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ GL അക്കൗണ്ടിൽ സോർട്ട് കീ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ്, അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ ബേസിലാണ് സിസ്റ്റം ഈ ഒരു സോർട്ട് കീ ഓട്ടോമാറ്റിക്കായിട്ട് അസൈൻമെൻറ്റ് നമ്പറായിട്ട് അസൈൻ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ പോസ്റ്റ് കീ കൊടുത്തോണ്ട് സിസ്റ്റം അത് പോസ്റ്റ് കീയോടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ലൈൻ ഐറ്റത്തിൽ കാണാൻ പറ്റും. രണ്ട് ലൈൻ ഐറ്റത്തിലും 2 ലെവൽ ഓഫ് ഇൻഫർമേഷനാണ്. ആ ലൈൻ ഐറ്റത്തെ അനുസരിച്ചുള്ള ഇൻഫർമേഷൻ ഉണ്ടാകും. നിങ്ങൾ അതിന് കൊടുത്ത സോർട്ട് കീക്ക് അനുസരിച്ചുള്ള ഇൻഫർമേഷനാണ് ഇവിടെ ഉണ്ടാവുക. സോർട്ട് കീ അല്ല, സോറി, ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പിൽ അനുസരിച്ചുള്ള ഇൻഫർമേഷൻ ലൈൻ ഐറ്റത്തിൽ ചില കോളങ്ങൾ വന്നിട്ടുണ്ടാകും, ചില കോളം റിമൂവ് ആയിട്ടുണ്ടാവും. അപ്പം ആ ലൈൻ ഐറ്റം ഇൻഫർമേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രയാണ് നിങ്ങൾക്ക് നോർമലി ഒരു ഡോക്യുമെൻ്റഡ് ഇൻഫർമേഷൻ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹെഡർ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കാണാം, അതുപോലെ തന്നെ ലൈൻ ഐറ്റം ഇൻഫർമേഷൻ കാണാം. ഹെഡർ ഇൻഫർമേഷൻ ആ ഡോക്യുമെൻറ്റിൻ്റെ ഇൻഫർമേഷനാണ്. ലൈൻ ഐറ്റത്തിൽ നിങ്ങൾ എന്ത് ഐറ്റമാണ്, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഓരോ ലൈനിലും നിങ്ങൾ കൊടുത്തേക്കുന്നത്, ആ ഇൻഫർമേഷൻ ലൈൻ ഐറ്റത്തിലും കാണാൻ വേണ്ടി പറ്റും. ഇനി ഒരു ഡോക്യുമെൻ്റ് നോർമലായിട്ട് 2 വ്യൂ ഉണ്ട്. ഒന്ന്, ഞാൻ ഇതിൻ്റെ ഈ ഇൻഫർമേഷൻ്റെ കാര്യം 2 തരം ഇൻഫർമേഷൻ, ഒന്ന് ലൈൻ ഐറ്റം ഇൻഫർമേഷൻ, മറ്റൊന്ന് ഹെഡർ ഇൻഫർമേഷൻ. വ്യൂ പറയുമ്പോൾ 2 വ്യൂ ഉണ്ട്. ഒന്ന് GL എൻട്രി വ്യൂ, ഇപ്പോൾ നിങ്ങൾ എടുത്തേക്കുന്ന GL എൻട്രി വ്യൂ ആണ്, അല്ലെങ്കിൽ നോർമലി നമ്മൾ ഡിസ്പ്ലേ എടുക്കുമ്പോൾ കിട്ടുന്ന GL എൻട്രി വ്യൂ ആണ്. ലെഡ്ജർ വ്യൂ കൂടെയുണ്ട്. ലെഡ്ജർ വ്യൂ ഉണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് ഡോക്യുമെൻ്റ് വ്യൂ കൂടെയുണ്ട്. ഇപ്പം നമ്മൾ അസൈൻ ചെയ്യാത്ത ഏതൊക്കെ ബിസിനസ് ഏരിയ കയറി അസൈൻ ആയിട്ടുണ്ട് നോക്കണം നമുക്ക്. എന്താണ് അതേത് ബിസിനസ് ഏരിയ ആയിരുന്നു? M101 അത് പിന്നീട് നോക്കാം. അപ്പം ഈ എൻട്രി വ്യൂവിൽ, അല്ലെങ്കിൽ എന്താണ് ഈ ലെഡ്ജർ വ്യൂവും എൻട്രി വ്യൂവും തമ്മിലുള്ള വ്യത്യാസം? ഈ എൻട്രി വ്യൂ എന്ന് പറയുന്നത് നിങ്ങൾ ട്രാൻസാക്ഷൻ എൻട്രി ചെയ്തതിൻ്റെ എക്സാക്റ്റ് കോപ്പിയാണ് എൻട്രി വ്യൂ എന്ന് പറയുന്നത്. GL വ്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ ലെഡ്ജർ എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ലെഡ്ജർ 0L ആണ്, ലീഡിങ് ലെഡ്ജറാണ്. ഈ ലീഡിങ് ലെഡ്ജറിൽ ഇതെന്താണ് പോസ്റ്റ് ചെയ്തേക്കുന്നത്, അതിൻ്റെ വ്യൂ ആണ് ഈ ലെഡ്ജർ വ്യൂ എന്ന് പറയുക. അപ്പോൾ ലെഡ്ജർ വ്യൂവിൽ നിങ്ങളുടെ ഫ്രണ്ട് എൻഡ് നിങ്ങൾ പോസ്റ്റ് ചെയ്ത എൻട്രി ആയിട്ട് ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാം. കാരണം ഒന്ന്, ലെഡ്ജർ എന്ന് പറയുന്നത് പല കറൻസി നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, എന്താ പറയുക, പല തരത്തിലുള്ള ചേഞ്ചസോ പല കറൻസികളോ പല പോസ്റ്റിംഗ് പീരീഡോ ഒക്കെ നിങ്ങൾ ലെഡ്ജർ ലെവലിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലെഡ്ജർ എന്ന് പറയുന്നത് നമ്മുടെ 0L എന്ന് പറയുന്ന ലീഡിങ് ലെഡ്ജറാണ്. ലീഡിങ് ലെഡ്ജറിൽ നിങ്ങൾ ചെയ്ത ട്രാൻസാക്ഷൻ ആസിറ്റീസ് വന്നിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ചിലപ്പോൾ മൾട്ടിപ്പിൾ ലൈനുകളായിട്ടൊക്കെ കയറി വരും ട്രാൻസാക്ഷൻ. അപ്പോൾ അതിൻ്റെ കാരണം ഡോക്യുമെൻ്റ് സ്പ്ലിറ്റിംഗ് എന്ന ഫീച്ചർ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഫീച്ചറൊക്കെ കാണിക്കുന്നത് ഇവിടെയാണ്. അപ്പം നോർമലി GL വ്യൂവും ലെഡ്ജർ വ്യൂവും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഞാൻ പിന്നീട് നമ്മുടെ ഈ ഡോക്യുമെൻ്റ് സ്പ്ലിറ്റിംഗ് എന്ന കോൺസെപ്റ്റ് പറയുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം നിങ്ങളതെല്ലാം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ആവും. അപ്പം 2 വ്യൂ ഉണ്ടെന്ന് ഓർത്തിരിക്കുക. നമുക്ക് എൻട്രി വ്യൂവും ഉണ്ട്, അതുപോലെ തന്നെ GL വ്യൂ ഉണ്ട്. നമ്മുടെ കോമൺ വ്യൂ എന്ന് പറയുന്നത് ഡാറ്റ എൻട്രി വ്യൂ ആണ്. മീൻസ് ഡാറ്റ എന്താണ് എൻ്റർ ചെയ്യുന്ന ആ വ്യൂ ആണ്. GL വ്യൂ എന്ന് പറയുന്നത് നിങ്ങൾ ഇത് ട്രാൻസാക്ഷൻ നമ്മുടെ ടേബിളിലേക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഫൈനലി എങ്ങനെയാണ് പോസ്റ്റ് അയക്കുന്നത്, അതാണ് GL വ്യൂ എന്ന് പറയുക. GL വ്യൂവും എൻട്രി വ്യൂവും തമ്മിൽ വ്യത്യാസമുണ്ട് കോമൺലി എന്ന് മനസ്സിലാക്കിയിരിക്കുക. നമുക്കത് ഗ്രാജുവലി നോക്കാം, എന്തൊക്കെയാണ് വ്യത്യാസം നോർമലി വരിക എന്നുള്ളത് നമുക്ക് ഗ്രാജുവലി 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് ഒരു നോർമലി ഡോക്യുമെൻറ്റിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടത്. നമുക്ക് മറ്റൊരു ഡോക്യുമെൻ്റ് ഒന്ന് പാരലി ഒന്ന് പോസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഒന്നും കൂടെ തിരിച്ചു വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്ന് ബാക്ക് കൊടുത്താൽ മതി. അടുത്ത T കോഡ് എന്ന് പറയുന്നത് FB50 ആണ്. നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ എന്താണെന്ന് നോക്കാം. അവിടെ തന്നിരിക്കുന്നത് അടുത്ത ട്രാൻസാക്ഷൻ ഇതേപോലെ തന്നെ ഒരു ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ബാങ്ക് ത്രൂ വന്നു, ചെക്ക് നമ്പർ ത്രൂ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ചെക്ക് നമ്പർ റെഫറൻസ് ആയിട്ടുണ്ട്, ചെക്ക് നമ്പർ ഉണ്ട് റെഫറൻസിൽ. അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽസ് നമുക്ക് എൻ്റർ ചെയ്ത് നോക്കാം. ഡോക്യുമെൻ്റ് ഡേറ്റ് ഞാൻ നേരത്തെ പോലെ തന്നെ ഇതിൻ്റെ കേസ് ഞാൻ ഇന്നത്തെ ഡേറ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഡോക്യുമെൻ്റ് ഡേറ്റ് എടുത്തിട്ട് ഇന്നത്തെ ഡേറ്റ് ജസ്റ്റ് കണ്ടിന്യൂ കൊടുത്താൽ സിസ്റ്റം അത് ആക്സെപ്റ്റ് ചെയ്തു. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് ഡേറ്റ് മാനുവലി എൻ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. നമുക്ക് ഇന്നത്തെ ഡേറ്റ് കിട്ടണമെങ്കിൽ ഞാനിങ്ങനെ 07302025 എന്ന് കൊടുത്ത് എൻ്റർ കൊടുത്താലും സിസ്റ്റം അത് ആക്സെപ്റ്റ് ചെയ്യും. കാരണം ഇതിൻ്റെ സെർവറിലെ ഡേറ്റ് ഇപ്പോൾ ഈ സെർവറിൽ തിരിഞ്ഞാണ് നിൽക്കുന്നത്, മന്ത് ഡേ ഇയർ എന്ന ഓപ്ഷൻ നിങ്ങളുടെ സെർവറിൽ നോർമലി തന്നെയുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ 2 രീതിയിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സെപ്പറേറ്റർ ഉപയോഗിക്കാതെ നേരിട്ട് അങ്ങോട്ട് ചെയ്താൽ മതി. അപ്പോൾ DD എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഇന്നത്തെ ഡേറ്റ്
07/2025 എന്ന് കൊടുത്തിട്ട് എൻ്റർ കീ കൊടുത്ത് സിസ്റ്റം ഓട്ടോമാറ്റിക് ആക്സെപ്റ്റ് ചെയ്തോളും. ആ ഒരു സെപ്പറേറ്റ് സിസ്റ്റം ഇട്ടോളും. ടാബ് കീ കൊടുത്തിട്ട് കറൻസി INR തന്നെയുണ്ട്. പോസ്റ്റിംഗ് ഡേറ്റ് മാറ്റുന്നില്ല. റഫറൻസ് ഞാൻ ഇവിടുന്ന് എടുത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റഫറൻസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഹെഡർ ടെക്സ്റ്റിൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ടാറ്റാസം, ഈ ചെക്ക് നമ്പർ കൂടി ഞാനിവിടെ റെഫർ ചെയ്യുന്നുണ്ട്. ചെക്ക് CHQ അത്ര വാല്യൂ അവിടെ പോകും. ഓക്കെ, ഓക്കെ, ഇത്രയും ഇൻഫർമേഷൻ ഹെഡറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ GL അക്കൗണ്ടിൽ നമുക്കിത് ബാങ്കിലേക്കെന്നാണ് പറയുന്നത്. അപ്പോൾ ബാങ്കിൻ്റെ കേസിൽ 100 ബാങ്ക് അക്കൗണ്ടും അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടും, ഈ 2 അക്കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ 100 GL അക്കൗണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് SBI അക്കൗണ്ട്. ഡെബിറ്റ് വാല്യൂ ആണ്. എമൗണ്ട് ഓക്കെ, ഇതിൻ്റെ സെപ്പറേറ്റേഴ്സ് അങ്ങ് റിമൂവ് ചെയ്തെടുത്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഞാനൊരു ടെക്സ്റ്റും കൂടെ കൊടുക്കുന്നു. ടെക്സ്റ്റ് ആൻഡ് ആസ് ഇറ്റ് ഈസ്, ഈ ടെക്സ്റ്റ് കോപ്പി എടുത്താണ് പേസ്റ്റ് ചെയ്തേക്കുന്നത്. എന്നോട് ടെക്സ്റ്റ് അത് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് എന്നൊക്കെ തന്നെ കൊടുക്കണമെങ്കിൽ തൽക്കാലം ടക്സ് ആസ് ഇറ്റ് ഈസ് എടുത്ത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്രെഡിറ്റ് ലൈനിൽ 300,000 ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ സ്റ്റാർ കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് കോളത്തിൽ പ്ലസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കേസിൽ ഇത്രയും എടുത്തപ്പോൾ സിസ്റ്റം അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പക്ഷേ എനിക്കൊരു വാണിംഗ് തന്നിട്ടുണ്ട്. എൻട്രി റിക്വേർഡ് ഇൻ വാല്യൂ ഡേറ്റ് ഫീൽഡ് ഫോർ അക്കൗണ്ട് 100,100. അതായത് 100,100 എടുത്ത സമയത്ത് അതിൻ്റെ വാല്യൂ ഡേറ്റിൻ്റെ ഫീൽഡിൽ എൻട്രി വേണമെന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ 100,100 എന്ന GL അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മളതിന് കൊടുത്തേക്കുന്നതിൻ്റെ ഫീൽഡ് സ്റ്റാറ്റസ് ഗ്രൂപ്പ് G005 ആണ്. G005ൻ്റെ ഫീൽഡ് സ്റ്റാറ്റസിൻ്റെ എക്സ്പ്ലനേഷനിൽ ഒബ്ലിഗേറ്ററി വാല്യൂ ഡേറ്റഡ്. അപ്പോൾ വാല്യൂ ഡേറ്റ് അതിന് വേണം. നേരത്തെ G001 ആയിരുന്നു. അവിടെ ഫീൽഡ് ടെക്സ്റ്റും അസൈൻമെൻറ്റുമാണ്. ഇവിടെ വാല്യൂ ഡേറ്റ് വേണം, കാരണം ബാങ്ക് ആയതുകൊണ്ട് വാല്യൂ ഡേറ്റ് വേണം. അതുകൊണ്ടാണ് വാല്യൂ ഡേറ്റ് ചെയ്യുന്നത്. വാല്യൂ ഡേറ്റ് മീൻസ് ഇതിൻ്റെ ട്രാൻസാക്ഷൻ നടന്ന ഡേറ്റാണ് വാല്യൂ ഡേറ്റ് എന്ന് പറയുക. അല്ലെങ്കിൽ എന്നാണ് ഇത് ബാങ്കിൽ റെക്കോർഡ് അയക്കുന്നത്, ആ ഡേറ്റാണ് വാല്യൂ ഡേറ്റ് എന്ന് പറയുക. കാരണം ഇതാണ് റീകൺസിലേഷനൊക്കെ വേണ്ടത്. അപ്പോൾ ആ ഡേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ ഡോക്യുമെൻറ്റ് നോക്കിയിട്ട് ആ ഡേറ്റ് എടുത്ത് കൊടുത്താൽ മതി. വേറെ ഇൻഫർമേഷൻ ഒന്നും ആവശ്യമില്ല. അത് കൊടുത്ത് എൻ്റർ കൊടുക്കുമ്പോൾ സിസ്റ്റം അത് ആക്സെപ്റ്റ് ചെയ്യും. ഈ അക്കൗണ്ട് ഇവിടെ എൻട്രി കുറഞ്ഞു പോയതുകൊണ്ടാണ്. ഓക്കെ, ഓക്കെ, സിസ്റ്റം അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നോർമൽ അക്കൗണ്ടായിട്ട് ഇവിടെ ഒരു ഇൻഫർമേഷൻ നമ്മൾ അഡീഷണൽ കൊടുക്കേണ്ടി വന്നു. അത് വാല്യൂ ഡേറ്റ് ആണ്. അവിടെ നമ്മൾ 07 അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത്, ഞാൻ ഇന്നത്തെ ഡേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നോർമൽ നേരത്തെ ചെയ്ത പോലെ ബാലൻസ് ഡെബിറ്റ് ക്രെഡിറ്റ് നമ്മൾ മാച്ച് ആയിട്ടുണ്ട്. വേറെ ഇൻഫർമേഷണൽ ചേഞ്ചസ് ഒന്നുമില്ല. എല്ലാം ഓക്കെ തന്നെയാണ്. എനിക്കെന്ത് ചെയ്യാം, ഡോക്യുമെൻറ്റ് സിമുലേറ്റ് ചെയ്യാം. സിമുലേറ്റ് ചെയ്തതിന് ശേഷം ഓക്കെ ആണെങ്കിൽ എനിക്കതിനെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഡോക്യുമെൻറ്റ് 1 എന്നുള്ള ഡോക്യുമെൻറ്റ് ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യും, 1 by 1 ആയിട്ട് എനിക്കത് കാണണമെങ്കിൽ നേരത്തെ പറഞ്ഞാൽ ഇവിടെ തന്നെ വെച്ചിട്ട് ഡിസ്പ്ലേ എന്ന ഓപ്ഷൻ കൊടുത്താൽ എനിക്കത് കാണാൻ പറ്റും. ഡോക്യുമെൻറ്റ് ഓവർവ്യൂ കാണാൻ പറ്റും. ഇവിടെ 2 ഇൻഫർമേഷൻ ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു. ഹെഡർ ഇൻഫർമേഷനും ഉണ്ട്, ലൈൻ ഐറ്റം ഇൻഫർമേഷനും ഉണ്ട്. ലൈൻ ഐറ്റത്തിൽ കിട്ടുന്നതാണ് ലൈൻ ഐറ്റം. അതുപോലെ തന്നെ 2 വ്യൂ ഉണ്ട്, GL വ്യൂ ഉണ്ട്, എൻട്രി വ്യൂ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നോർമലി ഒരു ഡോക്യുമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി ബാക്കി ഇനിയും കുറച്ച് ഓപ്ഷൻസ് കൂടെ നമുക്ക് പറയാനുണ്ട്. ഞാൻ വരുന്നത് ഇതിൻ്റെ റിപ്പോർട്ടിംഗ് സൈഡിലേക്കാണ് ഞാൻ വരുന്നത്. റിപ്പോർട്ടിംഗ് സൈഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എനിക്ക് ചെയ്ത ഡോക്യുമെൻ്റ് ഒന്ന് കാണണമെങ്കിലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആദ്യം പറയുന്നത്. അപ്പോൾ അത് ഈ അക്കൗണ്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് GL അക്കൗണ്ടിൽ തന്നെ ഈ ഡോക്യുമെൻ്റ് എൻട്രിക്ക് തൊട്ട് താഴെ നിങ്ങൾ ഡോക്യുമെൻ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഡിസ്പ്ലേ എന്ന ഓപ്ഷൻ ഉണ്ട്, FB03. ഞാനിപ്പോൾ FB50 ആണ് ഡോക്യുമെൻ്റ് എൻട്രി പറഞ്ഞത്. അതിന് തൊട്ട് താഴത്തെ ഡോക്യുമെൻ്റ് എന്ന ഫോൾഡറിൽ FB03 എന്നൊരു ഓപ്ഷനുണ്ട്. അതായത് FB03 എന്താണെന്ന് വെച്ചാൽ ഞാൻ FB50 ഡോക്യുമെൻ്റ് എൻ്റർ ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ വെച്ച് ഡോക്യുമെൻ്റ് ഡിസ്പ്ലേ കൊടുത്തപ്പോൾ അതിന് വന്ന വ്യൂ തന്നെയാണ് ഇതും FB03 തന്നെ ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ടോപ്പിൽ നോക്കി കാണാം, FB03 തന്നെ കാണിക്കുന്നത്. ഈ വ്യൂ ആണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടെ നിന്ന് എടുക്കുന്നില്ലെങ്കിൽ. അപ്പോൾ FB03 എന്ന് പറയുമ്പോൾ ഓൾവേസ് നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി തൊട്ട് മുമ്പ് ചെയ്ത ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ.
അങ്ങനെയല്ല, നിങ്ങൾക്കൊരു ഡോക്യുമെൻ്റ് സെപ്പറേറ്റ്ലി തന്നെ കാണണം എങ്കിൽ, അല്ലെങ്കിൽ ഒരു നമ്പർ കൊടുത്ത് നിങ്ങൾക്കത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ പോകണം? നിങ്ങൾ FB03 ആണ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഡോക്യുമെൻ്റ് കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ടി കോഡ് FB03 ആണ്. തൊട്ട് മുമ്പ് ചെയ്തൊരു ഡോക്യുമെൻ്റ് മാത്രമേ നമുക്ക് എവിടെ കിട്ടുകയുള്ളൂ? ഈ ഡോക്യുമെൻ്റ് എൻട്രിക്കകത്ത് അവിടെയുള്ള ഡിസ്പ്ലേയിൽ കിട്ടുകയുള്ളൂ. അപ്പം നോർമലി ഡോക്യുമെൻ്റ് കാണണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് FB03 എടുത്തിട്ട് ഇങ്ങനെ ഒരു ഇൻഫർമേഷനാണ് ചോദിക്കുക. അപ്പം 3 കോളങ്ങളാണ് അവിടെ ഉണ്ടാവുക. ഒന്ന് ഡോക്യുമെൻ്റ് നമ്പർ ചോദിക്കും, അതുപോലെ കമ്പനി കോഡും പിന്നെ ഫിസിക്കൽ ഇയർ. ഈ 3 ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഡോക്യുമെൻ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടു, സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്ന നമ്പറാണ്. കമ്പനി കോഡ് നമുക്കറിയാം ഏത് കമ്പനി കോഡിലാണ് കാണേണ്ടത്, അതുപോലെ ഏത് ഫിസിക്കൽ ഇയറിലെയാണ് ഡോക്യുമെൻ്റാണ് റീകോൾ ചെയ്യേണ്ടത്. അപ്പം ഈ 3 ഇൻഫർമേഷൻ വേണം നിങ്ങൾക്ക് നോർമലി ഡോക്യുമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ എനിക്ക് ഡോക്യുമെൻ്റ് നമ്പർ ഒന്നും അറിയില്ലെങ്കിൽ, എനിക്ക് ഇപ്പോൾ ഈ നമ്പർ തന്നെയാണ് എങ്കിൽ എന്ത് ചെയ്താൽ ജസ്റ്റ് അങ്ങ് എക്സിക്യൂട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ F8 കൊടുത്താൽ സിസ്റ്റം എന്ത് ചെയ്യും? ആ ഡോക്യുമെൻ്റ് കാണിച്ചു തരും. ഞാൻ തൊട്ട് മുമ്പ് ചെയ്ത ഡോക്യുമെൻ്റ് ആണ്, ജസ്റ്റ് ഇവിടെ എക്സിക്യൂട്ട് എന്ന ഓപ്ഷൻ കൊടുത്താൽ എനിക്ക് ആ ഡോക്യുമെൻ്റ് കാണാൻ പറ്റും. ഇനി എനിക്ക് ഡോക്യുമെൻ്റ് നമ്പർ അറിയില്ലെങ്കിലോ, ഇപ്പോൾ ഞാൻ 100 കണക്കിന് ഡോക്യുമെൻ്റ് ഉണ്ട്, അപ്പോൾ അതിൽ നിന്നൊരു ഡോക്യുമെൻ്റ് ആണ് എനിക്ക് കാണണമെങ്കിൽ ഇവിടെ ഡോക്യുമെൻ്റ് ലിസ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഡോക്യുമെൻ്റ് ലിസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു കുറേ സെലക്ഷൻ ക്രൈറ്റീരിയ കാണിക്കും. അവിടെ നിങ്ങൾ മിനിമം ഇൻഫർമേഷൻ മതി. അതായത് ഈ കാണുന്ന എല്ലാ ഓപ്ഷൻസും ചെക്ക് ചെയ്യേണ്ട. കാരണം ഇവിടെ നമുക്ക് വേണ്ടത് കമ്പനി കോഡ് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ ഡോക്യുമെൻ്റ് നമ്പർ, ഫിസിക്കൽ ഇയർ, അതുപോലെ ലെഡ്ജർ ഗ്രൂപ്പ്, ലെഡ്ജർ, ഡോക്യുമെൻ്റ് ടൈപ്പ്, പോസ്റ്റിംഗ് ഡേറ്റ്, ഇങ്ങനെ നിങ്ങൾക്ക് ക്രൈറ്റീരിയ വെച്ച് നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി എന്താ പറയുക, ഒരു പർട്ടിക്കുലർ ഡേയിൽ മാത്രം കണ്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഡേറ്റ് ഓർമ്മയുണ്ട്, പോസ്റ്റിംഗ് ഡേറ്റ് ഓർമ്മയുണ്ട്, ആ ഡേറ്റൊക്കെ വെച്ചാൽ നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. ഇനി അങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇല്ല, നിങ്ങൾക്ക് സിമ്പിളി ഒന്ന് സെർച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കമ്പനി കോഡ് മാത്രം കൊടുക്കാം. നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് ടൈപ്പ് വേണമെന്നില്ല, കമ്പനി കോഡ് മാത്രം കൊടുക്കാം. 0L എന്ന് പറയുന്ന ലീഡിംഗ് ലെഡ്ജർ ഓൾറെഡി അവിടെ ഉണ്ടാവും, ജസ്റ്റ് അത് എക്സിക്യൂട്ട് കൊടുക്കുക. ഒരു വാണിംഗ് വന്നിട്ടുണ്ടാവും, എൻ്റർ സ്പെസിഫൈ അനദർ സെലക്ഷൻ ക്രൈറ്റീരിയ. വാണിംഗ് ആണ്. വാണിംഗ് ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് എൻ്റർ കീ കൊടുത്താൽ അത് ഓവർ റൈഡ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്ത് നിങ്ങളെ കമ്പനി കോഡിലെ എല്ലാ ഡോക്യുമെൻറ്റും സിസ്റ്റം ലിസ്റ്റ് ഔട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് TT01 എന്ന കമ്പനി കോഡിൽ നിങ്ങളുടെ ഫസ്റ്റ് ഡോക്യുമെൻ്റ് 2 ഡോക്യുമെൻറ്റുകൾ ഉണ്ടെന്ന് കാണിക്കും. അത് ഏത് ഇയറിലാണ്, അതിൻ്റെ ഡോക്യുമെൻ്റ് ടൈപ്പ് എന്താണ്, അതിൻ്റെ ഡോക്യുമെൻ്റ് ഡേറ്റ്, പോസ്റ്റ്, ഇത്ര ഇൻഫർമേഷൻ കാണിക്കും. ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഈ ലൈൻ ഐറ്റത്തിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നമ്പർ അറിയാമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോയി ഡോക്യുമെൻറ്റുകൾ ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. ഈ നമ്പർ അറിയില്ലെങ്കിലോ, അതിനുള്ള സൊല്യൂഷനാണ് അതിന് മുകളിൽ കാണുന്ന ഈ ഡോക്യുമെൻ്റ് ലിസ്റ്റ് എന്ന ഓപ്ഷൻ. ഈ ഡോക്യുമെൻ്റ് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ ഫിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കമ്പനി കോഡ് മിനിമം വേണ്ട ഒരു ഇൻഫർമേഷനാണ്. കമ്പനി കോഡ് ഇല്ലാതെ നിങ്ങൾക്കത് എടുക്കാൻ പറ്റില്ല. കമ്പനി കോഡ് ഇല്ലാതെ എടുക്കാൻ പറ്റും. കമ്പനി കോഡ് ഇല്ലാതെ എടുക്കുമ്പോൾ അത് കുറച്ച് ചലഞ്ചിങ് ആയിരിക്കും. ജസ്റ്റ് ഇവിടെ നിന്ന് സ്റ്റാർ കൊടുത്താലും സിസ്റ്റം അതിനെ പിക്ക് ചെയ്യും. അപ്പോൾ പക്ഷേ അന്നേരം എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഈ സെർവറിലെ എല്ലാ ഡോക്യുമെൻറ്റിങ്ങും പോരും. ഞാൻ ജസ്റ്റ് സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർ കൊടുക്കുമ്പോൾ അത് കുറച്ച് ഹെവി ലോഡായിരിക്കും ഡോക്യുമെൻ്റ്. കണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ ഡോക്യുമെൻസും സിസ്റ്റം ഇങ്ങോട്ട് നമുക്ക് ഇട്ട് തരും. ഈ സ്റ്റാർ എന്ന് പറയുന്നത് നേരത്തെ ഒരു സ്റ്റാറിൻ്റെ ഫംഗ്ഷൻ നമ്മൾ കണ്ടു. നമുക്കെന്താ പറയുക, തൊട്ട് മുകളിലെ കറൻസി താഴോട്ട് കോപ്പി ചെയ്യാൻ വേണ്ടി സ്റ്റാർ ഉപയോഗിച്ചു. ഇവിടെ നമുക്ക് ഈ ഇങ്ങനെയുള്ള സെർച്ച് ബട്ടണിൽ നിങ്ങൾ സ്റ്റാർ കൊടുത്താൽ പോസിബിൾ ഓൾ വാല്യൂസ് ആണ് ഈ സ്റ്റാറിൻ്റെ അർത്ഥം. അപ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? ആ ഫീൽഡിൽ വരാൻ പറ്റുന്ന എല്ലാ വാല്യൂസും സിസ്റ്റം കാണിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ സെർവറിലുള്ള എല്ലാ ഡോക്യുമെൻസും പോരും. അപ്പോൾ നമുക്കത് വേണ്ട, നമ്മുടെ പർട്ടിക്കുലർ കമ്പനിയിൽ മാത്രം മതിയെങ്കിൽ ആ കമ്പനി കോഡ് മാത്രം അവിടെ ഡിഫൈൻ ചെയ്തതിന് ശേഷം നിങ്ങളത് എക്സിക്യൂട്ട് ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് ഒരു വാണിംഗ് ഉണ്ടാവും. ഒന്ന് എൻ്റർ കീ കൊടുക്കുക. എൻ്റർ കീ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആ ലിസ്റ്റ് തരും. ആ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് അതിനെ സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഡോക്യുമെൻറ്റുകൾ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കീ ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് FB03 ആണ് അതിൻ്റെ കീ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിപ്പോൾ ഡോക്യുമെൻ്റ് എൻ്റർ ചെയ്യുന്നത് കാണിച്ചു. അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് എങ്ങനെയാണ് ഡോക്യുമെൻ്റ് കാണുന്നതെന്ന് കാണിച്ചു. ഇനി ഡോക്യുമെൻ്റ് ചേഞ്ച് എന്നുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്, അത് നമുക്ക് പിന്നീട് നോക്കാം. അപ്പം ഈ ഡോക്യുമെൻ്റ് പോസ്റ്റിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് നമ്മളിപ്പോൾ ചെയ്തത്. അതായത് നമ്മൾ ചെയ്ത് കഴിയുമ്പം ഈ FB50 ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഡോക്യുമെൻ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ ഡോക്യുമെൻ്റ് പോസ്റ്റ് എന്നാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പോസ്റ്റാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഈ പോസ്റ്റ് ചെയ്ത ഡോക്യുമെൻറ്റിൻ്റെ പ്രത്യേകത, ആ ഡോക്യുമെൻ്റ് പിന്നെ ചേഞ്ചബിൾ അല്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഈ ഡോക്യുമെൻ്റ് ലിസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒന്ന് എക്സിക്യൂട്ട് ചെയ്താൽ മതി, സിസ്റ്റം അത് എടുത്തോളും. ഈ ഒരു ഡോക്യുമെൻ്റാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഈ ലിസ്റ്റ് ഇത് വന്നു കഴിഞ്ഞാൽ ഈ ഡോക്യുമെൻ്റ് പിന്നീട് എഡിറ്റബിൾ അല്ല. നിങ്ങൾക്ക് ഇവിടെ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതായത് ഫണ്ടമെൻ്റലായ ചില ഇൻഫർമേഷൻ ഒഴിച്ച് ബാക്കി ഒന്നും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു പോസ്റ്റ് ചെയ്ത ഡോക്യുമെൻ്റ് SAPയിൽ പിന്നെ എഡിറ്റബിൾ അല്ല എന്നാണ് SAPയുടെ പോളിസി. അപ്പോൾ നിങ്ങൾക്ക് ആ ഡോക്യുമെൻ്റ് റിമൂവ് ചെയ്യാൻ പറ്റില്ല. ആ ഡോക്യുമെൻറ്റിനെ നിങ്ങൾക്ക് എന്താ പറ്റില്ല, കറക്ഷനും ചെയ്യാൻ പറ്റില്ല. കറക്ഷൻ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് അതിൻ്റെ അക്കൗണ്ട് നമ്പർ മാറ്റാൻ പറ്റില്ല, അതിൻ്റെ എമൗണ്ട് മാറ്റാൻ പറ്റില്ല. സോറി, ബേസിക് ഇൻഫർമേഷൻ ഒന്നും നിങ്ങൾക്ക് ഫണ്ടമെൻ്റൽ ഇൻഫർമേഷൻ ഒന്നും മാറ്റാൻ പറ്റില്ല. അതിൻ്റെ ജസ്റ്റ് ബേസിക് ആയ ഇൻഫർമേഷനുകൾ മാത്രമേ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ബേസിക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നറേഷൻ പോലുള്ള ടെക്സ്റ്റൊക്കെ പോലുള്ള ജസ്റ്റ് അങ്ങനെ അതിൻ്റെ ബേസിക് ഇൻഫർമേഷൻ മാത്രം വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ബാക്കി ഇൻഫർമേഷൻ ഒന്നും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതാണ് ഒരു ഡോക്യുമെൻ്റ് പോസ്റ്റ് ചെയ്ത ഡോക്യുമെൻറ്റിൻ്റെ പ്രത്യേകത. കാരണം SAP അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു ചേഞ്ചസിന് വേണ്ടിയിട്ട് SAP പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. പോസ്റ്റ് ചെയ്ത ഡോക്യുമെൻ്റ് മീൻസ് അത് ഫൈനലി പോസ്റ്റഡ് ആണ്. പിന്നെ അതിനകത്ത് നിങ്ങൾക്ക് ഒരു ചേഞ്ചസും വരുത്താൻ പറ്റില്ല. ഇനി ഒരു പറഞ്ഞോളൂ. ചേഞ്ച് ചെയ്യാൻ ആ എൻട്രി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ക്യാൻസലേഷൻ മീൻസ് ആ എൻട്രി ആ പർട്ടിക്കുലർ എൻട്രീനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കതിന് എഗെയിൻസ്റ്റ് ഒരു റിവേഴ്സൽ എൻട്രി മാത്രമേ ഇടാൻ പറ്റുള്ളൂ. റിവേഴ്സൽ എൻട്രി എന്ന് പറയുന്നത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ചെയ്ത ഈ ഒരു എൻട്രി, ഇതാണ് എൻ്റെ എൻട്രി, ഇത് ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു എൻട്രിയാണ് ഞാൻ ചെയ്തത്, റെൻറ്റ് പേയബിൾ 9,800 ഇത്. അപ്പം ഇത് ഓൾറെഡി പോസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ആ എൻട്രീനെ എനിക്ക് റിവേഴ്സ് ചെയ്ത് കളയാനേ പറ്റുള്ളൂ. റിവേഴ്സ് ചെയ്ത് കളയാന്ന് പറയുമ്പോൾ അതിനെ റിവേഴ്സ് പോസ്റ്റ് ചെയ്യും. ഇവിടെ ഡെബിറ്റ് ചെയ്തതിനെ ക്രെഡിറ്റ് ചെയ്യും, ഇവിടെ ക്രെഡിറ്റ് ചെയ്തതിനെ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബുക്സിൽ എന്താവും, അത് നില്ലാവും അല്ലേ. ഡെബിറ്റിലും ക്രെഡിറ്റിലും ഒരേ എമൗണ്ട് വന്നില്ല, അപ്പോൾ ബുക്സിന് ഇല്ലായി. പക്ഷേ ആ എൻട്രീൻ്റെ എഫക്റ്റ്, അതായത് എൻട്രി നമ്മുടെ ബുക്സിനെ എഫക്റ്റ് ചെയ്യില്ല, പക്ഷേ ആ എൻട്രി അവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെയാണ് SAP ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ മാനുവലി എൻട്രി ഇടേണ്ട, അത് പോസ്റ്റിംഗ് റിവേഴ്സൽ എന്ന് പറയുന്നതിൻ്റെ പ്രോസസ്സിൽ കൂടെ ചെയ്യുന്നത്. നമുക്കത് സിംഗിൾ റിവേഴ്സലും അതുപോലെ ബൾക്ക് റിവേഴ്സലും ഉണ്ട്. അത് നമുക്ക് പിന്നീട് വരുന്ന ടോപ്പിക്കാണ്. പക്ഷേ അത് ഓർത്തിരിക്കുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ എൻട്രി, ഈ ഫസ്റ്റ് നമ്മൾ ചെയ്ത ഈ എൻട്രിക്കകത്തൊരു കറക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ അത് 9,800 പകരം ഞാൻ ബൈ മിസ്റ്റേക്ക് ഞാൻ 10,000 പോസ്റ്റ് ചെയ്ത് പോയെങ്കിൽ എനിക്ക് അതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ സിസ്റ്റം എന്ത് ചെയ്യാനേ പറ്റുള്ളൂ, അതിനെ ക്യാൻസൽ റിവേഴ്സ് എൻട്രി ഇട്ട് കളയാനേ പറ്റുള്ളൂ. അതിനുശേഷം പിന്നെ നിങ്ങളൊരു ആക്ച്വൽ എൻട്രി ഇട്ടിട്ട് അതിനെ, അപ്പോൾ 3 എൻട്രി വരും. ഒന്ന് നിങ്ങളുടെ കറക്ഷൻ എൻട്രി, അല്ലെങ്കിൽ ആ മിസ്റ്റേക്ക് വന്ന എൻട്രി, നിങ്ങൾ റിവേഴ്സ് ചെയ്ത എൻട്രി, പിന്നെ പുതിയ എൻട്രി, ആക്ച്വൽ എൻട്രി. ഇങ്ങനെ 3 ലൈനായിട്ട് 3 ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ SAPയിൽ. SAP ക്യാൻസലേഷൻ പെർമിഷൻ തരുന്നില്ല. പോസ്റ്റ് ചെയ്തതിൻ്റെ കേസാണ്. പാർക്കിംഗ് എന്ന കോൺസെപ്റ്റ് വേറെയുണ്ട്, പാർക്കിങ്ങിൻ്റെ കോൺസെപ്റ്റ് നമ്മൾ വരുന്നുണ്ട്, ഇത് ഓർത്തിരിക്കും. ഇനി നമ്മളിനി ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഡോക്യുമെൻ്റ് കാണുന്നത് നമ്മൾ കണ്ടു. ഡോക്യുമെൻ്റ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് FB03 പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡോക്യുമെൻ്റ് കാണാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. ഇനി എനിക്ക് മറ്റൊരു ഇൻഫർമേഷൻ വേണ്ട. ഞാൻ ചെയ്തു വെച്ച് ഞാനിപ്പോൾ ക്യാപിറ്റലിലേക്ക് കുറച്ച് എൻട്രി കൊണ്ടുവന്നു, ക്യാപിറ്റലിൻ്റെ 2 ലൈൻ ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാങ്കിലേക്ക് കുറച്ച് എമൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതൊക്കെ ഡീറ്റെയിൽസ് കാണണം. എനിക്ക് എത്ര ബാങ്കിൻ്റെ ബാലൻസ്, അല്ലെങ്കിൽ ലെഡ്ജർ ഡീറ്റെയിൽസ് എനിക്ക് കാണണം, അല്ലെങ്കിൽ ലൈൻ ഐറ്റം ഡീറ്റെയിൽസ് കാണണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എങ്ങനെയാണ്, ഏത് ഡീറ്റെയിൽസ് ആണ് ഉപയോഗിക്കുക, അതിനൊരു ഉപയോഗിക്കുന്ന T കോഡ് ഇങ്ങനെയാണ്, FBL3N. FBL3N. GL അക്കൗണ്ട് ലൈൻ ഐറ്റം ഡിസ്പ്ലേ FBL3N. ഈ ഒരു ട്രാൻസാക്ഷൻ ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ ഈ ഒരു T കോഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ GL അക്കൗണ്ടിൻ്റെ ലൈൻ ഐറ്റത്തിൻ്റെ ഇൻഫർമേഷൻ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 1 by 1 ആയിട്ട്, ഇപ്പോൾ നമുക്ക് ക്യാഷ് അക്കൗണ്ടിൻ്റെ ബാലൻസ് കാണണം, അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ്, അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ടിൻ്റെ എത്രയാണ് ടോട്ടൽ മൂവ്മെൻറ്റ്, ഇത് കാണണമെങ്കിൽ നമ്മൾ ഈ T കോഡ് ഉപയോഗിച്ചാൽ മതി. ഇത് 2 T കോഡാണ് കോമൺലി ഉപയോഗിക്കുക. രണ്ടെണ്ണം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണേ. ഒന്ന് FBL3N, ഫസ്റ്റ് വൺ FBL3N, അല്ലെങ്കിൽ
FAGLL03. FAGL ആണോ FAGLL ആണോ നോക്കട്ടെ, ലിസ്റ്റിലുണ്ടാവും, ഞാനൊന്ന് എടുത്തോട്ടെ. റെസിപ്പി തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. FAGL ആണോ FAGLL ആണോ എന്ന് നോക്കട്ടെ. FAGLL03 FAGLL ആണ്. FAGLL03. ഒന്ന് FBL3N, മറ്റൊന്ന് FAGLL03. ഈ രണ്ട് T കോഡാണ് നമ്മൾ ഈ GL അക്കൗണ്ടിൻ്റെ ലൈൻ ഐറ്റം കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ രണ്ടും ഏകദേശം സിമിലർ ഓപ്ഷൻ തന്നെയാണ്. ഈ രണ്ടിൻ്റെയും ഡിസ്പ്ലേ ഏകദേശം സെയിം തന്നെയാണ്. ഡിസ്പ്ലേ GL വ്യൂ ആണ്. ഒന്ന് ഇത് GL അക്കൗണ്ട് ലൈൻ ഐറ്റം ഡിസ്പ്ലേ. FBL3N മീൻസ് GL അക്കൗണ്ട് ലൈൻ ഐറ്റം ഡിസ്പ്ലേ. FAGLL03 മീൻസ് GL അക്കൗണ്ട് ഐറ്റം ഡിസ്പ്ലേ GL വ്യൂ. അപ്പോൾ ഈ GL വ്യൂവും ലൈൻ ഐറ്റം ഡിസ്പ്ലേയും തമ്മിൽ നിങ്ങൾക്ക് അറിയാം, വ്യത്യാസം നിങ്ങൾക്ക് അറിയാം. ലൈൻ ഐറ്റം ഡിസ്പ്ലേ മീൻസ് അത് നമ്മുടെ നോർമൽ എൻട്രി വ്യൂ ആയിരിക്കും. GL വ്യൂ ആണ് നമുക്ക് FAGLL03 കിട്ടുക. അപ്പം ഈ രണ്ട് ഡിസ്പ്ലേ ആണ് നോർമലി നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് GL അക്കൗണ്ടിൻ്റെ ലിസ്റ്റ് കാണണമെങ്കിൽ അല്ലെങ്കിൽ GL അക്കൗണ്ടിൻ്റെ ബാലൻസ് കാണണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. രണ്ട് ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അതായത് ഈ FAGLL03 എന്ന് പറയുന്നത് ഈ രണ്ടാമത് ഞാൻ പറഞ്ഞ കീ ഹന ഓൺലി ആണ്. രണ്ടും ലൈൻ ഐറ്റം GL ലൈൻ ഐറ്റം ഡിസ്പ്ലേ ആണ്. GL ലൈൻ ഐറ്റം ഡിസ്പ്ലേ ആണ്. ഇത് ECCയിലും ഹനയിലും ഉണ്ട്. ഇതും സെയിം GL അക്കൗണ്ട് ലൈൻ ഐറ്റം ഡിസ്പ്ലേ ആണ്. അത് GL വ്യൂ ആണെന്ന് പറയുന്നുണ്ട്. GL വ്യൂ ആണ്. പിന്നെ ഇത് ഹനയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ECC പഴയ വേർഷനിലുള്ള ഒരു സെർവർ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ FAGLL03 കിട്ടില്ല. ഇത് ഹനയിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ രണ്ട് റിപ്പോർട്ടുകളാണ് നിങ്ങൾ കോമൺലി ലെഡ്ജർ റിപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ലെഡ്ജറിൻ്റെ പ്രിൻ്റ് എടുക്കാനൊക്കെ നമ്മൾ ഈ ഒരു റിപ്പോർട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം അതിനൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളൊരു യൂസർ ലെവലിൽ ഉപയോഗിക്കുന്ന റിപ്പോർട്ടും, യൂസർ ലെവൽ മീൻസ് എവിടെയും നിങ്ങൾ ഉപയോഗിക്കുന്ന റിപ്പോർട്ട് ഇത് തന്നെയായിരിക്കും. ഈ ലെഡ്ജറിൻ്റെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന റിപ്പോർട്ട് ഇത് തന്നെയായിരിക്കും. ഒന്നുകിൽ FAGLL03 ഉപയോഗിക്കും, അല്ലെങ്കിൽ FBL3N ഉപയോഗിക്കും. ഇനി ഇത് തമ്മിൽ എന്താ വ്യത്യാസം നമുക്ക് തോന്നും, അല്ലെങ്കിൽ എന്താണ് ഈ റിപ്പോർട്ട് തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. നമുക്ക് GL വ്യൂ ആകുമ്പോൾ GL വ്യൂ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക് എൻഡിൽ പോസ്റ്റ് ചെയ്ത വ്യൂ ആണ് കിട്ടുക. ഇനി ഫ്രണ്ട് എൻഡ് ആണെങ്കിൽ നമുക്ക് എൻട്രി വ്യൂ ആണ് കിട്ടുക. ഓക്കെ, ഇവിടെ ഞാൻ ആദ്യം FBL3N എടുക്കാം. FBL3N ഇവിടെ നമുക്കിവിടെ GL അക്കൗണ്ട് സെലക്ഷൻ ഓപ്ഷൻ കാണാം. ഇവിടെ GL അക്കൗണ്ട് നമ്പറിന് ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ഫ്രം ടു ആണ് കൊടുത്തേക്കുന്നത്. ഈ ഫ്രം ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റേഞ്ച് ഒക്കെ ഡിഫൈൻ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതുപോലെ കമ്പനി കോഡും ഫ്രം ടു. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് TT01ലും TT02ലുള്ള ക്യാഷിൻ്റെ ബാലൻസ് കാണുമെങ്കിൽ എനിക്ക് ഫ്രമിൽ TT01ഉം TT02ഉം കൊടുത്താൽ മതി. അതാണ് ഈ ഫ്രം ടൂവിൽ പറയുന്നത്. അപ്പം രണ്ട് കമ്പനിയുടെയും ക്യാഷ് ബാലൻസ് കാണും, അല്ലെങ്കിൽ ബാങ്കിൻ്റെ ബാലൻസ് കാണും. എനിക്കിങ്ങനെ ഈ ഒരു റേഞ്ച് ഉപയോഗിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു കമ്പനി മാത്രം മതിയെങ്കിൽ അതിങ്ങനെ കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ സെർച്ച് സ്ട്രിങ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ ഇനി താഴേക്ക് വരുമ്പോൾ ലൈൻ ഐറ്റം സെലക്ഷൻ, ഓപ്പൺ ഐറ്റം, ക്ലിയർഡ് ഐറ്റം, ഓൾ ഐറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് കോൺസെപ്റ്റ് ഉണ്ട്. ഇത് നമുക്ക് മറ്റൊരു ടോപ്പിക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളതാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇതൊന്നും ആവശ്യമില്ല. അതുപോലെ ഏറ്റവും താഴേക്ക് വരുമ്പോൾ നോർമൽ ഐറ്റം, നോട്ടഡ് ഐറ്റം, പാർക്ക്ഡ് ഐറ്റം, ഇങ്ങനെ കുറച്ച് കോൺസെപ്റ്റ് ഉണ്ട്. നമുക്ക് നോർമലി ഒരു വ്യൂ കാണാൻ വേണ്ടി നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് മാത്രം മതി. അതായത് GL അക്കൗണ്ട് നമ്പറും കമ്പനി കോഡും മാത്രം മതി. ഇത്രയും കൊടുത്ത് നിങ്ങളൊന്ന് എക്സിക്യൂട്ട് ചെയ്താൽ നിങ്ങൾ ആ സെലക്ട് ചെയ്ത അക്കൗണ്ടിൻ്റെ GL അക്കൗണ്ട് ലൈൻ ഐറ്റം ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കാണുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ GL അക്കൗണ്ടിൻ്റെ പേര് കാണാൻ പറ്റും, ടൈറ്റിൽ, അതിൻ്റെ ടെക്സ്റ്റ് കാണാൻ പറ്റും, കമ്പനി കോഡ് ഏതാണ്, ഈ ഇൻഫർമേഷൻക്ക് ടൈറ്റിൽ കാണാൻ പറ്റും. അതിനുശേഷം ഇങ്ങനെ ഒരു കോളംനാറായിട്ടാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാകും. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് കോളം സ്റ്റാറ്റസ് ആണ്. അതിനുശേഷം അസൈൻമെൻറ്റ്, നമ്മുടെ അസൈൻമെൻറ്റ് വാല്യൂ എന്താ നമുക്കറിയാം. അതിന് ഡേറ്റിൻ്റെ റിവേഴ്സൽ ഓർഡറിലാണ് അസൈൻമെൻറ്റ് വന്നിട്ടുണ്ടാവുക. പിന്നെ ഡോക്യുമെൻ്റ് നമ്പർ, ബിസിനസ് ഏരിയ ബ്ലാങ്ക് ആണ് ഉണ്ടാവുക, ടൈപ്പ് SA ടൈപ്പ് ഡോക്യുമെൻ്റ് ആണെന്ന് കാണിച്ചിട്ടുണ്ടാവും, ഡോക്യുമെൻ്റ് ഡേറ്റ് കാണിച്ചിട്ടുണ്ടാവും,
പോസ്റ്റിംഗ് ഡേറ്റ് കാണിച്ചിട്ട് പോസ്റ്റിംഗ് കീ ഉണ്ടാവും. അതുപോലെ തന്നെ അക്കൗണ്ട് ലോക്കൽ കറൻസി എമൗണ്ട്, ലോക്കൽ കറൻസി ഏതാണ്, ടാക്സ്, ക്ലിയറിംഗ് ഡോക്യുമെൻറ്റ്, ടെക്സ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള എമൗണ്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഞാനിപ്പോൾ നമുക്ക് മൾട്ടി ലൈൻ വന്നിട്ടുണ്ടാകാൻ സാധ്യതയുള്ളത് നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഞാൻ സെലക്ട് ചെയ്യും. ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുത്തിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 ലൈൻ ഐറ്റം ഉണ്ട്. നമുക്ക് 2 ഡോക്യുമെൻ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് വന്നിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഡോക്യുമെൻ്റ് ഇതാണ്, സെക്കൻഡ് ഡോക്യുമെൻ്റ് ഇതാണ്. അസൈൻമെൻറ്റ് നമ്പർ ഞാൻ ഫസ്റ്റിൻ്റെ ഡോക്യുമെൻ്റ് 7-1 ആയതുകൊണ്ട് ആ അസൈൻമെൻറ്റ് നമ്പറും ഇത് കറണ്ട് ഡേറ്റ ഉണ്ട്, ആ അസൈൻമെൻറ്റ് നമ്പർ വന്നിട്ടുണ്ട്. 2ൻ്റെ സ്റ്റാറ്റസ് ടിക്ക് വീണിട്ടുണ്ട്. ഇനി ടിക്ക് മീൻസ് അത് പോസ്റ്റഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ സ്റ്റാറ്റസിൽ പറയുന്നത് ഇത് ക്ലിയർഡ് ആയിട്ടാണോ ഓപ്പൺ ആയിട്ടാണോ എന്നുള്ള സിമ്പിളാണ് ഉപയോഗിക്കുന്നത്. അവിടെ ആ ഡോക്യുമെൻറ്റ് ടൈപ്പ് പറയുന്നത് പോസ്റ്റഡ് ഡോക്യുമെൻ്റ് എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ ഡോക്യുമെൻ്റ് നമ്പർ നമുക്കറിയാം, ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഈ ഡോക്യുമെൻറ്റ് ടൈപ്പ് നിങ്ങൾക്ക് അറിയുന്നതാണ്. SA ഡോക്യുമെൻ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോസ്റ്റ് കീ 2 50 ആണ്, കാരണം 2 ക്രെഡിറ്റ് ലൈനായിട്ടാണ്. മറ്റൊരു ഇൻഫർമേഷൻ കൂടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ 2ൻ്റെയും എമൗണ്ട് നെഗറ്റീവ് ബാലൻസ് ആണ്. ഈ ഫസ്റ്റിലത്തെ ആ എമൗണ്ടും സെക്കൻഡിൻ്റെ ഐറ്റത്തിന് 2ഉം നെഗറ്റീവ് ബാലൻസ് ആണ്. കാരണം ഇത് ക്രെഡിറ്റ് ലൈൻ ആണ്. ക്രെഡിറ്റ് ലൈൻ ആണെങ്കിൽ അത് നെഗറ്റീവ് ബാലൻസ് ആയിട്ടാണ് കാണിക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾ ക്യാഷ് അക്കൗണ്ടോ ബാങ്ക് അക്കൗണ്ടോ നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് പോസിറ്റീവ് ബാലൻസ് ആയിട്ടാണ് കാണിക്കുക. അത് ആക്ച്വൽ ബാലൻസ് ആണ്, അല്ലെങ്കിൽ പോസിറ്റീവ് ബാലൻസ് ആണ്. അത് ഇങ്ങനെയാണ് സിസ്റ്റം. ഈ ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും അതിന് 2 കോളങ്ങൾ പ്രൊവൈഡ് ചെയ്യില്ല. അതിന് പകരം സിംഗിൾ കോളത്തിൽ തന്നെ അത് വരിക. അപ്പോൾ അവിടെ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടാണ് എമൗണ്ടുകൾ റിഫ്ലക്റ്റ് ചെയ്യുക. അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും ടോട്ടൽ ബാലൻസ് ആയിട്ട് കാണിക്കുക. നമുക്ക് ഡെബിറ്റ് കോളങ്ങൾ ക്രെഡിറ്റ് കോളങ്ങൾ ആ ഒരു കോൺസെപ്റ്റോടെയിൽ ഇവിടെ സെൽഫ് ബാലൻസിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒറ്റ കോളവേ ഉണ്ടാവുള്ളൂ. അവിടെ പോസിറ്റീവ് വാല്യൂസ് മീൻസ് ഡെബിറ്റ് വാല്യൂസും നെഗറ്റീവ് വാല്യൂസും ക്രെഡിറ്റ് വാല്യൂസുമായിട്ട് വന്നിട്ടുണ്ടാവും. ഇങ്ങനെയാണ് നമ്മളിതിനെ റീഡ് ചെയ്യേണ്ടത്. ഇനി ഇവിടെയുള്ളത് ടെക്സ്റ്റ് നമ്മളെ കൊടുത്ത ആ ടെക്സ്റ്റാണ്, ലൈനായിട്ട് കൊടുത്ത ടെക്സ്റ്റാണ്. ടോട്ടൽ GL അക്കൗണ്ടിൻ്റെ ബാലൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ടോട്ടൽ ഇത്രയാണ് ബാലൻസ് എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. ഇത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ അക്കൗണ്ട് ഒരുമിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ബാലൻസ് കാണണം. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ 100 000 തൊട്ട് 110 ഈ 100 ആണ്. 100 2 അക്കൗണ്ട് വേണമെങ്കിൽ എനിക്ക് ആ 2 അക്കൗണ്ട് കൊടുത്ത് എക്സിക്യൂട്ട് ചെയ്താൽ എനിക്ക് 2 അക്കൗണ്ടിൻ്റെ ബാലൻസ് കാണിക്കും. ഇവിടെ ക്യാഷ് അക്കൗണ്ടിനെ കാണിക്കും, തൊട്ട് താഴെയായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് കാണിക്കും. എന്നിട്ട് ടോട്ടൽ ബാലൻസ് നമുക്ക് മൂന്നാമത് ഗ്രാൻഡ് ടോട്ടൽ ബാലൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ അക്കൗണ്ടുകളും സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി ഡിഫറെൻറ്റ് അക്കൗണ്ട് ആണെങ്കിൽ ഇപ്പോൾ തൊട്ടടുത്ത് ഇപ്പോൾ ഇത് ഫ്രം ടു മീൻസ് ഈ 2 അക്കൗണ്ടുകൾ തമ്മിൽ ഈ അക്കൗണ്ടിനും ഈ അക്കൗണ്ടിനും ഇൻ ബിറ്റ്വീനുള്ള എല്ലാ അക്കൗണ്ടുകളിലെ ബാലൻസ് എടുക്കുക ചെയ്ത്. അതിന് പറയാൻ എനിക്ക് പർട്ടിക്കുലർലി 2 അക്കൗണ്ട് മാത്രം എടുത്താൽ മതിയെങ്കിലോ, അതിന് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, മൾട്ടിപ്പിൾ സെലക്ഷൻ എന്ന ഓപ്ഷൻ. അപ്പോൾ ഇവിടെ എനിക്ക് വേണമെങ്കിൽ ക്യാഷ് അക്കൗണ്ടും അതുപോലെ തന്നെ എനിക്ക് ക്യാപിറ്റൽ അക്കൗണ്ടും മാത്രമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എനിക്ക് ഈ ലിസ്റ്റിനകത്ത് കൊടുക്കുന്ന ഐറ്റങ്ങൾ മാത്രമായിട്ട് വേണമെങ്കിലും എനിക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ പല രീതിയിൽ നിങ്ങൾക്ക് റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ക്യാഷ് അക്കൗണ്ടും കോമൺ സ്റ്റോക്ക് അക്കൗണ്ടും മാത്രമേ ലിസ്റ്റ് വന്നിട്ടുള്ളൂ. ക്യാഷ് അക്കൗണ്ടിൻ്റെ ബാലൻസ് പോസിറ്റീവാണ്. അതേ ബാലൻസ് തന്നെ ഇവിടെ പോയപ്പോൾ ഇത് ക്രെഡിറ്റ് ലൈൻ ആയെങ്കിൽ ഇവിടെ 40 ആണ്, ഇവിടെ 50 ആണ്, ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഈ മൾട്ടി സെലക്ഷൻ പല രീതിയിലുണ്ട്. നിങ്ങൾക്ക് മൾട്ടി സെലക്ഷൻ എടുക്കാം, കമ്പനി കോഡ് വൈസ് മൾട്ടി സെലക്ഷൻ എടുക്കാം, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പം ഈ റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യുമ്പം ഈ റിപ്പോർട്ട് കസ്റ്റമൈസേഷനും അല്ലെങ്കിൽ ഡിസ്പ്ലേ കസ്റ്റമൈസേഷനും ഒരു ഓപ്ഷനാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് ഓർത്തിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഈ റിപ്പോർട്ട് ഇങ്ങനെ ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഇപ്പോൾ ഈ കിട്ടുന്ന ഈ വിൻഡോ SAP സ്റ്റാൻഡേർഡ് വിൻഡോ എനിക്ക് കിട്ടുന്ന ഈ ഒരു ഡിസ്പ്ലേ. അപ്പോൾ ഇത് മിക്കവാറും എനിക്ക് പ്രിൻ്റബിൾ ആയിരിക്കില്ല, കാരണം ഈ എല്ലാ ഇൻഫർമേഷൻ എനിക്ക് ആവശ്യമില്ല. ഇപ്പോൾ ഈ പറയുന്ന ക്ലിയറിംഗ് ഡോക്യുമെൻറ്റ് നമ്പറോ ടാക്സ് കോളോ ഒന്നും എനിക്ക് ആവശ്യമില്ലെങ്കിൽ എനിക്കതിനെ കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിൽ ഇതിനെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൂടി ഒന്ന് മനസ്സിലാക്കണം. കാരണം നമ്മളിത് നിങ്ങൾ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾക്ക് ലെഡ്ജറിൻ്റെ ബാലൻസ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടാണ് ഒരു ഡോക്യുമെൻ്റ്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി നിങ്ങൾ ചെയ്യേണ്ടി വരുവാണെങ്കിൽ ആ ലെഡ്ജറിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കണം. ആ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ രീതിയിൽ നിങ്ങളിത് പ്രിൻ്റ് കൊടുത്താൽ ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരു പേജിലൊന്നും നിങ്ങൾക്ക് ഇതിനെ ചെയ്യാൻ എന്താ പറയുക, അതിനകത്ത് നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റില്ല, അതിനെക്കാളും പുറത്തേക്ക് ഇത് പോകും. അപ്പം അതുകൊണ്ട് നിങ്ങൾക്കത് കസ്റ്റമൈസ് ചെയ്ത് പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ ഈ കസ്റ്റമൈസേഷൻ്റെ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതിന് ഇവിടെ നിങ്ങൾക്ക് ഈ മോർ എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ചേഞ്ച് ലേഔട്ട് എന്ന ഓപ്ഷൻ കാണാം. ഈ ചേഞ്ച് ലേഔട്ട് നിങ്ങളുടെ PC-യിൽ ചിലപ്പോൾ ഒരു എന്താ പറയുക ചെറിയൊരു കേസർ ഒന്ന് വെച്ച് നോക്കിയാൽ അപ്പോൾ ചേഞ്ച് ലേഔട്ട് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം.
ഒരു ചെറിയൊരു മൾട്ടി കളർ ഒരു ചെറിയൊരു ബോക്സ് പോലെ കാണിക്കുക, ഒരു എന്താ പറയുക ടേബിൾ പോലെ കാണിക്കുക. അതിൻ്റെ പേര് ചേഞ്ച് ലേഔട്ട് എന്നാണ്. ഈ ചേഞ്ച് ലേഔട്ട് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കൺട്രോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കൺട്രോളിൽ ഓൾറെഡി ഉള്ള വാല്യൂസാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക. ഈ സൈഡിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഓൾറെഡി ഉള്ള വാല്യൂം, റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് അതിൻ്റെ എന്താ പറയുക സ്റ്റാൻഡേർഡ് എല്ലാ വാല്യൂകളും ഇങ്ങനെ രണ്ട് ടേബിൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇത് എക്സലിൽ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. എക്സൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവിടെ ഇതേപോലെ ഒരു സിമിലർ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കേണ്ടത് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇനി ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ എനിക്ക് ബേസിക്കലി ഈ രണ്ട് കോളങ്ങൾ എനിക്ക് വേണ്ട എങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി, ആ രണ്ട്. അപ്പോൾ എനിക്ക് ടാക്സ് കോഡ് എനിക്ക് വേണ്ട, ക്ലിയറിംഗ് ഡോക്യുമെൻറ്റ് വേണ്ട എങ്കിൽ ഞാൻ രണ്ട് ഐറ്റം സെലക്ട് ചെയ്തിട്ട് ഞാൻ അതിനെ ഹൈഡ് കൊടുത്തു. അപ്പോൾ ആ രണ്ട് ഐറ്റം അവിടുന്ന് റിമൂവ് ആയി. നോക്കാം റിമൂവ് ആയോ നോക്കാം. ജസ്റ്റ് ഒന്ന് കോപ്പി കൊടുത്തപ്പോൾ ആ രണ്ട് ഐറ്റങ്ങൾ അവിടുന്ന് പോയി. അപ്പോൾ അങ്ങനെ എനിക്ക് വേണ്ടാത്ത ഐറ്റങ്ങൾ റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. ഇനി എനിക്കിതിൻ്റെ വിഡ്ത്തുകൾ കറക്റ്റ് ചെയ്യണം. ഇപ്പോൾ അസൈൻമെൻറ്റ് നമ്പറിൽ ഇത്രയും വിഡ്ത്ത് ഉണ്ട്. അപ്പോൾ ഏകദേശം അത്ര തന്നെ സ്പേസ് വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പം അസൈൻമെൻറ്റ് നമ്പറിൽ നമ്മൾ നോർമലി വരാൻ സാധ്യതയുള്ളത് GL അക്കൗണ്ടിൻ്റെ കേസാണെങ്കിൽ നമുക്ക് ഡേറ്റ് ആണ്. ഡേറ്റ് ആകുമ്പോൾ 8 ഡിജിറ്റേ നോർമലി വരുള്ളൂ. മന്ത്, ഡേ, ഇയർ ആകുമ്പോൾ 8 ഡിജിറ്റേ മാക്സിമം വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഒരു 10 ഡിജിറ്റ് സ്പേസ് മതി. അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് ടൈപ്പിൽ 2 ഡിജിറ്റേ വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ എനിക്ക് ഒരു 3 ഡിജിറ്റ് വരെ മതി. ഈ കറൻസിയും അല്ല ടെക്സ്റ്റൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ലിമിറ്റ് ചെയ്യാം. അപ്പം അതുമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതായത് നമുക്ക് വേണ്ട കോളങ്ങൾ ആഡ് ചെയ്യാം, വേണ്ടാത്ത നമുക്ക് റിമൂവ് ചെയ്യാം. അതുപോലെ അതിൻ്റെ കോളം വിഡ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഈ ഫസ്റ്റ് കാണുന്ന ഇതിൻ്റെ പൊസിഷനാണ്. ഇത് ഏത് പൊസിഷനിലാണ് ഇത് ലിസ്റ്റിൽ നിൽക്കുന്നത്. അപ്പം ക്ലിയർഡ് ഓപ്പൺ ഐറ്റം സ്റ്റാറ്റസ് ആണ് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. ടെക്സ്റ്റ് ആണ് 10th പൊസിഷനിൽ നിൽക്കുന്നത്. ഇനി അതിൻ്റെ വിഡ്ത്ത് ലെങ്ത്ത് പറയുന്നത് അതിൻ്റെ ക്യാരക്ടർ സ്പേസ് ആണ് പറയുന്നത്. അസൈൻമെൻറ്റിൻ്റെ കോളം ക്യാരക്ടർ സ്പേസ് പറയുന്നത് 18 എണ്ണം, എനിക്ക് 10 എണ്ണം മതി. അങ്ങനെ ഞാൻ 10 എന്ന് കൊടുത്തു. ഡോക്യുമെൻറ്റ് നമ്പർ 10 തന്നെ കൊടുത്തിട്ടുണ്ട്. ബിസിനസ് ഏരിയ 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. ബിസിനസ് ഏരിയ എനിക്ക് വേണ്ട, ഞാനത് റിമൂവ് ചെയ്തു. പിന്നെ ഡോക്യുമെൻ്റ് ടൈപ്പിന് എനിക്ക് 3 ഡിജിറ്റ് മതി, ഞാൻ 3 ഡിജിറ്റ് കൊടുത്തിട്ടുണ്ട്. ഡോക്യുമെൻ്റ് ഡേറ്റിന് 10 കൊടുത്തിട്ടുണ്ട്. പോസ്റ്റിംഗ് കീ 2 കൊടുത്തിട്ടുണ്ട്. ലോക്കൽ കറൻസി 20 കൊടുത്തിട്ടുണ്ട്. ലോക്കൽ കറൻസി വാല്യൂ 4 എണ്ണം മതി, ഞാൻ 4 എന്ന് കൊടുത്തു. മീൻസ് INR എന്ന് പറയുമ്പോൾ 3 + 1 ഒരു സ്പേസും കൂടെ മതി, 4 എണ്ണം മതി. ടെക്സ്റ്റ് 50 വേണ്ട, എനിക്ക് 25 മതി. അപ്പോൾ ഇങ്ങനെ ഞാൻ അതിൻ്റെ വിഡ്ത്തുകളൊന്ന് കറക്റ്റ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കോപ്പി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, അതിനനുസരിച്ച് എൻ്റെ വിഡ്ത്തൊക്കെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കസ്റ്റമൈസ് ചെയ്ത് പ്രിൻ്റബിൾ ആക്കി മാറ്റാൻ പറ്റും. ഇനി വേറൊരു കാര്യം, നിങ്ങൾക്ക് അതിനകത്തൊക്കെ വേണമെങ്കിൽ അങ്ങോട്ട് നിങ്ങൾക്ക് ഇനിയും കാര്യങ്ങൾ ആഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വേണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിതിൻ്റെ കൂടെ പോസ്റ്റിംഗ് ഡേറ്റ് ഇപ്പോൾ ഇവിടെ ഇല്ല. ഇപ്പോൾ ഇതിനകത്ത് പോസ്റ്റിംഗ് ഡേറ്റ് ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റിംഗ് ഡേറ്റ് കൂടെ ആഡ് ചെയ്യാം. എനിക്ക് ഡോക്യുമെൻ്റ് ഡേറ്റ് അല്ല, പോസ്റ്റിംഗ് ഡേറ്റ് ആണ് വേണ്ടതെങ്കിൽ അല്ലെങ്കിൽ പോസ്റ്റിംഗ് ഡേറ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ എനിക്കത് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇൻഫർമേഷൻ കാണാം. പോസ്റ്റിംഗ് ഡേറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് കാണുന്നില്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്താൽ ഇവിടെ സെർച്ച് ബട്ടൺ ഉണ്ട്. ഫൈൻഡ് ബട്ടൺ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഫൈൻഡിനകത്ത് ആ ഒരു ടെക്സ്റ്റ്, ഇപ്പോൾ പോസ്റ്റിംഗ് എന്ന് പറയുന്നൊരു വാല്യൂ ആണ് എനിക്ക് സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പോസ്റ്റ് എന്ന് കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സിസ്റ്റം ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. ഇവിടെ പോസ്റ്റിംഗ് ഡേറ്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് ഇങ്ങോട്ട് ആഡ് ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. ഞാൻ പോസ്റ്റിംഗ് ഡേറ്റ് ഇങ്ങോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റിംഗ് ഡേറ്റ് വന്നേക്കുന്ന ഏറ്റവും താഴെയാണ്. എനിക്ക് അതിൻ്റെ പൊസിഷൻ വേണ്ടത് ഡോക്യുമെൻ്റ് ഡേറ്റിന് തൊട്ട് താഴെ. അതായത് എനിക്ക് 6ാമത്തെ പൊസിഷൻ വേണമെങ്കിൽ ഇത് ചേഞ്ച് ചെയ്ത് 6 എന്ന് കൊടുത്തിട്ട് ടിക്ക് കൊടുത്താൽ മതി. കോപ്പി കൊടുക്കുമ്പോൾ അത് 6ാമത്തെ പൊസിഷനിലേക്ക് വരും. പോസ്റ്റിംഗ് കീ അതിനിടയ്ക്ക് വന്നിട്ടുണ്ട്, അത് വേണമെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇതിനെ എന്ത് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്ത് വെക്കാം. ഇത് കസ്റ്റമൈസേഷൻ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. കാരണം നിങ്ങൾ റിയലി വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് പോസ്റ്റിംഗ് കീ 6, ഓക്കെ, അതിന് 7 കൊടുക്കാം. ഇത് 7ഉം ഇത് 6ഉം കൊടുക്കാം. നേരത്തെ ഞാൻ സിമ്പിളി അങ്ങ് 6 എന്ന് കൊടുത്തുകൊണ്ടാണ് സിസ്റ്റം അത് ചെയ്യാഞ്ഞത്. അപ്പോൾ ഞാൻ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് റീഅറേഞ്ച് ചെയ്തു. അപ്പോൾ ഇത് 7ാമത്തെ പൊസിഷനിലേക്ക് പോയി, ഇത് 6ാമത്തെ പൊസിഷനിലേക്ക് വന്നു. അപ്പോൾ ഡോക്യുമെൻ്റ് ഡേറ്റും വന്നിട്ടുണ്ട്, പോസ്റ്റിംഗ് ഡേറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഈ കസ്റ്റമൈസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ എടുത്തിട്ട് ഞാനിതിപ്പോൾ ബാക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഞാൻ എടുത്ത ഈ ഒരു ഡിസ്പ്ലേ പോയി. പിന്നെ ഞാൻ ഫസ്റ്റ് തൊട്ട് തന്നെ അടുത്ത തവണ നമ്മൾ ചെയ്യുമ്പോഴും പിന്നെ നമ്മൾ ഫസ്റ്റ് തൊട്ട് തന്നെ കോൺഫിഗർ ചെയ്യണം. അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞാനിപ്പോൾ ചെയ്തത് ചേഞ്ച് ലേഔട്ടാണ്, അതിന്
തൊട്ടടുത്ത് സെലക്ട് ലേഔട്ട് നിങ്ങൾക്ക് കാണാം. അതുപോലെ സേവ് ലേഔട്ട് എന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ ഈ ലേഔട്ട് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാം. അതായത് നിങ്ങളുടെ ഈ റിപ്പോർട്ടിൻ്റെ ലേഔട്ട് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാം. ഈ ലേഔട്ട് സേവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യൂസർ സ്പെസിഫിക് ആയിട്ട് സേവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാതെ യൂസർ സ്പെസിഫിക് അല്ലെങ്കിൽ ഇത് ചെക്ക് ചെയ്തില്ലെങ്കിൽ ഇത് ഈ SAP സെർവറിലുള്ള എല്ലാ യൂസേഴ്സിനും പോകും. അപ്പോൾ നമുക്കങ്ങനെ നമുക്ക് നമ്മുടെ റിക്വയർമെൻ്റ് അല്ലേ, നമുക്ക് നമ്മുടെ ആയിട്ടുള്ള ഒരു റിക്വയർമെൻറ്റ്, യൂസർ ആയിട്ടുള്ള റിക്വയർമെൻറ്റ് ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഈ നോർമൽ ലേഔട്ടുകൾ ക്രിയേറ്റ് ചെയ്യേണ്ട, നമ്മുടെ ഈ SAP യൂസർ സ്പെസിഫിക് മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ യൂസർ സ്പെസിഫിക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ പേര് കൊടുക്കുന്ന ലെഡ്ജർ വ്യൂ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ സ്റ്റാൻഡേർഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. സേവ് ചെയ്തു. ആ ലേഔട്ട് സേവ് ആയി. ഞാനൊന്ന് ബാക്ക് കൊടുക്കാം, എന്താണ് എഫക്റ്റ് നോക്കാം. ഞാൻ ഒന്നും കൂടി ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. പഴയ വ്യൂ തന്നെ വന്നേക്കുന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെ ഇനി ആ വ്യൂ കിട്ടുമെന്ന് ചോദിച്ചാൽ, ഇനി ഇവിടെ വന്നിട്ട് ഞാൻ സെലക്ട് ലേഔട്ട് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത യൂസർ വ്യൂ 1 ഇവിടെ ഉണ്ട്. ഇതെടുക്കുവാണെങ്കിൽ എനിക്ക് ആ വ്യൂ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ലേഔട്ടുകൾ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ നോർമൽ GL വ്യൂ ആണ് പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഇനി അടുത്തത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ കോസ്റ്റ് സെൻറ്റർ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് സെൻറ്ററും കോസ്റ്റ് സെൻറ്ററും ബിസിനസ് ഏരിയ ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത റിപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ലേഔട്ട് ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്യും. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഈ നമ്മുടെ ലേഔട്ട് കസ്റ്റമൈസേഷനിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലേഔട്ട് കസ്റ്റമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതൊന്നും കൺസൾട്ടൻ്റ് ലെവൽ അവർ ചെയ്തതല്ല, ഇതൊക്കെ നിങ്ങൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അത് ട്രെയിനിങ് ഒന്നും കിട്ടുമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ കമ്പനി പോലും ഈ ലേഔട്ട് കസ്റ്റമൈസേഷൻ ട്രെയിനിങ് ഒന്നും ഉണ്ടാവില്ല. കാരണം ഇതൊക്കെ സിമ്പിളായ കാര്യങ്ങളാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ലേഔട്ട് എന്ന ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് അത് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ വെക്കാൻ പറ്റും. അപ്പോൾ അതിന് ചേഞ്ച് ലേഔട്ട് എടുത്താൽ നിങ്ങൾക്ക് ലേഔട്ടുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, റിമൂവ് ചെയ്യാം. ഇതൊക്കെ എക്സലിലും ഉണ്ട്. ഇതേ ഓപ്ഷൻ തന്നെ സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻ എക്സലിലും കാണാം. നിങ്ങൾക്ക് വേണ്ട കോളങ്ങളെ ഫീൽഡുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, റിമൂവ് ചെയ്യാം. അതിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ അതിൻ്റെ ലെങ്ത്ത്, മീൻസ് ക്യാരക്ടറിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ഇനി ഇത് കണ്ടോ, സമ്മിൻ്റെ കോളം ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് സം ചെയ്യേണ്ട കോളങ്ങൾ, ഇപ്പോൾ ലോക്കൽ കറൻസി എമൗണ്ടിൻ്റെ സമ്മ് വേണോ, സമ്മ് വേണ്ടയോ, അതൊക്കെ നിങ്ങൾക്ക് തന്നെ ഇടാൻ പറ്റും. ആ ഓപ്ഷൻ സമ്മ് വേണമെങ്കിൽ സമ്മിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഇവിടുന്ന് വേണ്ടാത്തത് നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കളയാം, വേണ്ടത് മാത്രം നിങ്ങൾക്ക് കൊണ്ട് ആഡ് ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലേഔട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് പിന്നീട് നിങ്ങൾക്ക് ഓരോ തവണയും നിങ്ങൾ പ്രിൻറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ആ ലേഔട്ട് പോയി സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ സെലക്ട് ലേഔട്ട് എടുത്താൽ നിങ്ങളുടെ ലേഔട്ടും ഓൾറെഡി ഉള്ള സ്റ്റാൻഡേർഡ് ലേഔട്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സ്ലാഷ് കൊടുത്തിട്ട് വരുന്ന ലേഔട്ട് എന്ന് പറയുന്നത് ഇത് SAP സ്റ്റാൻഡേർഡ് ലേഔട്ട് ആയിരിക്കും. ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലേഔട്ട് എപ്പോഴും എങ്ങനെ ഉണ്ടായിരിക്കും, ഇത് ആണ് യൂസർ സ്പെസിഫിക് എന്ന് പറയുന്നത്, യൂസർ ലേഔട്ട്. യൂസർ ലേഔട്ടിന് നിങ്ങൾക്ക് നോർമൽ ടെക്സ്റ്റ് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പം നിങ്ങളിപ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കോമൺ ലേഔട്ട് വേണം, എല്ലാവർക്കും ഒരു ലേഔട്ട് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ ഈ സ്ലാഷ് കൊടുത്തിട്ടാണ് ആ ലേഔട്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അല്ലെങ്കിൽ ആ ലേഔട്ട് എടുക്കില്ല. മീൻസ് അല്ലെങ്കിൽ എന്താ സെർവർ ബേസിൽ ചെയ്യുമ്പോൾ സ്ലാഷ് കൊടുത്തെടുക്കണം, അല്ലാത്ത ലേഔട്ട് നോർമലി സിസ്റ്റം എടുക്കില്ല. അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ വാണിംഗ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ലേഔട്ടുകളും കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇതിപ്പോൾ ഞാൻ FBL3 ആണ് എടുത്തത്. ഇനി FAGLL03 ആണെങ്കിലോ, FBL3N ഇതാണ് FAGLL03യുടെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ കുറേ കറൻസി വൈസ് റിപ്പോർട്ടാണ് നോർമലി ഉണ്ടാവുക. ഒറ്റ സെക്കൻഡ്. ഓക്കെ, FAGLL03യുടെ ഡിസ്പ്ലേ ഇങ്ങനെയാണ്. ഇവിടെ നമുക്ക് ഈ മൾട്ടി കറൻസി ഡിസ്പ്ലേ ആണ് ഉണ്ടാവുക. അപ്പം നമ്മുടെ എല്ലാ കറൻസികളും ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ടാവും, സെഗ്മെൻറ്റ് വന്നിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് നോർമലി ഇവിടെ കാണാൻ പറ്റും.
ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് റിക്വയർഡ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ റിക്വയർഡ് ആയിട്ടും അല്ലെങ്കിൽ നിങ്ങൾ വേണ്ട രീതിയിൽ മാറ്റാൻ പറ്റും. ഇതെപ്പോഴും ലെഡ്ജർ വ്യൂ ആണ്, ലെഡ്ജർ വൈസ് ആണ് ഇതിൻ്റെ വ്യൂ വരിക. നിങ്ങൾക്ക് ഈ വ്യൂവിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് എന്താ പറയുക ലെഡ്ജേഴ്സ് ചേഞ്ച് ചെയ്തിട്ട്, ഇപ്പം നമുക്കൊരു ലെഡ്ജറേ ഉള്ളൂ, ആ ലെഡ്ജർ മാറ്റി മാറ്റി വ്യൂ കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെയാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ നമ്മളിപ്പോൾ 0L മാത്രമേ നമുക്ക് ലെഡ്ജർ ഉള്ളൂ, മറ്റ് ലെഡ്ജറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലെഡ്ജർ വൈസിൽ അല്ലെങ്കിൽ ലെഡ്ജറിലെ റിപ്പോർട്ട് എന്തെങ്കിലും എമൗണ്ട് വന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ വ്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സ്റ്റാർ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. സ്റ്റാർ ഇല്ലെന്ന് പറഞ്ഞു, ഇല്ല, ലെഡ്ജർ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ഓരോ ലെഡ്ജറിലുള്ള വ്യൂ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബൈ ഡിഫോൾട്ട് എപ്പോഴും 0L ആയിരിക്കും, ലീഡിങ് ലെഡ്ജർ ആയിരിക്കും. അത് ആ കോൺസെപ്റ്റ് അറിയാലോ, എപ്പോഴും ലീഡിങ് ലെഡ്ജറിലായിരിക്കും നിങ്ങൾക്ക് മെയിൻ റിപ്പോർട്ടുകൾ വരിക. അപ്പോൾ ഞാൻ സിമ്പിളി ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ലീഡിങ് ലെഡ്ജറിൻ്റെ റിപ്പോർട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്കിത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ലെഡ്ജർ വ്യൂ ഉണ്ട്, അതുപോലെ തന്നെ എൻട്രി വ്യൂ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. എൻട്രി വ്യൂ എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ FBL3 വ്യൂ ആയിരിക്കും. GL വ്യൂ എന്ന് പറയുമ്പം അത് FAGLL 03 വ്യൂ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് വ്യൂ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇത്രയാണ് നമുക്ക് റിപ്പോർട്ടിംഗ് സൈഡിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ വേറെയും കുറച്ച് റിപ്പോർട്ട്സ് ഇവിടെ നിങ്ങൾക്ക് നോർമലി കിട്ടും. അത് ആ റിപ്പോർട്ട്സ് ഇപ്പോൾ എൻ്റെ സെർവറിൽ അത് ഞാനിപ്പോൾ ആക്സസ് അതോട് പറയണം. റിപ്പോർട്ടുകൾ നിങ്ങളെ ഒന്ന് കാണിക്കാം. കിട്ടുന്ന റിപ്പോർട്ടാണ് നമുക്ക് എടുക്കാം. ഇവിടെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ തന്നെ GL അക്കൗണ്ടിങ്ങിൽ ഡോക്യുമെൻ്റ് എൻട്രിയിൽ ഇവിടെ ഈ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് റിപ്പോർട്ടിങ്ങിൻ്റെ ഏരിയയാണ് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് റിപ്പോർട്ടുകൾ ഇവിടെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് റിപ്പോർട്ട്, ഇപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് ബാലൻസ് ഷീറ്റും പി ആൻഡ് അക്കൗണ്ടും ജനറേറ്റ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പം അതിനൊക്കെ താഴെ ജനറലിന് തൊട്ട് താഴെ നിങ്ങൾക്ക് അക്കൗണ്ട് ബാലൻസ് എന്നൊക്കെ പറയുന്ന ഓപ്ഷൻ കാണാം. ഇത് 1-2 കാര്യങ്ങൾ എൻ്റെ കേസിൽ എനിക്ക് റൺ ആകുന്നില്ല, കാരണം അതിന് ഓതറൈസേഷൻ എടുത്തിട്ടില്ല. ഞാൻ എടുത്താലേ എനിക്കത് കിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ കുറേ റിപ്പോർട്ട്സ് കൂടി ഇവിടെ ഉണ്ട്. ഞാനത് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് ഞാൻ ഓതറൈസേഷൻ വാങ്ങിയിട്ട് നിങ്ങളെ കാണിക്കും. അപ്പം ഇങ്ങനെ ഒരുപാട് റിപ്പോർട്ടുകൾ നമുക്ക് SAPൽ ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അത് ബാലൻസ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ റിപ്പോർട്ടൊക്കെ ബാലൻസ് മാത്രം കാണിക്കുന്ന റിപ്പോർട്ടാണ്. GL അക്കൗണ്ട് ബാലൻസ് മാത്രം, അതുപോലെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട്, ഇങ്ങനെ ഓരോ റിപ്പോർട്ടാണ്. അപ്പം നമുക്ക് ഇവിടെ ഈ ട്രയൽ ബാലൻസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നമുക്ക് ഈ GUIയിൽ ബൈ ഡിഫോൾട്ട് ഇല്ല. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ റൺ ചെയ്തിട്ട് അത് കാണിക്കുന്നത്. കാരണം നമുക്ക് ടോട്ടൽ ഡെബിറ്റ് ബാലൻസ് എത്ര, ടോട്ടൽ ക്രെഡിറ്റ് ബാലൻസ് എത്ര എന്നൊക്കെ കാണുന്നത് ഇങ്ങനെയുള്ള റിപ്പോർട്ടിൻ്റെ ബേസിലാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ റിപ്പോർട്ടുകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇത് ജനറൽ എന്ന് പറയുമ്പോൾ എല്ലാ കൺട്രിക്കും, പിന്നെ കൺട്രി സ്പെസിഫിക് ആയിട്ടുള്ള കുറേ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് എല്ലാ റിപ്പോർട്ടുകളിനകത്ത് കാണാൻ പറ്റും. പ്രോഫിറ്റ് സെൻറ്റർ അക്കൗണ്ടിങ് റിപ്പോർട്ടുണ്ട്, അതുപോലെ തന്നെ സെഗ്മെൻറ്റ് വൈസ് റിപ്പോർട്ടിങ്, ലൈൻ ഐറ്റം ഡിസ്പ്ലേ റിപ്പോർട്ടുകൾ, ഇങ്ങനെ കുറേ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എനിക്കിനി ഓതറൈസേഷൻ എടുക്കണം അവരുടെ ലിസ്റ്റ് കൊടുത്ത് അവർ ചെയ്തു തരും. ഡോക്യുമെൻറ്റിൻ്റെ ഇങ്ങനെ ഒരുപാട് റിപ്പോർട്ടിങ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ചെയ്ത ഡോക്യുമെൻ്റ് ലിസ്റ്റാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടിൽ നിങ്ങളൊന്ന് റൺ ചെയ്ത് നോക്കിയാൽ മതി. ഡിഫറെൻറ്റ് എന്തൊക്കെയാണ് ഇൻഫർമേഷൻ അത് കിട്ടുന്നത്. ഇതൊക്കെ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ആ ഫോൾഡർ, അതായത് ഞാനിപ്പോൾ നമ്മൾ എടുക്കുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ജനറൽ ലെഡ്ജറിലല്ലേ നമ്മളിപ്പോൾ ഉള്ളത്. ആ ജനറൽ ലെഡ്ജറിൻ്റെ അണ്ടറിൽ കാണുന്ന ഈ ഇൻഫർമേഷൻ സിസ്റ്റം, ഇത് ഫുള്ളി റിപ്പോർട്ടിങ്ങിൻ്റെ ഏരിയയാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിപ്പോർട്ട്സ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ എന്താ പറയുക, നമുക്ക് നമ്മുടെ ഡേ ടു ഡേ യൂസേജിന് വരുന്ന റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. കുറേ എണ്ണം എനിക്ക് ആക്സസ് ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ആക്സസിനെ എടുക്കണം. ഇതൊക്കെ ലിസ്റ്റ് കൊടുത്താലേ കിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഈ ഇൻഫർമേഷൻ. അതെല്ലാ മോഡ്യൂളിൻ്റെ താഴെ ഉണ്ടാവുക. അതായത് നമ്മളിപ്പോൾ GL അക്കൗണ്ടിന് പകരം നമ്മൾ അക്കൗണ്ട് റിസീവബിൾ എടുത്താലും അക്കൗണ്ട് പേബിൾ എടുത്താലും ഒക്കെ അവിടെ അതിൻ്റെ അണ്ടറിൽ ഈ ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ടാവും. അപ്പം ഈ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അതാത് മോഡ്യൂളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഇൻഫർമേഷൻ സിസ്റ്റത്തിലുണ്ടാവുക. അതിൻ്റെ റിപ്പോർട്ടിങ്ങാണ് നമുക്കിവിടെ ഉണ്ടാവുക. അപ്പം എല്ലാ മോഡ്യൂളും നിങ്ങൾ ഇതെടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ GLൻ്റെ എല്ലാ ഓപ്ഷൻസും നിങ്ങളുടെ സെർവറിൽ ഇതൊക്കെ ഓപ്പൺ ആണ്, നിങ്ങൾക്കിതെല്ലാം കാണാൻ പറ്റും. അപ്പം ഇതും കൂടെ നിങ്ങളൊന്ന് റെഫർ ചെയ്ത് നോക്കണം.
അപ്പോൾ ഇങ്ങനെയാണ് ഒരു നോർമലി ഒരു ജി എൽ അക്കൗണ്ട് ഡോക്യുമെൻ്റ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവുക. അതായത് ഒരു ജി എൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നോർമലി കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്കിനി പ്രാക്ടീസ് ചെയ്ത് നോക്കേണ്ടത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡോക്യുമെൻറ്റ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ നോക്കേണ്ടത്. അത് സിംഗിൾ ലൈൻ ആകാം, മൾട്ടി ഡെബിറ്റുകളാകാം, മൾട്ടി ക്രെഡിറ്റുള്ള ലൈൻ ആകാം. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ടോട്ടൽ ബാലൻസ് ഈക്വൽ 0, ബാലൻസ് ഡിഫറൻസിന് ഇല്ലായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഡോക്യുമെൻറ്റ്സ് പോസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് പോസ്റ്റ് ചെയ്യേണ്ട ഡോക്യുമെൻ്റ് റെഫറൻസ് ചെയ്യേണ്ട കുറച്ച് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളത് ഡോക്യുമെൻ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളെ എറേഴ്സ് ബഗ്ഗെല്ലാം ക്ലിയർ ആയാലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം ആ ലെവൽ വരെ നിങ്ങൾ എത്തണം, ആ ബഗ് ക്ലിയർ ആകുന്ന ലെവൽ വരെ എത്തണം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ തോന്നുന്നു ഇന്നലെ അത് വിട്ടുപോയി എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഞാൻ ഡോക്യുമെൻ്റ് സ്പ്ലിറ്റിംഗ് പറഞ്ഞെങ്കിലും ആ ഡോക്യുമെൻ്റ് സ്പ്ലിറ്റിങ്ങിൻ്റെ കോൺഫിഗറേഷൻ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ അതും ചിലപ്പോൾ നിങ്ങൾക്കൊരു വാർണിംഗ് ആയിട്ട് വന്നേക്കാം. ചിലപ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ ഡോക്യുമെൻ്റ് സ്പ്ലിറ്റിംഗ് ഡെഡ് ആയിരിക്കാം. അപ്പോൾ ഡെഡ് ആണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ നിങ്ങളുടെ സെർവർ ഒന്ന് എടുത്ത് നോക്കട്ടെ, അതിൽ ഡെഡ് ആണോ നോക്കട്ടെ. ഡെഡ് ആണെങ്കിൽ നിങ്ങൾക്ക് തൽക്കാലം ആ ഓപ്ഷൻ വാർണിംഗ് ഉണ്ടാകില്ല. നോക്കിയിട്ട് പറയാം. സ്പ്ലിറ്റിംഗ് ഓൺ ആണോ നോക്കട്ടെ. ലോഗിൻ ആണ്. ഓക്കെ, സാറേ അങ്ങനെ ഒന്ന് ലോഗിൻ ചെയ്യുന്നുണ്ട്. അത് ഡോക്യുമെൻ്റ് സ്പ്ലിറ്റിംഗ് എനേബിൾ ആണെങ്കിൽ നമ്മളതിൻ്റെ കോൺഫിഗറേഷൻ നിങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എറർ ഉണ്ടാവും. ഞാൻ നോക്കട്ടെ. ബിസിനസ് ട്രാൻസാക്ഷൻ ഡോക്യുമെൻ്റ് സ്പ്ലിറ്റിംഗ് ആക്റ്റീവ്. ഇവിടെ നിങ്ങളുടെ കമ്പനിയിൽ ഇതിപ്പോൾ ഓൾറെഡി എനേബിൾ ആണ്. അപ്പോൾ എനേബിൾ ആണെങ്കിൽ നിങ്ങൾ ഒരു കോൺഫിഗറേഷൻ കൂടെ ചെയ്യണം. ആ ഒരു കോൺഫിഗറേഷൻ സിമ്പിൾ ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അതുകൂടെ ചെയ്താലേ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം ആ ഒരു സെറ്റിങ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ഒരു വാർണിംഗ് നിങ്ങൾക്ക് കിട്ടിയേക്കാം. അതായത് ആ വാർണിംഗ് ഡോക്യുമെൻ്റ് സ്പ്ലിറ്റിംഗ് ഈസ് എനേബിൾഡ്, എന്താ ക്ലാസിഫൈ ജി എൽ അക്കൗണ്ട് ലിസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞൊരു വാർണിംഗ് നിങ്ങൾക്ക് വരാം. വാർണിംഗ് മെസ്സേജ് എന്താണെന്ന് നോക്കട്ടെ. ഡോക്യുമെൻ്റ് സ്പ്ലിറ്റിംഗ് വാർണിംഗ് ഞാൻ അത് കിട്ടുമ്പോൾ എടുത്ത് നിങ്ങൾ ഇതിനകത്ത് നോട്ടിലേക്ക് പേസ്റ്റ് ചെയ്തേക്കാം. അപ്പം നിങ്ങൾ എന്താണ് അതിൻ്റെ പ്രോസസ്സ് ചെയ്യേണ്ടതെന്ന് മാത്രം ഒന്ന് പറയാം. അതായത് ഡോക്യുമെൻ്റ് സ്പ്ലിറ്റിങ്ങിൻ്റെ ഫീച്ചർ ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് ബൈ ഡിഫോൾട്ട് എനേബിൾ ആണ്. ഡോക്യുമെൻ്റ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാത്ത ലൈൻ ഐറ്റങ്ങൾ, അതായത് ബാലൻസ് ഷീറ്റ് ലൈൻ ഐറ്റങ്ങളെ സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഡോക്യുമെൻ്റ് സ്പ്ലിറ്റിങ്ങിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ ഈ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അത് പിന്നീട് വരുന്ന ടോപ്പിക് ആണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇനീഷ്യലായിട്ടൊരു ചെറിയൊരു കോൺഫിഗറേഷൻ അവിടെ ചെയ്തു വെക്കണം. അപ്പോൾ അത് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമുക്കതിലേക്കൊന്ന് പോകാം. അതായത് അതൊരു കോൺഫിഗറേഷൻ പാർട്ട് തന്നെയാണ്. SIMG എടുത്തിട്ട് ഞാനത് നോട്ട് ഇപ്പോൾ നിങ്ങളിത് കഴിഞ്ഞിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടേക്കാം അതിനകത്തേക്ക്. SIMG എടുത്തിട്ട് നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ, ജനറൽ ലെഡ്ജർ അക്കൗണ്ടിങ്ങിൽ, ബിസിനസ് ട്രാൻസാക്ഷൻസ്, ഡോക്യുമെൻ്റ് സ്പ്ലിറ്റിംഗ്, ഇവിടെ ക്ലാസിഫൈ GL അക്കൗണ്ട് ഫോർ ഡോക്യുമെൻ്റ് സ്പ്ലിറ്റിംഗ്, ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് വർക്ക് ചെയ്യുള്ളൂ. ഇവിടെ നമ്മൾ ചെയ്തില്ലല്ലോ ഈ കാര്യം, ഇല്ല. ഈ ഓപ്ഷൻ ഞാൻ പറഞ്ഞു തന്നായിരുന്നു, ഇല്ലല്ലോ. ഇതെനിക്കത് നേരത്തെയുള്ള കമ്പനിക്കകത്തുള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ക്ലാസിഫൈ GL അക്കൗണ്ട് എന്ന ഓപ്ഷനകത്ത് നമുക്കിപ്പോൾ നമ്മുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ ഉള്ള അക്കൗണ്ടുകളെ സിമ്പിളി ഒന്ന് ക്ലാസിഫൈ ചെയ്യുക. അപ്പോൾ സിമ്പിളി ക്ലാസിഫൈ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പോൾ ഉള്ള ചാർട്ട് ഓഫ് അക്കൗണ്ട്സിലുള്ള GL അക്കൗണ്ട്സ് എന്ന് പറയുന്നത് അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, പിന്നെ ഇൻകം, പിന്നെ എക്സ്പെൻസസ്, ഇത്രയും ക്ലാസ്സാണ് നമുക്കുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ ആ റേഞ്ച് ഒന്ന് ഇവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ റേഞ്ച് എന്ന് പറയുമ്പോൾ 10000 000 തൊട്ട്
399,999 വരെയുള്ള അക്കൗണ്ടുകൾ ബാലൻസ് ഷീറ്റ് അക്കൗണ്ടാണെന്നും ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്, ബാലൻസ് ഷീറ്റ് അക്കൗണ്ട് ആണെന്നും. ഇനി 4 സീരീസിലെ അക്കൗണ്ട് 400,000,000 499,999 വരെയുള്ള അക്കൗണ്ടുകൾ റവന്യൂ അക്കൗണ്ട്സ് ആണ്. 300,000,000 എന്ന അക്കൗണ്ട് 30,000,000 എന്ന അക്കൗണ്ട് ആണെന്നും 5 സീരീസുള്ള അക്കൗണ്ടുകൾ എക്സ്പെൻസ് അക്കൗണ്ട് ആണെന്ന് നിങ്ങളൊന്ന് ഡിഫൈൻ ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം. ഇത്ര മാത്രം ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇനീഷ്യലി തന്നെ ഒന്ന് ചെയ്ത് ഞാൻ ഡിലീറ്റ് ചെയ്യാം ഈ ഐറ്റം ഡിലീറ്റ് ചെയ്തിട്ട് ഒന്ന് റീ എൻട്രി ചെയ്യാം, നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ ഡിലീറ്റ് ചെയ്ത് റീ എൻട്രി ചെയ്ത് സേവ് ചെയ്യുന്നുണ്ട്. സേവ് ചെയ്തിട്ട് ഒന്നുകൂടെ റീ എൻട്രി ചെയ്യാം. ഓക്കെ, ഞാൻ ആ കോൺഫിഗറേഷൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ബാക്ക് പോയിട്ട് ആ ടേബിളിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് ചെയ്താലേ എനിക്കിതിന് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലാസിഫൈ GL അക്കൗണ്ട്സ് ചോദിച്ചു, ഇവിടെ ഏത് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് നമ്മുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്. ഇവിടെ ന്യൂ എൻട്രി കൊടുത്തിട്ട് നമ്മൾ തൽക്കാലം നമ്മൾ അസറ്റ് അക്കൗണ്ടിൻ്റെ എല്ലാം കോമൺലി മാപ്പ് ചെയ്താൽ മതി. അപ്പോൾ 100,000,000 തൊട്ട് 399,999 വരെയാണ് നമ്മുടെ അസറ്റും ലയബിലിറ്റിയും ക്യാപിറ്റൽ വരുന്നത്. അപ്പോൾ ഇത്രയും അക്കൗണ്ടുകൾ നമ്മൾ കോമൺ ലിസ്റ്റ് ചെയ്യുക. അവിടെ നമ്മളതിൻ്റെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കും. ബാലൻസ് ഷീറ്റ് 01,000,000 അതിനുശേഷം 400,000,000 തൊട്ട് 499,999 വരെയുള്ള കാറ്റഗറീനെ നിങ്ങൾ റവന്യൂ എന്ന കാറ്റഗറി 300,000,000 ആണെന്ന് തോന്നുന്നു, 300,000 30,000. ഇനി നമ്മുടെ എക്സ്പെൻസിൻ്റെ കാറ്റഗറി നമ്മളിപ്പോൾ നമ്മുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഡിഫൈൻ ചെയ്ത് ഈ ഒരു കാറ്റഗറിയാണ്. അത് തൊട്ട് 599,999 വരെയുള്ളതാണ്. റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ കാറ്റഗറി ഇതിന് 20,000 ആണ് കാറ്റഗറി, ഓൾറെഡി ലിസ്റ്റിലുണ്ട്. ഈ സെറ്റിങ്സും കൂടെ ചെയ്തിട്ട് സേവ് ചെയ്ത് കൊടുക്കും. ഇത്ര മാത്രമേ നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ളൂ. ഇത് പിന്നീട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു ടോപ്പിക്കാണ് ഡോക്യുമെൻ്റ് സ്പ്ലിറ്റിംഗ് പറയുമ്പോൾ. പക്ഷേ ഇതിപ്പോൾ ഈ ഒരു കോൺഫിഗറേഷൻ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഫസ്റ്റ് നമ്പർ തൊട്ട് ലാസ്റ്റ് നമ്പറുള്ള റേഞ്ച് നിങ്ങൾ ഇതിങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ചില്ല എങ്കിൽ സിസ്റ്റത്തിന് അത് എററായിട്ട് കാണിക്കും. അപ്പം ഈ ഒരു കോൺഫിഗറേഷൻ കൂടെ നിങ്ങൾ ചെയ്യണം. ഈ കോൺഫിഗറേഷൻ്റെ പാത്ത് ഞാനിത് ക്ലാസ് കഴിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് ഇട്ടേക്കാം. കാരണം അത് സെപ്പറേറ്റ് ടോപ്പിക് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഞാൻ ഇട്ടിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഞാനത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെറിയൊരു ടോപ്പിക്കായിട്ട് ഈ ഒരു ഓപ്ഷൻ ഇട്ടേക്കാം. ഈ ക്ലാസിഫൈ GL അക്കൗണ്ട് ഫോർ ഡോക്യുമെൻ്റ് സ്പ്ലിറ്റിംഗ് ഈ ഒരു വാണിംഗ് ആണ് നോർമലി വരിക. അപ്പോൾ ആ വാണിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. അപ്പം ആ വാണിംഗ് കിട്ടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് തന്നെ ആ കോൺഫിഗറേഷൻ ചെയ്തിട്ട് നിങ്ങൾ ട്രാൻസാക്ഷനിലേക്ക് പോയാൽ മതി. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആ ബഗ് ക്ലിയർ ചെയ്തതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ചെറിയ കോൺഫിഗറേഷൻ കൂടെ ഒന്ന് ചെയ്തിട്ട് ട്രാൻസാക്ഷനിലേക്ക് പോവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ എറർ ഉണ്ടാവില്ല. അപ്പം അതിൻ്റെ കൂടെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമുക്ക് പിന്നീട് വരുന്നൊരു ലെങ്തി ആ ടോപ്പിക്കാണ്, ഒരു 1 ഡേ ടോപ്പിക്കാണ് ഈ ഡോക്യുമെൻ്റ് സ്പ്ലിറ്റിംഗ് അതിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ ഇത്രയും ഓക്കെ ആണല്ലോ. അപ്പോൾ GL അക്കൗണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക, സമയമെടുത്ത് ചെയ്താൽ മതി. കാരണം നമുക്ക് എല്ലാ GL അക്കൗണ്ടും ഇപ്പോൾ ആവശ്യമില്ല. ഇപ്പോൾ വേണ്ടത് ക്യാഷും ബാങ്കും അങ്ങനത്തെ കുറച്ച് അക്കൗണ്ടുകളാണ്. അപ്പോൾ അതിനെ മാത്രം ആദ്യം ചെയ്തിട്ട് ബാക്കി ട്രാൻസാക്ഷനിലേക്ക് പോകും. ബാക്കി ആ ബഗ്ഗുകളൊക്കെ അത് ക്ലിയർ ചെയ്ത് ട്രാൻസാക്ഷനിലേക്ക് പോകും. അതിനുശേഷം ഞാനിപ്പോൾ പറഞ്ഞ ക്ലാസിഫൈ GL അക്കൗണ്ട് ഫോർ ഡോക്യുമെൻ്റ് സ്പ്ലിറ്റിംഗ് കൂടെ ഒന്ന് ചെയ്തിട്ട് ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ റിപ്പോർട്ടുകളൊക്കെ ഒന്ന് ജനറേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് നാളെ ബാക്കി ഇനിയും ട്രാൻസാക്ഷൻസ് ചെയ്യാനുണ്ട്. ഒരുപാട് ട്രാൻസാക്ഷൻ ടൈപ്പുകൾ നമുക്കുണ്ട്. അതായത് ഞാനിപ്പോൾ ചെയ്തതിനകത്ത് ₹100 മാത്രമേ ചെയ്തുള്ളൂ. നമുക്ക് അതർ കറൻസി ഡോക്യുമെൻറ്റും വരാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എക്സ്പെൻഡിച്ചർ, നമുക്ക് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും ഇൻകം വെച്ചുള്ള ട്രാൻസാക്ഷൻ ചെയ്ത് നോക്കാനുണ്ട്. അങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മുടെ ഈ ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ഒരു ബേസിക് ട്രാൻസാക്ഷൻ ചെയ്യുന്നതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കേസ് സ്റ്റഡി അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് മറ്റ് ടൈപ്പ്, അതായത് CO ഇൻ്റഗ്രേറ്റ് ചെയ്ത ട്രാൻസാക്ഷൻ, അത് സംതിങ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുന്നതൊക്കെ ബേസിക് ട്രാൻസാക്ഷനാണ്. ഒരു GL അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് ഒരു GL അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ. അവിടെ മറ്റ് കോസ്റ്റ് അസൈൻമെൻറ്റ് ഒന്നുമില്ല, അല്ലെങ്കിൽ കോസ്റ്റ് അലോക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ടൈപ്പ് ട്രാൻസാക്ഷൻ നമ്മളിപ്പോൾ ചെയ്യുന്നത്. GL അക്കൗണ്ടാണ് ഈ FB50 എന്ന് പറയുന്ന T കോഡാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇനി അതിനുശേഷം തന്നെ അവിടെ നമുക്ക് GL അക്കൗണ്ട് ചേഞ്ചസ് എന്ന ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞ് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമുക്ക് മൈന്യൂട്ടായ കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആ കാര്യം നോക്കണം. ഇനി ഇൻ കേസ് ഡോക്യുമെൻ്റ് എങ്ങനെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ എങ്ങനെ നമുക്കത് ക്യാൻസലേഷൻ, റിവേഴ്സൽ എങ്ങനെയാണ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കണം. അപ്പം ഇതെല്ലാമാണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു GLൻ്റെ ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ളത്. അതുപോലെ ഡിഫറെൻറ്റ് 2 ടൈപ്പ് ട്രാൻസാക്ഷൻ ഉണ്ട്. FB50 F.02 നമുക്ക് നോക്കാനുണ്ട്. അതുപോലെ ഡോക്യുമെൻ്റ് പാർക്കിങ്ങും ഹോൾഡിങ്ങും നമുക്ക് നോക്കാനുണ്ട്.